ത്യാഗത്തിൻ ദിവ്യ കാന്തി സ്നേഹം തീരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം നിന്ദിച്ചു മർത്യരാം സ്നേഹത്തിടമ്പിനെ നിർദ്ദയം ക്രൂശിലേറ്റി നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ നാഥാ പൊറുക്കേണമേ നിൻ പീഠയോർത്തോർത്ത് കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻ വരങ്ങൾ. നീതിമാനായ പിതാവേ, അങ്ങേ രചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങേ പ്രിയപുത്രനെ അങ്ങ് തൃക്കം പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം മരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് അങ്ങ് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാവുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം എത്രയോ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും അവിടുന്ന് ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ ഈ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനാരാധനയും രക്ഷണീയ കൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മനസ്താപ്രേരണം എൻ്റെ ദൈവമേ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ ബലിക്കായിട്ട് ഒരുങ്ങാം. സോദര സ്നേഹത്തിൻ ബലിയണയ്ക്കാം. അണയൂ സ്നേഹമൊഴുന്ന ഒരു മയിലൊരു മനമാ. ഉണരൂ തിരികൾ തെളിക്കൂ, നാഥനെ വരവേൽക്കാം. ഇന്നീ തിരുബലിവേദിയിൽ സോദര സ്നേഹത്തിൻ ബലിയണയ്ക്കാം. അണയൂ സ്നേഹമൊടുന്ന ഒരു മയിലൊരു മനമാ. ഉണരൂ തിരികൾ തെളിക്കൂ, നാഥനെ വരവേൽക്കാം. സ്നേഹമുള്ളവരെ,
ഒരിക്കൽ കൂടി ആൾത്താരുടെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കൂപ്പുകരങ്ങളോട് നമുക്ക് നന്ദി പറയാം ഈ സുന്ദരമായ പ്രഭാതത്തെ ഓർത്ത്. തിരുവചനം പറയുന്ന ഓരോ പ്രഭാതത്തിലും എൻ്റെ സ്നേഹം പുതിയതാണ്. ആ പുതിയ സ്നേഹം അനുഭവിക്കാനും ആസ്വദിക്കാനും സ്വന്തമാക്കാനുമാണ് ആൾത്താരയ്ക്ക് മുമ്പിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. നല്ലവനായ യേശുവേ, ഈ കുർബാന നിന്റെ സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് ലോകത്തെ നിനക്ക് സ്നേഹിക്കാനില്ല, മനുഷ്യൻ നിനക്ക് സ്നേഹിക്കാനില്ല. ആ കുർബാന ഞങ്ങളുടെ നാവിലേക്ക് നിലച്ചു തരുമ്പോൾ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹത്തോടെ, വിശ്വാസ തീക്ഷ്ണതയോടെ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എത്ര കുറവുള്ള വൈദികനാണെങ്കിലും ഇതെൻ്റെ ശരീരമാണെന്ന്, രക്തമാണെന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുകയാണ്. വൈദികന്റെ കുറവല്ല, അവന്റെ പൗരോഹിത്യത്തെയാണ് ദൈവം വിലമതിക്കുന്നത്. ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ നിന്ന് പുരോഹിതൻ ദൈവത്തിനു മുമ്പിൽ ബലിയർപ്പിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതോടൊപ്പം മനുഷ്യനെ ദൈവത്തോളം അവൻ ഉയർത്തുക കൂടിയാണ്. ഇന്ന് ആൾത്താരിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, നീ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തോളം ഉയരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഏറ്റവും തീക്ഷ്ണതയോടെ, ഭക്തിയോടെ നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം. നമുക്കറിയാം, ഇന്ന് ധ്യാനത്തിന്റെ അവസാന ദിവസമാണ്. ഈ ബലിയർപ്പണം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട അർപ്പണമായിട്ട് മാറണം. തീക്ഷ്ണതയോടെ നമുക്ക് ഈ ബലിയർപ്പിക്കണം. നമ്മൾ ഇന്നലെ കേട്ട വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള കാര്യങ്ങൾ, അത് ദൈവം നമ്മളെ തൊട്ട അനുഭവമായിരുന്നു. നമുക്കറിയാം, വലിയ സാക്ഷ്യങ്ങളും ദൈവത്തിൻ്റെ വലിയ ഇടപെടലും ഒക്കെ നമ്മൾ കേട്ടു, അറിഞ്ഞു, അനുഭവിച്ചു. ആ അനുഭവവും ഇടപെടലും ഒക്കെ ഇന്ന് ഈ അൾത്താരിൽ വീണ്ടും നമ്മൾ അനുഭവിക്കാൻ പോവാണ്. നമ്മുടെ ജീവിതവും നിയോഗങ്ങളും ഒക്കെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഹൃദയം ഒരുക്കി ദൈവത്തെ വിളിച്ചാൽ ദൈവോപന സമീപസ്ഥനാണ്. ദൈവത്തെ അനുഭവിക്കേണ്ടവർക്ക് ഒരുക്കി വിളിക്കാൻ ഒരു മനസ്സുണ്ടാവണം. ഹൃദയ നിറവോട് പ്രാർത്ഥിക്കാൻ ഒരു ഹൃദയം ഉണ്ടാവണം. ആഗ്രഹത്തോടുകൂടി ദൈവത്തെ കാണാൻ ഒരു മനസ്സുണ്ടാവണം. നമുക്ക് ആത്മാർത്ഥതയോടെ ഈ ബലി അർപ്പിക്കാം. നമുക്ക് സ്വരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വർത്താനം പറയാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ ശബ്ദമുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കാൻ നമുക്ക് ശബ്ദമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണത്. നമുക്ക് ബലിയർപ്പിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വില കൊടുത്ത് ബലിയർപ്പിക്കണം. 1 സാമുവേൽ 2:30 തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നവരെ ഞാനും ബഹുമാനിക്കും. യേശുവിനെ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? നമ്മുടെ ത്യാഗത്തിലൂടെയാണ്, നമ്മുടെ സ്നേഹത്തിലൂടെയാണ്, നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്, നമ്മളെ താത്തിയിട്ട് ദൈവത്തെ പൊക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ എളിമയോടുകൂടി തമ്പുരാൻ്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ അവനെ ബഹുമാനിക്കുന്നത്. ഈ ബഹുമാനം ഈ അൾത്താരയിൽ തമ്പുരാൻ്റെ മുമ്പിൽ ഒരു കാഴ്ച വസ്തുവായി നമുക്ക് കൊടുക്കാം. നമുക്കൊരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. ഇരു കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കരങ്ങളിൽ, യേശുവേ, എൻ്റെ ജീവിതമാണ്, എൻ്റെ നിയോഗങ്ങളാണ്, എൻ്റെ പ്രാർത്ഥനകളാണ്, എൻ്റെ ജീവിത പങ്കാളിയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ മാതാപിതാക്കന്മാരാണ്, എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ സ്വപ്നങ്ങളാണ്, എൻ്റെ പ്രതീക്ഷകളാണ്, എൻ്റെ കണ്ണുനീരാണ്, എൻ്റെ വേദനകളാണ്, എൻ്റെ ഒറ്റപ്പെടലുകളാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ അവസ്ഥയാണ്. കരുണയോടെ നീ സ്വീകരിക്കണമേ എന്നപേക്ഷിക്കണം. യേശുവേ, ഞങ്ങൾക്ക് തരാനുള്ളത് ഇത് മാത്രമാണ്. എനിക്ക് തരാൻ നിനക്ക് എന്തുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഇത്ര മാത്രം, ഇത്രയേ ഉള്ളൂ തരാൻ എൻ്റെ ജീവിതം. യേശുവേ, നീ ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണേ. ഈ ബലിയിൽ നിന്റെ തിരുസാന്നിധ്യം, നിറസാന്നിധ്യം അനുഭവിച്ചറിയാൻ കൃപ തരണമേ. ഈ ബലിയിൽ നിന്റെ ചൂടൊന്ന് അനുഭവിക്കാൻ ശക്തി തരണമേ. ഈ ബലിയിൽ നിന്റെ ജീവനെ, നിന്റെ സ്നേഹത്തെ, നിന്റെ കാരുണ്യത്തെ അനുഭവിക്കാൻ കൃപ തരണമേ. ഈ ബലിയിൽ നിന്റെ തിരുമുഖം ആ വിശുദ്ധ കുർബാനിൽ ഒന്ന് കാണാൻ നിറവ് തരണമേ. ഈ ബലിയിൽ നാവ് നീട്ടി കൊടുക്കുമ്പോൾ തമ്പുരാൻ നാവിലേക്ക് കടന്നു വരുന്നത് ഒന്ന് അനുഭവിക്കാൻ ശക്തി തരണമേ. ഈ ബലിയിൽ പരമാവധി കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലി നമുക്ക് ബലി അർപ്പിക്കാം. 1 സാമുവേൽ 2:30
എന്നെ ബഹുമാനിക്കുന്നവരെ ഞാനും ബഹുമാനിക്കും. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻഭാഗെയാണ് ചീടാ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാമേ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താനാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം.
പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും, അനവധിൻ മമനാഥാനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും താവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവന്, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. വൈകുന്നേരമായപ്പോൾ കർത്താവെ ആശീർവദിക്കണം. മിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരമായപ്പോൾ ആ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതുക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണു വണങ്ങി. അവൻ പറഞ്ഞു, യജമാനന്മാരെ, ദാസൻ്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക, രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം. അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു. അവർ കിടക്കും മുമ്പേ സോദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിൻ്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി കതകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. പുരുഷസ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്. എന്തെന്നാൽ അവർ എൻ്റെ അതിഥികളാണ്. മാറി നിൽക്കും. അവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു. പക്ഷേ ലോത്തിൻ്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു. വാതിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ
വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരുതിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സർവജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അധ്യായം 2 22 മുതൽ 26 വരെയുള്ള വചനങ്ങൾ കർത്താവെ ആശീർവദിക്കണം. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. വിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരുന്നത് ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്നു വരാം. പിശാചു തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയ വെൺമനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ മധുവായി ഞാനതോടുക്കിടട്ടെ. ഏറ്റമനോഗ്രഹ പൂരിത കവിതൻ തൂലിക പോലെന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ഭവിച്ചിടട്ടെ.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട കുട്ടികളെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായമാണ്. ഇന്നലെ വായിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വായിച്ചിട്ട് വന്നോ? കുറെ പുതുമുഖങ്ങളെ കാണുന്നുണ്ടല്ലോ. കുറെ പുതുമുഖങ്ങളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഇന്നലെ വായിക്കാൻ പറഞ്ഞിട്ട് വായിച്ചു മിടുക്കരാണ്. അപ്പോ ഇന്ന് യോഹന്നാൻ നമ്മൾ പല ആവർത്തി പല പ്രാവശ്യം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഒരു വചനഭാഗമാണ്. നമുക്ക് വലിയ പുതുമയൊന്നും ഇതിനകത്തില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും ദൈവം ഇതിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈ കാനായിലെ കല്യാണ വിരുന്ന് യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമായിരുന്നു. യേശുവിന്റെ പരസ്യ ജീവിത കാലത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത്, യേശുവിന്റെ അത്ഭുത ജീവിതത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് ഈ കാനായിലെ കല്യാണ വിരുന്നിലാണ്. കാനായിലെ കല്യാണ വിരുന്നിന് യേശുവും അമ്മയും ശിഷ്യന്മാരും ഒക്കെ ആ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ആ കുടുംബവുമായിട്ട് ഒരു അടുത്ത ബന്ധമുള്ളവരാണല്ലോ ഈ കുടുംബം എല്ലാവരും അടക്കം ആ കല്യാണത്തിന് പോകുന്നത്. അപ്പോ ഒരടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാവണം ഈ കാനായിലെ കല്യാണ വീട്. അവിടെ ആ കുടുംബത്തിന്റെ പ്രത്യേകത പരിശുദ്ധ അമ്മയും യേശുവും ശിഷ്യന്മാരും ഒക്കെ ആ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. കാനായിലെ കല്യാണ വിരുന്നിന്റെ കുറവ് അവിടെ വീഞ്ഞു തീർന്നു പോയതാണ്. ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ അപമാന ഭാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരിക്കലും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു വേദനയിലേക്ക് കടന്നു പോകാമായിരുന്ന ഒരു സന്ദർഭത്തിലാണ് യേശു തന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിന്റെ തുടക്കം മുതൽ നമ്മൾ വരുമ്പോ അവിടെ ഞാൻ പറഞ്ഞതുപോലെ യേശുവും അമ്മയും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. വെച്ചാൽ ശിഷ്യന്മാരെ നമുക്കറിയാം, ഒരാൾ ഒഴിച്ച്, യൂദാസ് ഒഴിച്ച് ബാക്കി എല്ലാവരും വിശുദ്ധരാണ്. എന്ന് വെച്ചാൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ട്, വിശുദ്ധരുണ്ട്, അതിനപ്പുറത്ത് യേശു ഉണ്ട്. സ്നേഹമുള്ളവരെ, ആ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായത്, ആ കുടുംബം അനുഗ്രഹിക്കാൻ കാരണം യേശുവിന്റെ സാന്നിധ്യമാണ്. മധ്യസ്ഥ ശക്തിയായി നിന്ന പരിശുദ്ധ അമ്മയുടെ നിറ സാന്നിധ്യമാണ്, വിശുദ്ധരുടെ സാന്നിധ്യമാണ്. ഇവരുടെ സാന്നിധ്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് നോക്കാം. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടോ? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയുടെ ഭാഗമായിട്ട് നമ്മുടെ കുടുംബം മാറുന്നുണ്ടോ? വിശുദ്ധരെ വണങ്ങുന്ന, വിശുദ്ധരുടെ ജീവിത മാതൃക പിൻചൊല്ലുന്ന ഒരു കുടുംബ സാഹചര്യം എന്റെ കുടുംബത്തിലുണ്ടോ? ഇല്ല എങ്കിൽ ഈ കുടുംബം അഭിമുഖീകരിച്ച വേദനയിലൂടെ നമ്മൾ കുടുംബവും കടന്നു പോകും. ആ കുടുംബം വേദനയുടെ നിറവിൽ കടന്നുപോയപ്പോ ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ
അനുഗ്രഹമാക്കി മാറ്റിയത് ഇവരുടെ സാന്നിധ്യമായിരുന്നു. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അപമാന ഭാരത്താൽ തകരാമായിരുന്ന കുടുംബം തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ കാരണം ഇവരുടെ സാന്നിധ്യമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തില് വേദനയും ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണുനീരും ഒക്കെ കടന്നു വരുമ്പോ യേശുവിന്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വിശുദ്ധരുടെ സാന്നിധ്യവും ഒക്കെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വേദനകളെ, നമ്മുടെ കണ്ണീർ തുടയ്ക്കുന്ന സാന്നിധ്യമായിട്ട് എന്നും ചേർന്നുണ്ടാവും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ നിറ സാന്നിധ്യം ഉണ്ടാകട്ടെ. എന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. നമുക്കറിയാം, പ്രാർത്ഥന കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കുമ്പോൾ അവിടെ പ്രാർത്ഥനകളില്ല. എൻ്റെ ഒരു യൂത്തൻ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഫ്രാൻസിലേക്ക് പോയി. ഞാൻ അവനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയിരുന്നു ബാംഗ്ലൂർ എയർപോർട്ടിൽ. അവനോട് ഞാൻ പറഞ്ഞു, എടാ മോനെ, പള്ളിയിൽ പോകണം കേട്ടോ, അവിടെ പോയിട്ടുണ്ടെങ്കിൽ. അവൻ പറഞ്ഞു, അച്ഛാ അവിടെ പോയി ടാക്സ് കൊടുക്കണം, പള്ളിയിൽ പോകണമെങ്കിൽ ടാക്സ് കൊടുക്കണം, അതുകൊണ്ട് പള്ളിപ്പോക്കൊക്കെ കണക്കാക്കി ഞാൻ യൂട്യൂബിൽ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ തമാശക്കാണെങ്കിലും പറഞ്ഞതെങ്കിലും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വസ്തുതയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ടാക്സ് പോട്ടെ, നമ്മുടെ കുട്ടികൾക്കുള്ള പ്രാർത്ഥനയോടുള്ള, വിശുദ്ധ കുർബാനയോടുള്ള ഒരു താല്പര്യം, അവൻ എന്ത് തമാശയ്ക്ക് പറഞ്ഞതായിക്കോട്ടെ, എന്ത് വായിക്കുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടുത്തറിയാവുന്ന ഞാൻ പറഞ്ഞില്ല, ഞാൻ രൂപതയുടെ യൂത്തിന്റെ ഡയറക്ടറാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ യൂത്തിനെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അടുത്തറിയാം. അതുകൊണ്ട് അതിന്റെയൊക്കെ വെളിച്ചത്തിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്, പുതിയ യുവതലമുറ, പുതിയ കുടുംബങ്ങള് പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്ത കുടുംബങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് മറ്റെങ്ങോട്ടും നോക്കണ്ട, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിക്കേ. പ്രാർത്ഥനയുടെ ഒരു മുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന മുടക്കാൻ നമുക്ക് മടിയില്ല. വിശുദ്ധ കുർബാനയ്ക്ക് വരാതിരിക്കാൻ നമുക്ക് മടിയില്ല. ഓരോ പരിപാടിക്കും പോകുമ്പോൾ നമ്മൾ ഈ കുർബാനയ്ക്ക് വില കൊടുക്കാതെ, പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കാതെ, ആഘോഷങ്ങൾക്ക് വില കൊടുത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവിന് ഞാൻ കൊടുക്കുന്ന വിലയും നിലയും അത്രേ ഉള്ളൂ. നമ്മൾ ധ്യാനത്തിന് വരെ പല കാരണങ്ങളുണ്ടാവാം. കഴിഞ്ഞ 2 ദിവസങ്ങൾ നോക്കുമ്പോൾ അതിനേക്കാൾ ഇന്ന് ആളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു സാഹചര്യം ഇല്ലാതെ വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്. അവരെ പറ്റി എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു കാരണവും ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ധ്യാനത്തിന് വരാത്തവരെ പറ്റിയിട്ട് എനിക്ക് ചെറിയൊരു വേദനയുണ്ട്. അത് നമ്മോട് തന്നെ നമ്മൾ ചോദിച്ചാൽ മതി. ഞാൻ അപ്പോഴും റിസർവേഷൻ ഇടുന്നു. ഒരു സാഹചര്യവും ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു സാഹചര്യവും ഇല്ല. എന്നിട്ട് വരാതിരുന്നതിനെ പറ്റി എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ നിന്ന് ഈ ധ്യാനത്തിലേക്ക് വരാതിരിക്കുന്നവർ സ്വന്തം ചിന്തിക്കണം, സ്വന്തം ചോദിക്കണം, എന്ത് വിലയാണ് എന്റെ കർത്താവിന് ഞാൻ കൊടുക്കുന്നത്? എന്ത് പ്രാർത്ഥനയാണ് എന്റെ കർത്താവിന് ഞാൻ കൊടുക്കുന്നത്? എന്ത് ദൈവാനുഭവമാണ് എനിക്ക് ഈ ദേവാലയത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കാനുള്ളത്? എന്നോട് തന്നെ, എന്റെ മനസ്സാക്ഷിയോട് തന്നെ ഞാൻ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ പറ്റിയിട്ടാണ്. ഈ കുടുംബ പ്രാർത്ഥന ഇല്ല എങ്കിൽ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മധ്യസ്ഥ ശക്തിയായിട്ടില്ല എങ്കിൽ, വിശുദ്ധരുടെ മധ്യസ്ഥ ശക്തിയും അവരുടെ ജീവിത മാതൃകയും ഒക്കെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറുന്നില്ല എങ്കിൽ, എല്ലാത്തിലും അപ്പുറത്ത് എന്റെ കർത്താവിന്റെ കുടുംബത്തിൽ ഇല്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കുടുംബമായിട്ട് മാറും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ. ഈ വിശുദ്ധരുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, യേശുവിന്റെ നിറ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറട്ടെ. നമുക്കറിയാം, വീഞ്ഞ് അന്നത്തെ കാലത്ത് വിരുന്നിന് വീഞ്ഞ് നിർബന്ധമാണ്. ഇന്നത്തെ കാലത്ത് മാറ്റമൊന്നുമില്ല, അല്ലെ? ഇന്നത്തെ കാലത്ത് വലിയ മാറ്റമൊന്നുമില്ല. വിരുന്നിന് വീഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടെ മുന്തിയ സ്ഥാനം നിർബന്ധമാണ്. സ്നേഹമുള്ളവരെ, ഈ വീഞ്ഞിന്റെ ഒരു ചരിത്രമുണ്ട്. അതായത് ഒരു യഹൂദ പാരമ്പര്യത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനിക്കുന്ന നിമിഷം മുതൽ, ജനിക്കുന്ന ദിവസം മുതൽ ഓരോ വർഷവും ഓരോ കുപ്പി അല്ലെങ്കിൽ ഓരോ കൽഭരണി വീഞ്ഞ് നിറച്ചു വെക്കും. വിരുന്നിന് വരുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളില് ചെറുക്കന്റെ വീട്ടുകാരാണ് ആദ്യം ഇരിക്കുന്നത്. അവർക്കാണ് ഏറ്റവും പഴയ വീഞ്ഞ് കൊടുക്കുക. ഏറ്റവും പഴയ വീഞ്ഞാണോ പുതിയ വീഞ്ഞാണോ നല്ലത്? അതായത് ഞാൻ പറഞ്ഞ 12 വർഷമാണ് ഒരു പെൺകുഞ്ഞിന്റെ വിവാഹപ്രായം. 12 വർഷത്തിന് ശേഷം കല്യാണം കഴിപ്പിച്ചു വിടും. അപ്പോ 1-ാമത്തെ വർഷം വെച്ച വീഞ്ഞാണോ 12-ാമത്തെ വർഷം വെച്ച വീഞ്ഞാണോ ഏറ്റവും കൂടുതൽ വീര്യമുള്ളത്? ചേച്ചിമാർക്ക് അറിയാലോ. ചേട്ടന്മാര് പറഞ്ഞേ, ഏതാ വീര്യം കൂടുതൽ? ഓ, എന്റെ പൊന്നെ വിശുദ്ധാത്മാക്കൾ കാലം തൊട്ട് വന്ദിച്ചോട്ടെ. ഏതാ ചേട്ടൻ പറയട്ടെ, ഏറ്റവും പുറകിരിക്കുന്ന ചേട്ടൻ പറഞ്ഞ ഏറ്റവും വീര്യമുള്ള വീഞ്ഞ ഏതാ? വെള്ള ഷർട്ട് ഇട്ട ചേട്ടൻ പറഞ്ഞേ. ഞാൻ തന്നെ പറഞ്ഞോ?
ഏറ്റവും പഴയ വീഞ്ഞ്. അപ്പൊ എല്ലാവർക്കും അറിയാം, സംശയമൊന്നുമില്ലല്ലോ. ആർക്കെങ്കിലും കൈ ഉയർത്തി അല്ല 12ാം വർഷത്തെ വീഞ്ഞാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ടോ? 12ാമത്തെ വർഷത്തെ ചിലപ്പോൾ ജ്യൂസ് പോലെ ഇരിക്കും, പക്ഷെ 1ാം വർഷത്തെ വീഞ്ഞ് ഭയങ്കര വീര്യമായിരിക്കും. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പോ ഈ വീഞ്ഞാണ് വിരുന്നുകാർ, അതായത് വിരുന്നിന് വരുന്നവർക്ക്, ചെറുക്കന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നത്. ആദ്യം ഈ വിരുന്നൊക്കെ സംഭവം നല്ല നല്ല മണമണാന്ന് അടിച്ച് കയറ്റിയത് കൊണ്ടാവാം, എന്തായാലും വിരുന്നിന് വന്ന ചെറുക്കന്റെ കൂട്ടുകാരെ നല്ല അടി ടീംസ് ആയതുകൊണ്ടോ വീഞ്ഞ് തീർന്നു പോയി നേരത്തെ തന്നെ. അപ്പോ അവസാനം വരുന്ന ഈ പെണ്ണിന്റെ കൂട്ടുകാർക്ക് വീഞ്ഞില്ല. ചേട്ടത്തിമാരും അടിച്ച് പിമ്പിരി ആവണം, ചേട്ടന്മാർക്കും അടിച്ച് പിമ്പിരി ആവണം, പക്ഷെ പിമ്പിരി ആകാൻ വേണ്ടി സാധനമില്ല. അപ്പോ ഇവർക്ക് വലിയ അപമാനമാണ്. അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് വീഞ്ഞ് തീർന്നു പോയാൽ ആ കല്യാണം മുടങ്ങും എന്നുള്ളതാണ് പാരമ്പര്യം. കല്യാണം മുടങ്ങും. അങ്ങനെ വലിയ വേദനയോടുകൂടി കുടുംബം നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയാണ്. തിരുവചനം പറയുന്നില്ല അവിടെ അമ്മയോട് ആരെങ്കിലും ചെന്ന് പറഞ്ഞെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ അമ്മ എങ്ങനെയോ അറിഞ്ഞു. അതാണ് അമ്മയുടെ പ്രത്യേകത. നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെ കുടുംബത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ആരാ? അപ്പനാണോ? അമ്മച്ചിമാരല്ലേ? ഈ അമ്മയുടെ പ്രത്യേകത അതാണ്. ഒരു കുടുംബത്തിന്റെ കുറവ് ആദ്യം തിരിച്ചറിയുന്നത് അമ്മയാണ്. അതുപോലെ പരിശുദ്ധ അമ്മ കുടുംബത്തിന്റെ കുറവും വേദനയും അപമാനവും ഭാരവുമായിട്ടാണ് യേശുവിന്റെ മുമ്പിലേക്ക് കടന്നു എന്നിട്ട് പറയുന്നത്, മോനെ അവർക്ക് വീഞ്ഞില്ല. ആദ്യമായിട്ടാണ് യേശുവിന്റെ മുമ്പിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ട് പരിശുദ്ധ അമ്മ എത്തുന്നത്. അമ്മയ്ക്കറിയാമായിരുന്നു അവന്റെ സമയം ഇതാണ്, പക്ഷെ യേശു പറഞ്ഞു എന്റെ സമയം ഇതല്ല. അമ്മയ്ക്കറിയാം യേശുവിന് തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ മോനെ എത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മധ്യസ്ഥം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മകന് ചെയ്ത് തരാതിരിക്കാനായിട്ട് ആവില്ല എന്ന് ഈ അമ്മയ്ക്കറിയാമായിരുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും നമുക്കെന്താ പ്രശ്നം? അവർക്ക് വീഞ്ഞില്ല, നമുക്കെന്താ പ്രശ്നം? അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവന്റെ കുരുത്തക്കേട് കൊണ്ട്, യേശുവിന്റെ കുരുത്തക്കേട് കൊണ്ട്, ചെറിയ പ്രായമല്ലേ, 30 വയസ്സ്, എന്റെ പ്രായമാണ് യേശുവിന്. എനിക്ക് 30 വയസ്സേ ഉള്ളൂ കേട്ടോ. കണ്ടപ്പിച്ച് തലമുടിക്ക് നരച്ചെന്നേ ഉള്ളൂ. അപ്പോ 30 വയസ്സുകാരൻ യേശുവിന്റെ കുരുത്തക്കേടൻ അവൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? സ്ത്രീയെ എനിക്കും നിനക്കും. സ്ത്രീയെ എന്നൊക്കെ പറഞ്ഞ് ഈ പെന്തക്കോസ്തുകാർ പറയും, അമ്മേനെ വരെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു ഇവനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടീംസ് പറയാറുണ്ട്. ഈ സ്ത്രീ എന്നുള്ളത് ഈ ഗ്രീക്ക് ഭാഷയിൽ വളരെ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഏറ്റവും ബഹുമാനത്തോടെ വിളിക്കുന്ന ഒരു നാമമാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ നമുക്ക് വാക്കിന്റെ കുറവ് മൂലമാണ് ഈ ഒരു സ്ത്രീ എന്നുള്ളതിലേക്ക് വന്നത്. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഇനി നാളെ പോയിട്ട് അമ്മയെ പോയിട്ട് അല്ല ഇന്നും കഴിഞ്ഞിട്ട് അമ്മയെ പോയിട്ട് സ്ത്രീയെ എന്ന് പറഞ്ഞ് വിളിച്ചേക്കരുത്. സ്ത്രീയെ ഒരു പാത്രം ചോറ് തരൂ എന്നൊന്നും മക്കൾ എന്ന് പറഞ്ഞേക്കല്ല. അപ്പോ അമ്മ പറഞ്ഞു, ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞു, കൊണ്ടുപോവാ, അവനെ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യേ. അവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. യേശു മറ്റു മറുപടികളൊന്നും പറയാതെ യേശു അമ്മയ്ക്ക് മുമ്പിൽ തലകുനിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ, ഈ അമ്മ യേശുവിന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന് ചെയ്തു കൊടുക്കാതിരിക്കാനായിട്ടാവില്ല. കാരണം തന്റെ ജീവൻ മുഴുവൻ, ജീവിതം മുഴുവൻ, അപമാനം മുഴുവൻ ത്യാഗം ചെയ്ത് ഈ മകനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഗബ്രിയേൽ മാലാഖ ദൈവദൂതുമായിട്ട് കടന്നു വരുമ്പോ അതിലൊരു സങ്കോചവുമില്ലാതെ, വേദനയില്ലാതെ തന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അപമാന ഭാരം മുഴുവൻ തോളിലേറ്റിയിട്ട് ഒരുപക്ഷെ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ മാത്രം നിയമം പ്രാബല്യത്തിലിരിക്കെ ആ വേദനകളും ആ ദുഃഖങ്ങളും മുഴുവൻ ചങ്കിൽ അമർത്തിയിട്ട് ആ ദൈവത്തിന്റെ ഹിതത്തിന് മുമ്പിൽ ആമേൻ പറഞ്ഞ പരിശുദ്ധ അമ്മ, ഈ അമ്മയുടെ ത്യാഗത്തിന് മുമ്പിൽ ആ മകന് നോ പറയാനായിട്ടാവില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പരിശുദ്ധം ഒരുപാട് സ്ഥലങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചേച്ചിനെ പറ്റിയിട്ട് ഈ എന്താണ് വിശുദ്ധ കുർബാന ഇന്നലെ പറഞ്ഞ് ഞാൻ ഓർമ്മയുണ്ടാവുമല്ലോ. ആ ചേച്ചിയുടെ വീട്ടിൽ 3 മാതാവുണ്ട്. 3 മാതാവ്, ഈ വ്യത്യസ്തമായിട്ടുള്ള പേരുകളുള്ള 3 മാതാവുണ്ട്. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങളും തോമസ് അച്ഛനൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. ഈ മാതാവിനായിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇവർ വരും. ഒരു ദിവസം ഈ നേരത്തെ അറേഞ്ച് ചെയ്തതാണ്, ഈ പ്രാർത്ഥിക്കാനായിട്ട് ഇവരെല്ലാം വരും. നമുക്കൊരു കുർബാന ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് അവർ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രാർത്ഥന ടീം. അപ്പോൾ ഇവർ ഈ 3 രൂപമായിട്ട് വന്നു. ഈ ബേമയിൽ 3 രൂപ എടുത്തു വെച്ചു. ഒരു പാത്രത്തിൽ ഈ 3 രൂപ എടുത്തു വെച്ചു. വികാരിച്ചും തോമസും കുർബാന ചെല്ലുന്നു. ഞാൻ സൈഡിൽ സഹകാർമ്മികനായിട്ട് നിൽക്കുന്നു. സ്നേഹമുള്ളവരെ, ആ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 രൂപത്തിൽ നിന്ന്, അതിപ്പോഴും ആവുന്നതാണ്, 3 രൂപത്തിൽ നിന്ന് എണ്ണ, വെള്ളം, തേന് ഇങ്ങനെ കുടുകുടാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ ആൾക്കാർ വന്നിട്ട് ശുശ്രൂഷകർ വന്നിട്ട് അത് മാറ്റിക്കൊണ്ടേ ഇരിക്കും. എപ്പോഴും
ഒരുപാട് സ്ഥലങ്ങളിൽ മാതാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും കൃപാസനം. കുറെ പേര് അതിനെ പറ്റിയിട്ടൊക്കെ വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ട് ആ കാര്യത്തിൽ. നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ തുറക്കുമ്പോൾ ഈ കൃപാസന മാതാവിന്റെ അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും. ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളും ഒന്നുമില്ല, മതത്തിന്റെ അതിർവരമ്പുകളൊന്നുമില്ല ഈ സാക്ഷ്യത്തിന്. ഒരുപാട് പേര് വന്ന് അവരുടെ ജീവിതത്തിൽ നടന്ന വലിയ വലിയ അത്ഭുതങ്ങൾ, ഒരു സംശയത്തിന്റെ മുനമ്പ് പോലും ഇല്ലാത്ത, ജീവിക്കാൻ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്ര വിധി എഴുതി വിട്ടവരൊക്കെ വന്ന് മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടതൊക്കെ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പോയിട്ടില്ല. പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അതും പ്രധാനപ്പെട്ടതാണ്. ചിലരൊക്കെ ഞാൻ എനിക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം, നമ്മൾ ഈ പരിശുദ്ധ അമ്മ, ഞാൻ പറഞ്ഞില്ല ഇവരെ പരിശുദ്ധ അമ്മ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണം, സ്നേഹിക്കണം. പക്ഷേ യേശുവിന്റെ മുകളിലേക്ക് ഒരു വിശുദ്ധരും പോകാൻ പാടില്ല. ഞാൻ ഇവിടെ ബാംഗ്ലൂരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വദീപ് ക്രിസ്തുജ്യോതി കോളേജ്. അതിനടുത്ത് സെന്റ് ആന്റണീസ് ഷ്രൈൻ ഉണ്ട്, ഒരു തീർത്ഥാടന ദേവാലയം. ഞാൻ ചില ചൊവ്വാഴ്ചകളിലും അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ എല്ലാ ചൊവ്വാഴ്ചയും വലിയ ആൾക്കൂട്ടമാണ്, തിരക്കാണ്, പ്രാർത്ഥനയാണ്. കാരണം ചൊവ്വാഴ്ചയാണ്. ഇന്ന് രാവിലെ മുതൽ കുർബാനയുണ്ട്, നൊവേനയുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അവിടെ ഒരു ചാപ്പലുണ്ട്, 2 ചാപ്പലുകളുണ്ട്. ഒന്ന് അന്തോണീസിന്റെ ചാപ്പൽ, അവിടെ അന്തോണീസിന്റെ എന്താ പറയാ എന്നാ പറയുന്നത്, തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ രൂപം, അന്തോണീസിന്റെ രൂപമുണ്ട്. തൊട്ടപ്പുറത്തെ റൂമില്, ഒരു വാതിലിന്റെ അപ്പുറത്തെ റൂമില് വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന ചാപ്പലാണ്. അവിടെ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വേദനിച്ച ഒരു കാര്യം, 100 കണക്കിന് ആൾക്കാരാണ് അന്തോണീസിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. തെറ്റൊന്നുമല്ല കേട്ടോ, അതിലൊരിക്കലും തെറ്റും കാണുന്നില്ല. പക്ഷെ തെറ്റു കണ്ടത് എവിടാന്നറിയോ? യേശുവിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു 3-4 പേരാണ്. മണിക്കൂറുകൾ അന്തോണീസിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് യേശുവിന്റെ മുമ്പിലേക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈ വിശുദ്ധരും പരിശുദ്ധ അമ്മയും ഒക്കെ യേശുവിലേക്ക് നമ്മുടെ വിശ്വാസത്തെ നയിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. നമ്മൾ ഒരു വിശുദ്ധരും പരിശുദ്ധ അമ്മയും പറയുന്നില്ല യേശുവിന്റെ മുകളിലാണ് ഞാനെന്ന് പറയുന്നില്ല. യേശുവിന്റെ മുകളിലാണ് ഞാനെന്ന് പറയുന്നില്ല. ഞാൻ എന്നാർപുര കൊച്ചനായിരിക്കുമ്പോഴും എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ കുറെ പേര്, ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാനിത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞില്ലേ, ഈ രാത്രികളില്, ഈ രാത്രി ആവട്ടെ പകലാവട്ടെ കുറെ പേര് വന്നിട്ട് അവനെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ ഒരുപാട് ദൂരത്തിൽ ഒരു ആൾക്കാർ വരും. പക്ഷെ ഒരു 10 സ്റ്റെപ്പ് വെച്ചാൽ പള്ളിക്കകത്തേക്ക് കയറി പോകാം, ഒരു പള്ളിക്കകത്തേക്ക് പോവില്ല. കുർബാനയ്ക്ക് വരാത്തവർ വരെ ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മുട്ടുകുത്തിയിട്ട് പോകും. പക്ഷേ ഈ യേശുവിന്റെ മുമ്പിലേക്ക് അവർ നടന്നെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് എവിടെയൊക്കെ കുറവുണ്ട് എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ചൊല്ലുന്ന ജപമാലയായിക്കൊള്ളട്ടെ, നമ്മൾ ചൊല്ലുന്ന നൊവേനകളായിക്കൊള്ളട്ടെ, നമ്മൾ ചൊല്ലുന്ന വിശുദ്ധരോടുള്ള പ്രാർത്ഥനകളായിക്കൊള്ളട്ടെ, അതൊക്കെ യേശുവിലേക്കുള്ള വഴിയായിട്ട് മാറണം, യേശുവിലേക്കുള്ള ചൂണ്ടുപലകയായിട്ട് മാറണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയൊക്കെ അന്ധകാരം നിറയുന്നുണ്ട്, കുറവുകളുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യേശുവിന് കൊടുക്കേണ്ടതില്ല നമ്മൾ കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയെ പറ്റി പറഞ്ഞു വന്നപ്പോൾ കയറിപ്പോയതാണെങ്കിലും തിരിച്ചു വരികയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിക്ക് വലിയ വിലയുണ്ട്. അതുകൊണ്ട് അമ്മയുടെ കരം പിടിച്ചിട്ട് നമ്മൾ യേശുവിനോട് പറഞ്ഞാൽ യേശു നമ്മുടെ ജീവിതത്തിൽ നടത്തി തരും. ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങൾ നിങ്ങൾ കോൺട്രഡിക്ഷൻ ആക്കരുത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മയുടെ മധ്യസ്ഥ ശക്തിക്ക് വലിയ വിലയുണ്ട്. പക്ഷേ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? അമ്മയേക്കാൾ അപ്പുറത്ത്, യേശുവിനേക്കാൾ അപ്പുറത്ത് അമ്മനെ നമ്മൾ പ്രതിഷ്ഠിക്കല്ലേ, യേശുവിനേക്കാൾ അപ്പുറത്ത് വിശുദ്ധരെ നമ്മൾ പ്രതിഷ്ഠിക്കരുത്. ഇവരുടെയൊക്കെ മധ്യസ്ഥ ശക്തിക്ക് ദൈവത്തിന്റെ മുമ്പിൽ വലിയ വിലയുണ്ട്. ഇവരുടെ ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് യേശുവിലേക്കായിരിക്കണം. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് അമ്മ വഴി യേശുവിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നമുക്ക് തയ്യാറാവാം. വിശുദ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മ ഒരു ഗോവണിയാണ്. ഈ ഗോവണി ചെന്ന് എത്തുന്നത് ക്രിസ്തുവിലേക്കാണ്. പരിശുദ്ധ അമ്മയിൽ ഒടുങ്ങുന്നതല്ല വിശുദ്ധര്, ഒടുങ്ങുന്നതല്ല വിശ്വാസം. യേശുവിലേക്കുള്ള ഗോവണിയിലൂടെ കയറി പോകുന്നതാണ് ഈ വിശുദ്ധരുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലൂടെ നമുക്ക് യേശുവിലേക്ക് കടന്നു പോകാം. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, സ്നേഹമുള്ളവരെ, യേശു പറഞ്ഞു നിങ്ങൾ അതിൽ വെള്ളം നിറയ്ക്കുക അല്ലേ. യേശു 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ 6 കൽഭരണികൾ പ്രധാന, ഈ കൽഭരണികൾ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? വെള്ളം പിടിച്ചു വെക്കുന്ന കൽഭരണികൾ, വെള്ളം പിടിച്ചു വെക്കുന്ന കാല് കഴുകാനും ഒക്കെ ആയിട്ട് കൽഭരണികൾ, ശൂന്യമായ കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു അതിൽ വെള്ളം നിറയ്ക്കുക. ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഈ സഹായികളെ സംബന്ധിച്ചിടത്തോളം, ഇവരെ എന്താ പറയാ, പരിചാരകർ, ഈ പരിചാരകരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരെ മനുഷ്യൻ, ഇത്രയും നാൾ നമ്മുടെ തോളത്ത് തട്ടിയിട്ട് കുറെ പൊട്ടത്തരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് പറയാണ് നിങ്ങളെ കൽഭരണി നിറയെ വെള്ളം നിറയ്ക്കും.
സ്നേഹമുള്ളവരൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കുർബാന കഴിയുമ്പോൾ ജോയി ചേട്ടൻ നമ്മളോട് പറയാണ്, ചേട്ടത്തിമാരും ചേട്ടന്മാരുമായോ ഇവിടെ മുഴുവൻ നമുക്ക് എന്താണ് കുറെ പാത്രം കൊണ്ട് അതിൽ മുഴുവൻ വെള്ളം നിറയ്ക്കാം, ഞാൻ വീഞ്ഞാക്കി മാറ്റാൻ പോകുന്ന ജോയി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുവോ? കുറെ ചേട്ടന്മാർ പറഞ്ഞു ആവുകയാണെങ്കിൽ കുഴപ്പമില്ല നോക്കാം എന്നൊക്കെ പറഞ്ഞ് ചേട്ടന്മാർ കുറച്ച് പറയുമെങ്കിലും ചേച്ചിമാര് പറയും പറ്റില്ല എന്ന് പറയും. അതുപോലെ ഒരു സാഹചര്യമാണ്. ഈ ചെറുക്കനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലുമില്ല, ഈ മന്ദപ്പനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. അവൻ വന്ന് പറയാണ് കൽപ്പറയിൽ വെള്ളം നിറയ്ക്കും. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. യേശു വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോ ഒരു സംശയത്തിന്റെ മുനമ്പ് പോലും ഇല്ലാതെ യേശുവിന്റെ വാക്ക് അതേപടി പാലിച്ച് ആ കൽപ്പറയിൽ മുഴുവൻ വെള്ളം നിറച്ചു ഈ പരിചാരകര്. ഒരു സംശയത്തിന്റെ മുനമ്പ് പോലും ഇല്ല. സ്നേഹമുള്ളവരെ, യേശുവിന്റെ വാക്കുകൾ അതേപോലെ അനുസരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ആ പരിശ്രമത്തിന്റെ മുകളിലാണ് യേശു തന്റെ കരമുയർത്തി ആശീർവദിച്ചത്. പ്രധാനപ്പെട്ട കാര്യം സ്നേഹമുള്ളവരെ, യേശുവിന്റെ വാക്ക് അതേപടി കേൾക്കാനും അനുസരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാനും നമ്മൾ തയ്യാറുണ്ടോ? ഓരോ പ്രാവശ്യവും വചനം വായിക്കുമ്പോഴും അതിലൂടെ എന്നിലൂടെ യേശു സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന യേശുവിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് അവൻ പറയുന്ന വഴിയിലൂടെ, അവൻ പറയുന്ന വാക്കുകളിലൂടെ, അവൻ ഉപദേശിക്കുന്ന ജീവിത വഴിയിലൂടെ നടന്നു പോകാൻ എനിക്ക് തയ്യാറുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും പാപ ജീവിതത്തിന് കടന്നു വരാൻ പറ്റില്ല. അശുദ്ധമായ ഒരു ജീവിത വഴി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സ്വർഗത്തിലേക്കുള്ള വഴി മാത്രം വെട്ടിത്തുരുന്ന വിശുദ്ധമായിട്ടുള്ള വചന വഴികളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരിക്കലും ക്രിസ്തുവിനെ അകറ്റി നിർത്തിക്കൊണ്ട്, ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ക്രിസ്തുവിൽ നകന്നുകൊണ്ടൊരു ജീവിതം എനിക്കില്ല. സ്നേഹമുള്ളവരെ, ഈ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം എനിക്ക് നയിക്കാൻ വേണ്ടി പറ്റണം. യേശുവിന്റെ വചനം അതുപോലെ കേട്ടപ്പോ അവിടെ അത്ഭുതം നടക്കാനായിട്ട് കാരണമായി. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനത്തിന് എന്തേറെ പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ബാംഗ്ലൂരിലെ ഒരു ബന്ധുക്കാരുണ്ട്, സിബി ചേട്ടൻ എന്നാണ്, സിബി കുളക്കാട്ട് എന്നാണ് ചേട്ടന്റെ പേര്. ഞാൻ ആ ചേട്ടന്റെ വീട്ടില് ഇടയ്ക്ക് ഞാനിവിടെ പോകും, നമ്മുടെ ബന്ധുക്കാരനാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞാൻ ചേട്ടന്റെ വീട്ടിൽ പോയി കിടക്കാൻ വേണ്ടി പോയതാണ്. പിറ്റേ ദിവസം കുർബാനയുണ്ട് അവിടെ അവരുടെ ഇടവക പള്ളിയിൽ. അപ്പൊ ഞാൻ കിടക്കാൻ വേണ്ടി പോയി. ഞാൻ അവിടെ ചെല്ലുന്നത് വൈകിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അവിടെ 2 പെമ്മക്കളാണ്, 2 പെമ്മക്കള്, ചേച്ചി, ചേട്ടൻ, എല്ലാം അമ്മ, വല്യമ്മച്ചിയുണ്ട്. ഒരു കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ 4 ബൈബിൾ ഭാഗങ്ങളാണ് അവർ വായിക്കുന്നത്. ഒന്ന് കന്നഡ, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ 4 ഇപ്പം ഭാഷ 3 ഉള്ളൂ. 4 പേര് ഓരോ ബൈബിൾ ഭാഗങ്ങൾ വായിക്കും. ഒരു 10-15 മിനിറ്റ് ബൈബിൾ വായനയാണ്. ഞാൻ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾ വചനത്തോട് വലിയ താല്പര്യമില്ലാതെ, പ്രാർത്ഥനയില്ലാതൊക്കെ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള കുടുംബങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഞാൻ പനത്തടി കൊച്ചച്ചനായിരുന്നപ്പോഴും എന്നാർപുര കൊച്ചച്ചനായിരിക്കുമ്പോഴും ഞാൻ ഈ ലോഗോസ് ക്വിസ് എന്ന് പറയുന്ന ഒരു എന്താണ് ക്വിസ് മത്സരം നടത്തുമായിരുന്നു. നമ്മുടെ സീറോ മലബാർ സഭയുടെ ആ ബൈബിൾ ക്വിസ് അല്ല, ഇത് വേറെ ബൈബിൾ ക്വിസ്. നമ്മൾ തന്നെ ഒരു പോർഷൻ കൊടുത്ത് എല്ലാ ആഴ്ചയിലും, എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഗൂഗിൾ ഫോം വഴി നമ്മളൊരു ക്വിസ് മത്സരം നടത്തും. 2 ഇടവകയും ഒരുപാട് ഉണരാനായിട്ട് കാരണമായ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളും, അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ ക്വിസ് മത്സരം. ഒരു 2 ഇടവകയിലെയും ഒരു 60-70% കുടുംബങ്ങളും ഈ വചന മത്സരത്തിൽ പങ്കെടുക്കും. ഞാൻ കണ്ട വലിയൊരു അത്ഭുതം എന്താണെന്നറിയോ? ഇവര് കുടുംബത്തിൽ വൈകുന്നേരം 1-2 പേര് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടല്ലോ, ഉറങ്ങുന്ന 2 തട്ടാക്കൂടത്തെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കി ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോന്ന് വായിൽ ഈച്ച കയറി പോകാതിരിക്കാൻ ഒരു പ്രിക്കോഷൻ പറഞ്ഞു. അപ്പോ ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇടവകകളിൽ വൈകുന്നേരങ്ങളിൽ ഇവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു 15-20 മിനിറ്റോളം പിറ്റേ ആഴ്ചത്തെ വചനഭാഗം ഇവർ വായിക്കും. 3-4 പ്രാവശ്യം ഈ വചനഭാഗങ്ങൾ എല്ലാവരും മാറി മാറി വായിക്കുന്നു. അങ്ങനെ അതിനെപ്പറ്റി പഠിക്കുന്നു, ചേട്ടന്മാരും ചേച്ചിമാരും മക്കളും ഒക്കെ. ഞാൻ ഈ പല രാത്രികളിലും ഇവിടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടാൻ വേണ്ടി ഞാനും പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഇതാണ്. ചില ചേച്ചിമാർ എനിക്ക് മെസ്സേജ് അയച്ചു, അച്ഛാ വലിയൊരു അനുഗ്രഹം ഞാൻ പറയട്ടെ, എന്റെ കുടുംബത്തിലെ ചേട്ടൻ വലിയ മദ്യപാനിയായിരുന്നു. അച്ഛൻ എന്നാണോ ഈ ക്വിസ് മത്സരം ആരംഭിച്ചത്, ഞങ്ങളുടെ കുടുംബത്തിൽ എന്നാണോ ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ ചേട്ടന് വെള്ളോടിയില്ല. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ ഈ വചന ബന്ധിതമായിട്ടുള്ള ഈ മത്സരം നടത്തിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. മത്സരത്തിൽ വിജയികളൊക്കെ വളരെ കുറവായിരിക്കും, പക്ഷെ ഒരു ആള് പോലും ഓരോ പ്രാവശ്യവും ആളുകൾ വചനം ക്വിസ് മത്സരത്തിൽ ഓരോ കുടുംബം ഓരോ ടീമായിട്ടാണ്. അപ്പോൾ എൻ്റെ എന്നാർപുരിലായിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു 420 വീട്ടുകാരുണ്ടായിരുന്നു. അവിടെ 300ഓളം വീടുകൾ ഇതിൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. പനത്തടി ഇടവകയിലും ഒരു 70-75% കുടുംബങ്ങളും ഈ മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഇടവയിൽ കൊണ്ടുവന്നു.
വന്ന ഒരു മത്സരമായിരുന്നു, ഒരു അനുഗ്രഹപ്രദമായ ഒരു കാര്യമായിരുന്നു ഇത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വചനം അതേപടി പാലിക്കുമ്പോൾ, ഈ വചനത്തിന് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും പ്രാധാന്യം കൊടുക്കുമ്പോൾ, അതേപടി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നടക്കുന്നത് അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ കൽഭരണി നിറയെ അവര് വെള്ളം നിറയ്ക്കുകയാണ്. ശൂന്യമായ കൽഭരണിയാണ് അതിലേക്ക് വരുന്നത്. ശൂന്യമായ കൽഭരണി. ഈ ശൂന്യമായ കൽഭരണിയും നമ്മുടെ ജീവിതവുമായിട്ടും കുടുംബമായിട്ടും നമുക്ക് ബന്ധിപ്പിക്കാനൊന്ന് ശ്രദ്ധിക്കാം. ശൂന്യമായ കൽഭരണി. എത്ര കൽഭരണി ഉണ്ടായിരുന്നു? എത്ര കൽഭരണി ഉണ്ടായിരുന്നു ചേട്ടാ? 6 കൽഭരണി. ചേട്ടാ ശ്രദ്ധിച്ചു, 6 കൽഭരണി ഉണ്ടായിരുന്നു. ഈ 6 കൽഭരണിയുടെ പ്രത്യേകത എന്തായിരുന്നു? ശൂന്യമായിരുന്നു, അല്ലെ? ശൂന്യമായിരുന്നു, ഒട്ടുമില്ല. ആകെ ഉണ്ടായിരുന്ന കുറച്ച് എയർ, കാറ്റ്, അത് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ഈ ശൂന്യമായ കൽഭരണി നിറയെ വക്കോളം നിറച്ചു. ഇവരെ വക്കോളം നിറച്ചു. ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ അവർ വക്കോളം നിറച്ചു. സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കുടുംബത്തിലുമില്ലേ ശൂന്യമായ കുറെ കൽഭരണികൾ, ശൂന്യത നിറഞ്ഞ കുറെ കൽഭരണികൾ. ഒരുപക്ഷെ സ്നേഹത്തിന്റെ ശൂന്യത, ഒരുപക്ഷെ വിശ്വസ്തതയുടെ ശൂന്യത, ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ശൂന്യത, ആത്മീയതയുടെ ശൂന്യത, അങ്ങനെ ഒരുപാട് ശൂന്യതകൾ. അസമാധാനത്തിന്റെ ശൂന്യത, തെറ്റിദ്ധാരണകളുടെ ശൂന്യത, വിശുദ്ധിയില്ലായ്മയുടെ ശൂന്യത, അങ്ങനെ പല പല ശൂന്യതകൾ നിറഞ്ഞ ഒരുപാട് കൽഭരണികൾ എൻ്റെ കുടുംബത്തിലും ഉണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. ആ ശൂന്യമായ കൽഭരണിയാണ് നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ അപമാനത്തിന്റെ, സങ്കടത്തിന്റെ, കണ്ണുനീരിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യമുണ്ടോ? മറു ചോദ്യമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. കുറെ ശൂന്യമായ കൽഭരണികളുണ്ട്. ഈ കണ്ണടച്ചിരിക്കുന്നവർ കണ്ണടച്ച് തന്നെ ഇരിക്കട്ടെ. കണ്ണടയ്ക്കാത്തവരൊന്ന് കണ്ണടച്ചേ. ഇടയ്ക്ക് ഉറങ്ങി പോയേക്കല്ലേ. ഞാൻ ഇറങ്ങി വന്ന് തട്ടി വിളിക്കും, പറഞ്ഞേക്കാം. ഒന്ന് കണ്ണടച്ചേ. അത് കണ്ണടയ്ക്കൂലേ? കണ്ണടക്കി. എല്ലാരും കണ്ണടച്ചോ? ഒട്ടക്കണ്ണിട്ട് നോക്കരുത്. ഇനി നിങ്ങളത് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഒരു 6, 7 വേണ്ട, ഒരു 6 കൽഭരണികൾ ശൂന്യമായ എൻ്റെ കുടുംബത്തിലുള്ള 6 കൽഭരണികൾ ഒന്ന് ചിന്തിച്ചെടുക്കാവോ? വിരളിൽ എണ്ണട്ടെ. 1, 2, 3, 4, 5, 6 എണ്ണട്ടെ. ഓരോന്നിനും ഏറ്റവും ശൂന്യമായിട്ട് നിൽക്കുന്ന കൽഭരണികൾ ഏതൊക്കെയാണ്? സ്നേഹത്തിന്റെ കൽഭരണി, വിശ്വസ്തതയുടെ കൽഭരണി, അങ്ങനെ ഓരോന്നിനും നമ്മൾ പേര് കൊടുക്കുക. എണ്ണാൻ വേണ്ടി കാലും കൂടെ വേണോ? 6 മതി. ഇനി കണ്ണ് തുറന്നേ. അടുത്തിരിക്കുന്നവരൊക്കെ തുറന്നോന്ന് നോക്കിയെന്ന്. കുറെ ഉറക്കക്കള്ളന്മാരുണ്ടല്ലോ ഇവിടെ. ഓക്കെ, രാത്രി മൃഗത്തെ പിടിക്കാൻ വേണ്ടി പോയോ? 1-2 പേര് നല്ല പൂശാണല്ലോ പൂശുന്നേ. അപ്പോ ഈ 6 കൽഭരണികൾ നിങ്ങൾ ചിന്തിച്ചോ? ചിന്തിച്ചു അല്ലേ? ചേട്ടന്മാരെ ചിന്തിച്ചോ? പല വിചാരത്തിലായിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ 6 കൽഭരണികൾ ചിന്തിച്ചു. സ്നേഹമുള്ള ചേട്ടന്മാരെ, ചേച്ചിമാരെ, നമ്മുടെ കുടുംബത്തിന്റെ ശൂന്യമായ ഈ 6 കൽഭരണികളാണ് നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ അസമാധാനത്തിനും, അസന്തുഷ്ടിക്കും, സംതൃപ്തി ഇല്ലായ്മയ്ക്കും ഒക്കെ കാരണം. ശരിയല്ലേ ഞാൻ പറയുന്നേ? അറ്റ്ലീസ്റ്റ് ഒന്ന് തലയാട്ടാവോ? ഒരു എക്സസൈസ് ഒക്കെ നല്ലതല്ലേ തലയാട്ടിക്ക്? ആണോ? ഓക്കെ, അപ്പോ നമ്മുടെ ഈ ശൂന്യമായ കൽഭരണികൾ, സ്നേഹമുള്ളവരെ, വക്കോളം നിറയ്ക്കണം. ആ ശൂന്യത നമ്മൾ മാറ്റണം. യേശു പറഞ്ഞു, വക്കോളം, നിങ്ങൾ ഈ കൽഭരണി നിറയ്ക്കാൻ പറഞ്ഞപ്പോ ആ പാവം മനുഷ്യരുടെ പരിശ്രമം കൊണ്ട് അവിടെ കിടക്കുന്ന വെള്ളം അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ കൽഭരണി നിറച്ചത്. വെറുതെ നോക്കി നോട്ടേ വെള്ളം തന്ന് ചാടുവൊന്നുമില്ല. അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വെള്ളം നിറച്ചത്. കിണറിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മോട്ടറൊന്നും ഇല്ലാത്തത് കൊണ്ട് കോരി എടുത്തിട്ടുണ്ടാവണം. എങ്ങനെയായാലും കഷ്ടപ്പെട്ടിട്ട് വെള്ളം നിറയ്ക്കാനായിട്ട് ഈ മനുഷ്യർ തയ്യാറായി. ശൂന്യമായി കൽഭരണി നിറയ്ക്കാനായിട്ട് തയ്യാറായി. ഇന്ന് യേശു നമ്മോട് പറയുകയാണ്, നമ്മൾ കണ്ട്, നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ തിരിച്ചറിഞ്ഞ ഈ 6 ശൂന്യമായ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കേണ്ടത് നമ്മളാണ്. അതായത് നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ തമ്പുരാനെ തന്റെ കരം ഉയർത്തി ആശീർവദിക്കാൻ പറ്റൂ. എന്റെ കുടുംബത്തിൽ സമാധാനമില്ല, എന്റെ കുടുംബത്തിൽ സന്തോഷമില്ല, എന്റെ കുടുംബത്തിൽ സംതൃപ്തിയില്ല എന്ന് ഇവിടെ വന്നിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഈ സന്തോഷമില്ലെങ്കിൽ, സംതൃപ്തി ഇല്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ അതിന്റെ കാരണം
എന്താണെന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ള പരിശ്രമവും തിരിച്ചറിയും അതിനെ ആ പരിശ്രമത്തിലൂടെ നമ്മുടെ ആ കൽഭരണികളെ നിറയ്ക്കാൻ, അതായത് ശൂന്യമായ കൽഭരണിയെ അതിന്റെ പ്രതിപ്രവർത്തനം കൊണ്ട് നിറയ്ക്കേണ്ട പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം കടന്നു വരിക. നമ്മുടെ കുടുംബത്തിൽ ശൂന്യമായ ഒരു കൽഭരണി സ്നേഹമില്ലായ്മയാണെങ്കിൽ എന്റെ ജീവിത പങ്കാളിയെ, എന്റെ മക്കളെ, എന്റെ മാതാപിതാക്കന്മാരെ എങ്ങനെ നിഷ്കപടമായി നിഷ്കളങ്കമായി സ്നേഹിക്കാം എന്നുള്ളതാണ് പ്രതിപ്രവർത്തനം എന്ന് പറയുക. ആ കൽഭരണി, ശൂന്യമായ കൽഭരണി സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഞാൻ ആ പരിശ്രമം എനിക്ക് ഉണ്ടാവണം. എന്റെ ജീവിത പങ്കാളി എനിക്ക് വില കൊടുക്കാൻ, ബഹുമാനം കൊടുക്കാൻ, സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലും എന്റെ ജീവിത പങ്കാളി അപമാനിച്ചും താറടിച്ചും കുറച്ചും കാണിക്കുന്ന ഒരു മനോഭാവവും ജീവിതത്തിന്റെ ഉടമയുമാണ് ഞാനെങ്കിൽ എന്റെ ജീവിത പങ്കാളിയെ ബഹുമാനിക്കുകയും മറ്റുള്ളവർക്ക് മുമ്പിൽ എന്റെ ജീവിത പങ്കാളിയെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതാണ് പ്രതിപ്രവർത്തനം. എന്റെ ജീവിത പങ്കാളിയോട് എനിക്ക് വിശ്വസ്തത പുലർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും അശുദ്ധിയുടെ വഴിയെ, ജഡിക പാപത്തിന് അനാവശ്യ വഴിയെ പോവില്ല എന്ന് തീരുമാനമെടുത്ത് ഇനി മുതൽ വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ് പ്രതിപ്രവർത്തനം. എന്റെ കുടുംബത്തില് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തില് എന്താണ് കുറവ്, എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ 6 ചിന്തിച്ചല്ലോ, ഈ 6 ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ഒന്നുകൂടെ കണ്ണടച്ചേ. അപ്പൊ നമ്മൾ ചിന്തിച്ച ഈ 6 കൽഭരണി ഉണ്ടല്ലോ, ഈ 6 കൽഭരണിക്കും നിങ്ങൾക്കൊരു പ്രതിപ്രവർത്തനം, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്റെ വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഈ അതായത് നമ്മുടെ സ്നേഹമാണെങ്കിൽ അതിനെ മറ്റൊരു നന്മ കൊണ്ട് നിറയ്ക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ 6 കൽഭരണികൾ നിറയ്ക്കാനായിട്ട്, ഓരോ കൽഭരണി നിറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് ചിന്തിച്ച് തീരുമാനം എടുത്ത് 6 ചിന്തിച്ചാൽ മതി കേട്ടോ. കണ്ണു തുറന്നു. തലതാത്താൻ പറഞ്ഞില്ലായിരുന്നു, ഇടയ്ക്ക് തലതാത്തുന്നുണ്ടായിരുന്നു, സാരമില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചു ഏതൊക്കെയാണ് എന്റെ കുടുംബത്തിന്റെ ശൂന്യത എന്താണ്? ചിന്തിച്ചോ? ആ ശൂന്യത എന്തുകൊണ്ട് എനിക്കതിനെ ആ ഒരു ശൂന്യത നിറയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചില്ലേ അമ്മച്ചി? ചിന്തിച്ചു. സ്നേഹമുള്ളവരെ, ഇനി വേണ്ടത് നമ്മുടെ പരിശ്രമമാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ച് ഈ കാര്യങ്ങളുണ്ട് അതെന്റെ കുടുംബത്തിന്റെ, ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവും ഒരേ കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു കുടുംബത്തിന്റെ കുറവിനെ പറ്റിയിട്ട്, ശൂന്യമായ കൽഭരണിയെ പറ്റി ചിന്തിച്ചിട്ടുള്ളത്. നമ്മളും അതേ ആ ഒരു കുടുംബത്തിന്റെ ശൂന്യത സെയിം ആയിരിക്കും. പക്ഷേ ആ ഒരു ശൂന്യതയെ ആ കുടുംബത്തിലെ അതേ അംഗങ്ങൾ തന്നെ പ്രതിപ്രവർത്തനവും, അതായത് എങ്ങനെ അതിനെ ആ ശൂന്യതയിൽ നിന്ന് മാറ്റാം, എങ്ങനെ അതിനെ നിറവാക്കി മാറ്റാമെന്ന് അതേ ഒരു സെയിം സൊല്യൂഷൻ തന്നെയായിരിക്കും നിങ്ങൾ നേടിയിട്ടുണ്ടാവുക, ചിന്തിച്ചിട്ടുണ്ടാവുക. സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഞാൻ പറഞ്ഞതുപോലെ ഇനി നമ്മുടെ പരിശ്രമമാണ്. നമ്മുടെ ശൂന്യമായ കുടുംബത്തിന്റെ കൽഭരണികൾ നമ്മുടെ പരിശ്രമം കൊണ്ട് അതിന് നികത്താൻ വേണ്ടി പറ്റട്ടെ. ഏറ്റവും സന്തോഷകരമായ, സന്തോഷം നിറഞ്ഞ ദാമ്പത്യവും കുടുംബജീവിതവും നമുക്ക് നയിക്കണമെങ്കിൽ ഒരു ശൂന്യമായ കൽഭരണിയും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പരിശ്രമം കൊണ്ട് വേണം അതിലെ നിറയ്ക്കാനായിട്ട്, അത് ആ ശൂന്യത നിറഞ്ഞു കവിയാനായിട്ട്. അവിടെയാണ് യേശു തന്റെ കരം ഉയർത്തി ആശീർവദിക്കുന്നത്. യേശുവിന്റെ ആശീർവാദത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? കലവറക്കാരൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? നീ ഇതുവരെയും ഇത്രയും നല്ല വീഞ്ഞ് നീ എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു? ഈ 12 വർഷം മുമ്പ് ഏറ്റവും പഴക്കമുള്ള വീഞ്ഞ് ഏറ്റവും ആദ്യം നീ കൊടുത്തു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് 10 മടങ്ങ് അപ്പുറത്ത് രുചിയുള്ള ഈ വീഞ്ഞ് നീ എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു? കലവറക്കാരൻ ചോദിച്ചത്. കാരണം കലവറക്കാരൻ അറിയില്ല ഈ വീഞ്ഞിന്റെ ഉത്ഭവം എവിടുന്നാന്ന്. അതാണ് യേശുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ദൈവം നൽകുന്നത് പെർഫെക്ഷൻ ആണ്. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ കുറവുകളെ നികത്താനായിട്ട് നമ്മുടെ പരിശ്രമത്തിന് കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷേ നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം തന്റെ അനുഗ്രഹത്തിന്റെ കരമുയർത്തി ആശീർവദിക്കുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്നതിനേക്കാൾ 10 മടങ്ങ് നിറവും നന്മയും മധുരതയും നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം നൽകും. അതുകൊണ്ട്
ദൈവത്തിന്റെ കരത്തിന്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ ശൂന്യമായ കൽഭരണി മുഴുവൻ മധുരതം നിറഞ്ഞ വീഞ്ഞായിട്ട് മാറും. അനുഗ്രഹത്തിന്റെ നിറവായിട്ട് നമ്മുടെ കുടുംബ ജീവിതം മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ ക്രിസ്തുവിനെ നമുക്ക് പ്രതിഷ്ഠിക്കാം. പ്രാർത്ഥനയുടെ കുടുംബങ്ങളാക്കി നമുക്ക് മാറ്റാം. എന്തൊക്കെ ശൂന്യമായ കൽഭരണികളാണോ നമ്മുടെ കുടുംബത്തിലുള്ളത്, അതിനെ നന്മ കൊണ്ടും നിറവുകൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും നിറയ്ക്കാനായിട്ടും, അത് ആ ഒരു തീരുമാനത്തിൽ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ക്രമപ്പെടുത്താനും കുടുംബത്തെ കുറെ കൂടി വിശുദ്ധീകരിക്കാനും നമുക്ക് പറ്റട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടിരുന്നു. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് പരിശുദ്ധ അമ്മ, വിശുദ്ധര്, എല്ലാറ്റിലും അപ്പുറത്ത് യേശുവിന്റെ നിറസാന്നിധ്യം ആ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ കാരണമായി. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വിശുദ്ധരുടെ സാന്നിധ്യവും ആത്യന്തികമായി യേശുവിന്റെ സാന്നിധ്യം ഉണ്ട്. അവിടെ നിന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ ഒരു കുടുംബമായി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറണം. ഒരു ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാത്ത, പ്രാർത്ഥന മുടങ്ങാത്ത, ദൈവത്തെ മറക്കാത്ത ഒരു വിശുദ്ധമായ കുടുംബാന്തരീക്ഷം നമ്മുടെ കുടുംബത്തിന് സ്വന്തമാവട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധ അമ്മ യേശുവിന്റെ മുമ്പിലേക്ക് മധ്യസ്ഥ ശക്തിയുമായിട്ട് പോകുന്നതാണ്. സഭ പഠിപ്പിക്കുന്ന കാര്യം, പരിശുദ്ധ അമ്മയെ പോലെ മധ്യസ്ഥ ശക്തിയുള്ള മറ്റാരുമില്ല. സഭയിൽ ഏറ്റവും കൂടുതൽ മധ്യസ്ഥ ശക്തിയുള്ളത് പരിശുദ്ധ അമ്മയ്ക്കാണ്. പക്ഷേ അപകടം അവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും യേശുവിന്റെ മുകളിലേക്ക് ഒരു വിശുദ്ധരും കടന്നു പോകാൻ പാടില്ല. പക്ഷെ നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മകന് തലകുനിക്കാതിരിക്കാനായിട്ടാവില്ല. അതുകൊണ്ട് അമ്മയുടെ കരം പിടിച്ചിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള കുടുംബവും വിശുദ്ധമായിട്ടുള്ള വ്യക്തി ജീവിതവും നമുക്ക് സ്വന്തമാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് പറഞ്ഞത്, യേശു പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് ഈ പരിചാരകർ മനസ്സ് കാണിച്ചു. അവിടെ സങ്കോചമില്ല എന്ന് പറഞ്ഞാൽ വചനം അതുപോലെ ചെയ്യാൻ മനസ്സ് കാണിച്ചു. അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് ദൈവം തന്റെ തിരു സാന്നിധ്യം വഹിക്കുകയാണ്. ആദ്യത്തെ അത്ഭുതത്തിന് കാരണമാവുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള ജീവിതം നമുക്കുണ്ടാവട്ടെ. വചനം വായിക്കാനും വചനം പഠിക്കാനും വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് പറ്റട്ടെ. അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചത് ശൂന്യമായ കൽഭരണിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ കുടുംബത്തിലുണ്ട് ഒരുപാട് ശൂന്യമായ കൽഭരണികൾ. വീഞ്ഞില്ലാത്ത, സന്തോഷമില്ലാത്ത, സംതൃപ്തിയില്ലാത്ത, സമാധാനമില്ലാത്ത, വിശുദ്ധിയില്ലാത്ത, ബഹുമാനമില്ലാത്ത, അങ്ങനെ ഒരുപാട് ശൂന്യതകൾ നിറഞ്ഞ കൽഭരണികൾ എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ട്. ആ ശൂന്യമായ കൽഭരണിയെ വെള്ളം കൊണ്ട് നിറയ്ക്കേണ്ടത്, വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ടത്, പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ ആ പരിശ്രമമാണ് നമുക്ക് ദൈവം നോക്കുന്നത്. ആ പരിശ്രമത്തിന്മേൽ തമ്പുരാൻ തന്റെ കരമുയർത്തി ആശീർവദിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വക്കോളം നിറച്ചു. ഒരിത്തിരി ശൂന്യത പോലും വിട്ടില്ല, ഒരിത്തിരി ശൂന്യത പോലും ബാക്കി വിടാതെ അവർ വക്കോളം നിറച്ചു വെച്ചു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ശൂന്യത ഒരല്പം പോലും ബാക്കിയില്ലാതെ മുഴുവൻ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും ഞാൻ പറഞ്ഞു പോയ ആ കുറവിന്റെ നിറവ് കൊണ്ട് നിറയ്ക്കാൻ, ആ കുറവിനെ മറ്റുള്ള അതായത് അതിന്റെ പ്രതിപ്രവർത്തനമായ നിറവ് കൊണ്ട് ശൂന്യത അല്പം പോലും അവശേഷിക്കാതെ നിറയ്ക്കാൻ വേണ്ടി നമുക്ക് പറ്റട്ടെ. അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഈ ചെയ്തു വെച്ച അല്ലെങ്കിൽ ഈ നിറച്ചു വെച്ച വെള്ളത്തിന്മേലാണ് തമ്പുരാൻ തന്റെ ആശീർവാദം നൽകുന്നു വെച്ചാൽ പരിശ്രമത്തിന് മേൽ ദൈവം ആശീർവാദം തരുന്നു. നമ്മളല്ലാതെ ഇവിടെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേദനിച്ചിട്ടോ കണ്ണീരൊഴുകിട്ടോ കാര്യമില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരിശ്രമത്തിന്മേല് ദൈവം തന്റെ കരമുയർത്തി ആശീർവദിക്കും. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് യേശുവിന്റെ ആശീർവാദത്തിന്റെ പ്രത്യേകതയാണ്. യേശു അനുഗ്രഹമാക്കി മാറ്റിയ ആ വീഞ്ഞിന്റെ പ്രത്യേകതയാണ്. കലവറക്കാരൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത്രയും നല്ല വീര്യമുള്ള വീഞ്ഞ് നീ എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു? യേശുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നതിൽ പരിമിതികളുണ്ട്, പരിധികളുണ്ട്. നമ്മളൊക്കെ അങ്ങേയറ്റത്തെ മനുഷ്യരാവാം, എത്രയോ കഴിവുള്ള മനുഷ്യരാവാം. പക്ഷേ നമുക്ക് പരിമിതികളുണ്ട്. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മൾ ഒരു നന്മയും നമ്മുടെ ഒരു നിറവും ഓർത്ത് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. മനുഷ്യന്റെ കുറവുകളിൽ അപ്പുറത്താണ് ദൈവത്തിന്റെ നന്മ നിറഞ്ഞ
കരമെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിന് ഒരു ഇംപെർഫെക്ഷനും ഇല്ല, ദൈവത്തിന് ഒരു കുറവുമില്ല. ദൈവം തന്റെ കരമേറി നമ്മളെ ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ആശീർവാദം നമ്മുടെ ജീവിതത്തിന്റെ നന്മയാണ്, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷമാണ്, നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്. അതുകൊണ്ട് യേശുവിന്റെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ വേണ്ടിയിട്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു പറഞ്ഞ ചില ചിന്തകൾ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധിപ്പിച്ചും ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചും കുറച്ചും കൂടി ആഴത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കാം. നമ്മുടെ കുടുംബം വിശുദ്ധമാവട്ടെ, നമ്മുടെ വ്യക്തി ജീവിതം അനുഗ്രഹപ്രദമാകട്ടെ. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. സ്നേഹമുള്ളവരെ, യേശുവിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കുത്തിത്തുളച്ചു കയറേണ്ട ദൈവത്തിന്റെ വചനം ഇന്ന് ആ കുത്തിത്തുളപ്പ് എൻ്റെ കുടുംബത്തിലേക്ക് ചെന്നെത്തുകയാണ്. ഞാൻ തിരിച്ചറിയുന്ന ദൈവമേ, പ്രാർത്ഥനയുടെ ഒരുപാട് കുറവുകൾ എൻ്റെ കുടുംബ ജീവിതത്തിലുണ്ട്. വിശുദ്ധിയുടെ ഒരുപാട് കുറവുകൾ എൻ്റെ കുടുംബ ജീവിതത്തിലുണ്ട്. നിനക്ക് വില തരാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ട്. എൻ്റെ മറ്റ് സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടിയിട്ട്, എൻ്റെ മറ്റു പരിപാടികൾക്കും ആർഭാടങ്ങൾക്കും വേണ്ടിയിട്ട് നിന്നെ തള്ളി പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. കുർബാന വേണ്ട, പ്രാർത്ഥന വേണ്ട, ധ്യാനം വേണ്ട, ഞാനിങ്ങനെ മാറി നടക്കുമ്പോൾ ഞാൻ തിരിച്ചറിയും ദൈവമേ, എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ അന്ധതയ്ക്ക് മുകളിൽ പ്രകാശം വിതറാനായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു തിരിച്ചു നടപ്പാണ്, തിരിച്ചറിവാണ്, തമ്പുരാനിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. എൻ്റെ കുറവിനെ പറ്റി തിരിച്ചറിയാനുള്ള അവസരം ദൈവം നീ എനിക്ക് തരുമ്പോൾ ആ അവസരം അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിശ്രമത്തിന്റെ വഴിയിലൂടെ നിന്റെ കരത്തിന്റെ ആശീർവാദം സ്വന്തമാക്കാൻ കൃപ തരണമേ. പരിശുദ്ധ അമ്മയും വിശുദ്ധരുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ യേശു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ അമ്മയുടെ കരം പിടിക്കാൻ, വിശുദ്ധരുടെ കരം പിടിക്കാൻ, പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി അവരുടെ ജീവിത മാതൃക പിൻചൊല്ലാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഒരുപാട് ശൂന്യമായ കൽഭരണികൾ, ഒരുപാട് അസമാധാനത്തിന്റെ, അസന്തുഷ്ടിയുടെ, കണ്ണുനീരിന്റെ കാരണമായ കുറേ കൽഭരണികളുണ്ട്. 6 അല്ല 10 അല്ല 20 അല്ല, ഒരുപാട് കൽഭരണികൾ എൻ്റെ കുടുംബ ജീവിതത്തിലുണ്ട്, എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ട്. അതൊക്കെ ഞാൻ ഓർത്തെടുത്തു. ദൈവമേ, ഇനിയും എൻ്റെ ടേണാണ്, എൻ്റെ അവസരമാണ്. ആ ശൂന്യമായ കൽഭരണി നിറയ്ക്കാനുള്ള എൻ്റെ അവസരം. ശൂന്യതയെ അതിൻ്റെ പ്രതിപ്രവർത്തനം കൊണ്ട് നിറയ്ക്കാൻ എനിക്ക് പറ്റട്ടെ. എൻ്റെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കരുതൽ കൊണ്ടും എൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം കൊണ്ടും എൻ്റെ മനോഭാവത്തിൻ്റെ വിശുദ്ധീകരണം കൊണ്ടും എൻ്റെ വിശുദ്ധമായ ജീവിതം കൊണ്ടും സ്നേഹം നിറഞ്ഞ ജീവിത വഴികൾ കൊണ്ടുമൊക്കെ എനിക്ക് ആ ശൂന്യമായി കൽഭരണയെ നിറയ്ക്കണം. അങ്ങനെ എൻ്റെ കുടുംബജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറണം. യേശുവേ, എൻ്റെ പ്രവർത്തനം അത് അവസാനിക്കാൻ പാടില്ല. ശൂന്യത മുഴുവൻ നികത്തുന്ന ഒരു പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാവണം, ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാവണം. ആ ഒരു പരിശ്രമത്തിന്മേൽ ദൈവം നിന്റെ കരം ഉയർത്തി ആശീർവദിക്കും എന്നെനിക്കറിയാം. ഇന്ന് ഈ കുർബാനയ്ക്ക് മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, നിന്റെ ശരീരവും രക്തവുമായിട്ട് നിന്റെ അപ്പവും ഈ അപ്പവും വീഞ്ഞും മാറ്റപ്പെടുമ്പോൾ, നീ അപ്പത്തെയും മുന്തിരിച്ചാറിനെയും തൊടുമ്പോൾ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളത്, ഞങ്ങൾക്ക് തരാനുള്ളത് ഈ ശൂന്യമായ 6 കൽഭരണികളും ആ ശൂന്യത നിറയ്ക്കാൻ ഞങ്ങളുടെ തീരുമാനങ്ങളുമാണ്. നീ അപ്പത്തെയും മുന്തിരിച്ചാറിനെ തൊടുമ്പോൾ ദൈവമേ, നീ ആ ശൂന്യതയെ തൊടണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ ശൂന്യത, ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുടുംബത്തിലുള്ള ആ ശൂന്യതയെ മാറ്റാൻ, ആ ശൂന്യതയ്ക്ക് അപ്പുറത്ത് നിറവ് കൊണ്ട് നിറയ്ക്കാൻ ഞങ്ങളുടെ തീരുമാനങ്ങളെ നീ ആശീർവദിക്കണമേ. നിന്റെ ആശീർവാദം ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ വലുതാണ്. കാരണം കുറവില്ലാത്ത നിറവ് മാത്രമുള്ള അനുഗ്രഹത്തിന്റെ കരമാണ് നിന്നെ. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്ന എൻ്റെ ദൈവമേ, ആ നിറവാക്കി മാറ്റാൻ ഞാനെടുത്ത തീരുമാനത്തെ നീ ആശീർവദിക്കണമേ. ഇപ്പൊ വൈദികൻ തൻ്റെ ഇരുകൈകളിലും കാസയും ബിലാസയും ഉയർത്തി യേശുവിന്റെ ശരീരവും രക്തവുമാക്കി ഈ അപ്പത്തെയും മുന്തിരിച്ചാറിനെയും മാറ്റണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വിശുദ്ധമായ സമയം ഞങ്ങൾക്കും ഈ കാസയോടും ബിലാസയോടും ചേർത്ത് തരാനുള്ളത് ഞങ്ങളുടെ ശൂന്യമായ ഈ കൽഭരണികളാണ്. പീലാസയിൽ ഞങ്ങൾക്ക് തരാനുള്ളത് ഞങ്ങളെടുത്ത തീരുമാനങ്ങളാണ്. കാസയിൽ ഞങ്ങൾ തരുന്ന ഞങ്ങളുടെ കൽഭരണിയെ ശൂന്യതയും, പീലാസയിൽ ഞങ്ങൾ തരുന്ന ഞങ്ങളെടുത്ത തീരുമാനങ്ങളും ദൈവമേ നീ ആശീർവദിക്കണമേ. നിന്റെ അനുഗ്രഹത്തിന്റെ കരമുയർത്തി നീ തൊടണമേ. കരുണയുണ്ടാകണമേ.
കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ മിശിഹായേ, ലോകപാപങ്ങളുടെ പരിഹാരമായി നിന്റെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യജ്ഞിക്കുന്ന നിന്റെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തി നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിടാ. പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും
ബലിയിതിനോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. എല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ആത്മാർത്ഥതയോടുകൂടി അറിഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വാസത്യങ്ങൾ ഏറ്റുപറയാം. നമുക്കറിയാം, വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ആ വിശ്വാസ പ്രമാണത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ പിശാചിനെ തകർക്കുന്ന, അന്ധകാരത്തെ തകർക്കുന്ന വലിയ കൃപ, വലിയ ശക്തി, വലിയ അഭിഷേകം വിശ്വാസ പ്രമാണത്തിനുണ്ട്. അതുകൊണ്ടാണ് പിശാചിനെ ബന്ധിക്കാൻ പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി 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 പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ് അന്ധകാര ശക്തികളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ പ്രമാണം പല വിചാരം കൂടാതെ ചെല്ലുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ആത്മാർത്ഥപ്പെടുന്ന പരിശ്രമിച്ച് നോക്കാം, നമ്മൾ വിജയിക്കും. നമ്മൾ ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചാൽ നമ്മൾ വിജയിക്കും. നമ്മുടെ ഹൃദയത്തിലേക്ക് കരങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഓരോ വിശ്വാസ സത്യങ്ങളും ഏറ്റു പറയുമ്പോൾ അത് നമ്മൾ മനസ്സിൽ കാണാം. നമുക്ക് അറിഞ്ഞുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട്, പൂർണ്ണ ബോധ്യത്തോടെ, പൂർണ്ണ അറിവോടെ, സത്യസന്ധമായി നമുക്ക് വിശ്വാസ സത്യങ്ങൾ നമുക്ക് ഏറ്റുപറയാം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ നമ്മൾ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയുക. സാരമില്ല, ഇതൊരു തുടക്കമാവട്ടെ. ഇരുകൈകളും ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. കണ്ണ് തുറക്കണ്ട ആരും, കണ്ണടച്ച് ആത്മാർത്ഥതയോടെ നമുക്ക് ചൊല്ലാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു.
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിലെ ഓരോ ഭാഗവും പ്രധാനപ്പെട്ടതാണെങ്കിലും അതിപ്രധാനമായ ഭാഗമാണ് അനാഫറ പ്രാർത്ഥനകളുടെ തുടക്കം. നമ്മൾ അനാഫറ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ഭക്തിയോടും ശ്രദ്ധയോടും തീക്ഷ്ണതയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ പരമാവധി ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചോ, കരങ്ങൾ കൂപ്പിയോ, പല വിചാരത്തിലേക്ക് ഒന്നും പോകാതെ വലിയ പരിശ്രമത്തോടെ ഈ കുർബാന വളരെ ശ്രദ്ധയോടെ നമുക്ക് പൂർത്തിയാക്കണം. ഏറ്റവും ശ്രദ്ധയോടെ നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹൃദയത്തിലേക്ക് ചേർത്തോ അല്ലെങ്കിൽ കരങ്ങൾ കൂപ്പിയോ നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാലോ. പ്രാർത്ഥനകൾക്ക് മറുപടിയെ കൊച്ചു സ്വരത്തിൽ ചൊല്ലി കുറച്ചും കൂടി അനുഭവമാവട്ടെ ഈ വിശുദ്ധ കുർബാന അർപ്പണം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരികത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ യോഗ്യനാക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ ശരീരത്തിന്റെ രക്തത്തിൽ ഞാൻ യോഗ്യനാക്കി. അപ്രകാരം നിന്റെ ബുദ്ധി ദിവസത്തിൽ നിന്റെ സംപ്രീതിക്കും ഈ പാപിയായ എന്നെ യോഗ്യനാക്കണേ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം ഈസഹാക്ക്
ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോ ആദ്യമായിട്ട് തന്റെ ശിഷ്യരായി കൂടെ നിർത്തിയവരോട് ഈ വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിക്കുന്ന ഭാഗമുണ്ട് തിരുവചനത്തിൽ. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കും, നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യും, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. അവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. കൂടെ നിന്നവര് പറഞ്ഞു, ഈ വചനം ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യേശു ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല. അവൻ വീണ്ടും ആവർത്തിച്ചു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. നിങ്ങൾ എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. കുറേ പേര് അവനെ വിട്ടുപോയി. അവർ കോംപ്രമൈസിന് എന്നിട്ടും തയ്യാറായില്ല.
12 പേര് മാത്രം ശേഷിച്ചു. യേശു അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്കും പോണോ? ശിഷ്യന്മാര് പറഞ്ഞു, നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ മറ്റെങ്ങോട്ടാ പോകേണ്ടത്? എത്ര പേര് അകന്നു പോയിട്ടും ഈശോ ഒരു കോംപ്രമൈസിന് തയ്യാറായില്ല. വാടാ മക്കളെ, ഒന്നുകൂടെ കുറച്ച് പറയാമെന്ന് പറഞ്ഞില്ലേ? കുർബാന ഒരു കോംപ്രമൈസിന്റെ ഇടമല്ല. വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരവും രക്തവുമാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുകയാണ് ഈ ആൾക്കാരെ മുമ്പിൽ. ഈ ബലിപീഠം കാൽവരി മലയുടെ പ്രതീകമാണ്. ഈ കാൽവരി മലയിൽ, ഈ ബലിപീഠത്തിൽ അവന്റെ യാഗം ഒരിക്കൽ കൂടി അർപ്പിതമാവുകയാണ്. അവന്റെ കുരിശിന്റെ കുരുമാറിൽ തൂങ്ങിക്കിടന്ന് അവസാനത്തെ തുള്ളി രക്തവും ഈ ഭൂമിയുടെ പ്രതലത്തിലേക്ക് സമ്മാനമായിട്ട് നൽകി അവൻ കുരിശിന്റെ വിരുമാറിൽ അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ എന്നെയും നിങ്ങളെ ഒരിക്കൽ കൂടി നോക്കിയിട്ടുണ്ട്. അവൻ നിശബ്ദനായി എന്റെയും നിങ്ങളുടെയും കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, മക്കളെ ഇതും നിനക്കായി, ഇതും നിനക്കായി. അവൻ കണ്ണുകളടച്ചു കുർബാനയിലേക്ക് തന്റെ ജീവനെ അവൻ എന്നിട്ട് ചേർത്ത് വെച്ചു. 2 ഇടങ്ങളിലാണ് വിശുദ്ധ കുർബാന അർപ്പിതമായത്. ഒന്ന് പെസഹ മാളികയിലും, 2 കാൽവരി മലയിലും. പെസഹ മാളികയിൽ ആരംഭിച്ച വിശുദ്ധ കുർബാന പൂർത്തിയായി. അവൻ കണ്ണടച്ച് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അവൻ അപ്പത്തിലേക്ക് മുന്തിരിച്ചാറിലേക്ക് തന്റെ ജീവനെ ചേർത്ത് വെച്ചിട്ട് ബലി പൂർത്തിയാക്കിയിട്ട് അവൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക, എന്റെ ഓർമ്മയ്ക്ക് ഞാൻ കടന്നു വരും ഈ അപ്പത്തിലേക്കും മുന്തിരിച്ചാറിലേക്കും. സ്നേഹമുള്ളവരെ, അവനവന്റെ വാക്കു പാലിക്കുകയാണ് ഈ സമയം. ഈ വിശുദ്ധമായ അൾത്താരയ്ക്ക് മുമ്പിൽ പാപികളും ബലഹീനരും അശുദ്ധരും അശക്തരുമായ നമ്മുടെ പ്രാർത്ഥന കേട്ട് തമ്പുരാൻ ഈ അൾത്താരയിലേക്ക്, അപ്പത്തിലേക്ക് മുന്തിരിച്ചാറിലേക്ക് കടന്നു വരികയാണ്. ഭക്തിയോടെ തീക്ഷ്ണതയോടെ കണ്ണു നിറഞ്ഞ ഹൃദയം ഒരുകി നമുക്ക് തമ്പുരാനെ വിളിക്കാം. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ. എൻ്റെ ആത്മീയതയിലേക്ക്, അന്ധതയിലേക്ക് നീ കടന്നു വരണേ. എൻ്റെ കുറവിൻ്റെ ബലഹീനതകളിലേക്ക് നീ കടന്നു വരണമേ. എൻ്റെ കണ്ണിൽ നിറത്തുടയ്ക്കുന്ന സാന്നിധ്യമായിട്ട് എൻ്റെ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരത്തിലേക്ക്, എൻ്റെ വേദനയുടെ അഗാധതയിലേക്ക് ദൈവമേ നീ കടന്നു വരണേ. ഈ അപ്പത്തിലേക്ക് മുന്തിരിച്ചാറിലേക്ക് കടന്നു വരാൻ പറ്റുന്നവന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റാഴികയുണ്ടോ? ഇല്ല. കൊടുക്കണം പ്രിയമുള്ളവരെ. നമുക്ക് ആത്മാർത്ഥതയോടെ, ഏറ്റവും തീക്ഷ്ണതയോടെ ഈ സമയം നമുക്ക് അൾത്താരയ്ക്ക് മുമ്പിലായിരിക്കാം. ഈ പ്രാർത്ഥനയുടെ ഓരോ നിമിഷവും കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് നമുക്ക് കടന്നു പോകാം. പെസഹ മാളികയിലേശോ തൻ്റെ ശരീരവും രക്തവും ഉയർത്തി പ്രാർത്ഥിക്കുന്നത്, കണ്ണുമിടറി കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിൽ കണ്ട് ഏറ്റവും ഭക്തിയോടെ നമുക്ക് തമ്പുരാന്റെ ഈ ബലി ഏറ്റവും തീക്ഷ്ണതയോടെ അർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി
അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ബലഹീന ജീവിതങ്ങളിലേക്ക് അങ്ങ് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ നീ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് നീ പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ രൂപത അധ്യക്ഷനും പിതാവുമായ മാർ ലോറൻസ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ രണ്ടിടവകകളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സൗഹൃദത്തിൽ നിന്ന്, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയ സകലരുടെയും ആത്മശാന്തിക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അങ്ങ് ഏറ്റവും പ്രിയപ്പെട്ട ഈ ദൈവജനത്തിന് വേണ്ടി ഇവരോരോരുത്തരും പ്രത്യേക ജീവിത നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഇടവക സമൂഹങ്ങളുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിന് വേണ്ടിയും വളരെ പ്രത്യേകമായി സമാധാനമില്ലാതെ വേദനിക്കുന്ന എല്ലാ കുടുംബാന്തരീക്ഷങ്ങളുടെ വിശുദ്ധീകരണത്തിന്, തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദാമ്പത്യ ബന്ധങ്ങൾക്ക് വേണ്ടി, മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാർക്ക് വേണ്ടി, വിവാഹപരമായിട്ട് വിവാഹം നടക്കാതെ വേദനിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കന്മാർക്ക് വേണ്ടി അവർ അനുഭവിക്കുന്ന വാർദ്ധക്യ സഹജമായ എല്ലാ വേദനകൾക്കും രോഗാവസ്ഥകൾക്കും ഒറ്റപ്പെടലുകൾക്ക് വേണ്ടി, അനാഥ മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലും ജയിലുകളിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തർക്ക് വേണ്ടി വിശുദ്ധിയിലും വിശ്വാസ തീക്ഷ്ണതയിലും അവർ ജീവിച്ച് വളർന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഇടവകയിൽ ഓരോ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി അവരോരുത്തരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കൃതമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, ജോലിയില്ലാതെ വിഷമിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിലും കടബാധ്യതകളിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി, മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും മരുദുശീലം കടിമപ്പെട്ടു പോയവരുടെ മനസ്സാന്തരത്തിന് വേണ്ടി, ഇന്ന് ജനിക്കുന്നവർക്ക് വേണ്ടി, ഇന്ന് മരിക്കുന്നവർക്ക് വേണ്ടി, ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹീതമാകുവാനും ഫലപുഷ്ടമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, വിവിധതരം രോഗങ്ങളാൽ മാറാവ്യാധികളാൽ വേദന അനുഭവിക്കുന്ന സകലരുടെയും സൗഖ്യത്തിന് വേണ്ടി, വിശ്വാസം നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന സകലരുടെയും ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി, വിശ്വാസ ജീവിതത്തിൽ നകൽന്നു കഴിയുന്ന എല്ലാവരുടെയും വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി, മാനസാന്തര ജീവിതത്തിന് വേണ്ടി,
വിവിധതരം പാപങ്ങൾക്ക് തഴക്കദോഷങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ അവരുടെ മാനസാന്തരത്തിനും ജീവിത നവീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ ഇടവകയിൽ സേവനം ചെയ്ത ഇതുവരെ സേവനം ചെയ്ത എല്ലാ വൈദികർക്കും വേണ്ടി, ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട വികാരീശ്വരന് വേണ്ടി, ഇതുവരെ ഞങ്ങളുടെ ഇടവകയെ നയിച്ച എല്ലാ കൈക്കാരന്മാർക്കും മറ്റെല്ലാ ഭാരവാഹികൾക്കും വേണ്ടി, ഞങ്ങളുടെ ഈ ധ്യാനത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന സകലർക്കും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന സകലർക്കും വേണ്ടി, അയോഗ്യനും ബലഹീനനും പാപിയുമായി എനിക്ക് വേണ്ടി കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും ദൈവമേ അങ്ങയുടെ ശാന്തിയും സമാധാനവും പാപികളായ ഞങ്ങൾക്കും അങ്ങ് നൽകണേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ യേശുവെന്നും ബോസ് എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താലും മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെ സംസ്കാരത്തിന്റെ ഉത്ഥാനത്തിന്റെ മകനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ അപ്പത്തിലേക്കും മുന്തിരിച്ചാറിലേക്കും യേശുവിന്റെ ശരീരത്തിലേക്കും രക്തത്തിലേക്കും തൻ്റെ ആത്മാവിനെ ദൈവം വഹിക്കുകയാണ്. യേശു ശിഷ്യന്മാരോട് തൻ്റെ പീഡാസഹനത്തിന് മുമ്പ് പറഞ്ഞു, ഞാൻ മരിക്കും, ഞാൻ പീഡകൾ സഹിക്കും, ഞാൻ മരിക്കും, ഞാൻ ഉദ്ധാനം ചെയ്യും. പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ പാർക്കണം. ആത്മാവിനാൽ നിറഞ്ഞിട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് പോകാൻ. ശിഷ്യന്മാര് അവിടെ തന്നെ കഴിഞ്ഞു ആത്മാവ് വരുന്നത് വരെ. ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം പുതുതായി. നമ്മുടെ ജീവിതവും പുതുതാവണം. ആത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം. ഈ യേശുവിന്റെ ശരീരത്തെയും രക്തത്തെയും ഈ വലിയ വസ്തുക്കളെ ആത്മാവ് തൊടുമ്പോൾ എൻ്റെ ജീവിതത്തെയും ആത്മാവെ തൊടണമേ. അങ്ങയുടെ ദാനവര ഫലങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന്, എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ഈ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെ വിസ്മയാപൂർവ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. നമ്മുടെ ഇരു കൈകൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ദൈവമേ, ദാവീദിനെ പോലെ ഹൃദയം ഒരുകി ഞങ്ങളും പറയാണ്, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ പാപജീവിതത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ഹൃദയം ഒരുകി ഹൃദയ നിറവോടെ ശരിക്കും ആത്മാർത്ഥതയോടെ നമുക്ക് ചൊല്ലാം. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രികത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക്
അങ്ങേ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നമ്മുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ
ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ഇതാ ജീവന്റെ ഔഷധം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദാനം സ്വീകരിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യാം. എപ്പോഴും എന്നേക്കും ആമേൻ. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ, എന്നിനവിലും കനവിലുമാ നിറയുന്നൊരെൻ ദൈവമേ. എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ഇരുമൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ. ഇരുമൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥ, കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിന്മാറോടു ചേർത്തിടുവാ. ആ നെഞ്ചിൻ്റെ ചൂടേറ്റുടങ്ങട്ടെ ഞാൻ, അതുമാത്രമാണെൻ്റെ ആനന്ദമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ
നീണമൊഴുകും വഴിയിൽ ഞാൻ പോരാം, നിൻ പാദമെന്നും പിന്തുടരാം. അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടണേ. നീണമൊഴുകും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥാ. അറിയാതെ അകലും നേരത്തും അരികിലായി എന്നെ ചേർത്തിടണേ. അലിവിൻ്റെ അലയാഴിയാകുന്നു നീ, ഹൃദയത്തിൻ സ്പന്ദനമാകുന്നു നീ. സർവത്തിനുടയോ നീ മാത്രമേ, സർവാധിനാഥനും നീ മാത്രമേ. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ. എന്നിനവിലും കനവിലുമാ നിറയുന്നൊരെൻ ദൈവമേ. എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി. അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി. അലിവോടെ എന്നെ നോക്കണമേ. നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചൈത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചൈത്ര. കൂടി നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. മണികൾക്കാനന്ദ നിർവൃതി തിരുവോസ്തിയാകാൻ പൊടിഞ്ഞിടുമ്പോൾ. ഗോതമ്പു മണികൾക്കാനന്ദ നിർവൃതി തിരുവോസ്തിയാകാൻ പൊടിഞ്ഞിടുമ്പോൾ. ഗോതമ്പു തുണ്ടും ആരാധ്യപാത്രം കുർബാനയായി വാഴ്ത്തപ്പെടും.
ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യരെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യരെ കാണും. അവർണിന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മകനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുകയും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മെ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യം ആർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയിർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും
ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാള വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിങ്ങൾ ജീവൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രത്യേകം പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുവില്ല എന്നറിഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, നമുക്ക് പെട്ടെന്ന് പുറത്തു പോയി വെള്ളം കുടിച്ച് ഫ്രഷപ്പായിട്ട് തിരിച്ചു വരാം. എല്ലാവർക്കും നമ്മൾ ചായ കരുതിയിട്ടുണ്ട്. താഴെ ഹോളിൽ എല്ലാവർക്കും ചായ ഉണ്ട്. അത് സ്വീകരിച്ചിട്ട് 10 മിനിറ്റിന് ശേഷം നിങ്ങൾ തിരിച്ച് പള്ളിയിലേക്ക് വരേണ്ടതാണ്. എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ജപമാല കയ്യിലെടുക്കും ഞാനമ്മ തൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകളിൽ പ്രാർത്ഥിക്കും ഞാനമ്മ തൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുഹൃതമെല്ലാം കോർത്തു വച്ച മാലയാണമ്മ. കൃപകളെല്ലാം
ശ്വാസമാകൂ അമ്മേ മാതാവേ, എൻ്റെ ജീവതാളമാകൂ അമ്മേ മാതാവേ. ನನ್ನಮ್ಮ ಪ್ರಿಯಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. ಅಮ್ಮ ನನ್ನಮ್ಮ ಪ್ರಿಯಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. ಪ್ರಭುವನು ಉದರದಿ ಧರಿಸಿದೆ ಅಮ್ಮ, ಪ್ರಭುವನು ನಮಗಾಗಿ ನೀಡಿದೆ ಅಮ್ಮ. ಪ್ರಭುವನು ಉದರದಿ ಧರಿಸಿದೆ ಅಮ್ಮ, ಪ್ರಭುವನು ನಮಗಾಗಿ ನೀಡಿದೆ ಅಮ್ಮ. ಅಮ್ಮ ನನ್ನಮ್ಮ ಪ್ರಿಯಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. ಅಮ್ಮ ನನ್ನಮ್ಮ ಪ್ರಿಯಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. ನೀ ಬಳಿಯಲಿ ಇರಲು ನಾ ಕಾಣಲು ದಿಗಿಲು, ನೀ ಬಳಿಯಲಿ ಇರಲು ನಾ ಕಾಣಲು ದಿಗಿಲು. ನೀ ಮಮತೆಯ ಮಡಿಲು ನನ್ನ ಕಾಯುವೆ ಪ್ರತಿ ಹಗಲು ಇರುಳು. ನನ್ನ ಕೊರತೆಗಳ ನೀಗಿಸಲು ಪ್ರಭುವಲಿ ರಾಸಿದಮ್ಮ. ಅಮ್ಮ ನನ್ನಮ್ಮ ಪ್ರಿಯಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. Ave Maria, 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 Ave Maria. ನೀ ಕರುಣೆಯ ಕಡಲು, ನೀ ಸ್ವರ್ಗಕ್ಕೆ ಬಾಗಿಲು. ನೀ ಕರುಣೆಯ ಕಡಲು, ನೀ
ಜ್ಞಾನಕ್ಕೆ ಬಾಗಿಲು, ನೀ ಜ್ಞಾನ ಸಂಪನ್ನಳು, ನನ್ನ ದೈವಿಕ ಮಾರ್ಗದಲ್ಲಿ ನಡೆಸಲು, ನನ್ನ ಬಾಳಿನ ಈ ಯಾತ್ರೆಯಲ್ಲಿ ರಕ್ಷಕಿ ನೀನಮ್ಮ. ಅಮ್ಮ ನನ್ನಮ್ಮ ಪ್ರಿಯ ಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. ಅಮ್ಮ ನನ್ನಮ್ಮ ಪ್ರಿಯ ಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. ಪ್ರಭುವನ್ನು ಉದರದಿ ಧರಿಸಿದೆ ಅಮ್ಮ, ಪ್ರಭುವನ್ನು ನಮಗಾಗಿ ನೀಡಿದೆ ಅಮ್ಮ. ಅಮ್ಮ ನನ್ನಮ್ಮ ಪ್ರಿಯ ಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. ಆವೆ ಮರಿಯಮ್ಮ ಪ್ರಿಯ ಮಾತೆ ಮರಿಯಮ್ಮ, ನನ್ನ ಕರವ ನೀ ಹಿಡಿದು ನನ್ನ ನಡೆಸುವೆ ನೀನಮ್ಮ. ಆವೆ ಮರಿಯ, 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 ಆವೆ ಮರಿಯ. ನಿನ್ನೊಂದಿಗೆ ಜೀವಿಸಲು ನನ್ನಾತ್ಮವು ಹರ್ಷಿಸಿದೆ, ಆನಂದದಿ ನಲಿಯುತ್ತಿದೆ. ಓ ನನ್ನ ಯೇಸುವೆ, ನಿನ್ನೊಂದಿಗೆ ಜೀವಿಸಲು ನನ್ನಾತ್ಮವು ಹರ್ಷಿಸಿದೆ, ಆನಂದದಿ ನಲಿಯುತ್ತಿದೆ. ಮಿತಿಯಿಲ್ಲದ ನಿನ್ನ ಆ ದಿವ್ಯ ಸ್ನೇಹವ ಪರಮ ಪವಿತ್ರನೇ ನನ್ನಲ್ಲಿ ತುಂಬಿಸುವೆ, ಪರಮ ಪವಿತ್ರನೇ ನನ್ನಲ್ಲಿ ತುಂಬಿಸುವೆ. ಬಾಬಾ ನನ್ನೇಸುವೆ ಜೀವಂತ ರೊಟ್ಟಿಯೇ, ಹೃದಯದಿ ಆರಾಧಿಸುವೆ. ಬಾಬಾ ನನ್ನೇಸುವೆ ಜೀವಂತ ರೊಟ್ಟಿಯೇ, ಹೃದಯದಿ ಆರಾಧಿಸುವೆ. ಆರಾಧನೆ ಆರಾಧನೆ ಯೇಸುವೆ, ಆರಾಧನೆ 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 ಯೇಸುವೆ, ಆರಾಧನೆ. ದಿವ್ಯ ಕರುಣೆಯ ಸುರಿಸಿ ಪ್ರಭುವೆ, ನೀ ಬರುವ ಸಮಯದಿ ಸ್ವರ್ಗೀಯ ಅನುಭವ ನೀಡುವೆ ದೇವನೇ. ದಿವ್ಯ
ಕರುಣೆಯ ಸುರಿಸಿಯೇ ಪ್ರಭುವೇ, ನೀ ಬರುವ ಸಮಯದಿ ಸ್ವರ್ಗೀಯ ಅನುಭವ ನೀಡುವೆ ದೇವನೇ. ನನ್ನುಸಿರಲಿ ನೀನು ಉಸಿರಾಗಿ ಬೆರೆಯಲು ನಾನೊಂದು ಚಲಿಸುವ ದೇವಾಲಯವಾಗುವೆ. ಬಾಬಾ ನನ್ನೇಸುವೆ ಜೀವಂತ ರೊಟ್ಟಿಯೇ, ಹೃದಯದಿ ಆರಾಧಿಸುವೆ. ಬಾಬಾ ನನ್ನೇಸುವೆ ಜೀವಂತ ರೊಟ್ಟಿಯೇ, ಹೃದಯದಿ ಆರಾಧಿಸುವೆ. ಆರಾಧನೆ ಆರಾಧನೆ ಯೇಸುವೆ, ಆರಾಧನೆ 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 ಯೇಸುವೆ, ಆರಾಧನೆ. ರೊಟ್ಟಿಯು ದೇಹವಾಗಿ ರಸವೂ ರಕ್ತವಾಗಿ ಮಾರ್ಪಡಿಸುವ ದೇವ, ನನ್ನನ್ನು ಮಾರ್ಪಡಿಸು ದೇವನೇ. ರೊಟ್ಟಿಯು ದೇಹವಾಗಿ ರಸವೂ ರಕ್ತವಾಗಿ ಮಾರ್ಪಡಿಸುವ ದೇವ, ನನ್ನನ್ನು ಮಾರ್ಪಡಿಸು ದೇವನೇ. ಈ ಜೀವಕ್ಕೆ ನೀನೇ ಆಸರೆಯು ಪ್ರಭುವೇ, ನಿನ್ನೊಂದಿಗೆ ಸತ್ಯಕ್ಕೂ ಜೀವಿಸುವೆ ದೇವರೇ. ಬಾಬಾ ನನ್ನೇಸುವೆ ಜೀವಂತ ರೊಟ್ಟಿಯೇ, ಹೃದಯದಿ ಆರಾಧಿಸುವೆ. ಬಾಬಾ ನನ್ನೇಸುವೆ ಜೀವಂತ ರೊಟ್ಟಿಯೇ, ഹൃദയതി ആരാധിസുവേ. പുറത്തുള്ളവരകത്തേക്ക് കയറാവോ? ആരാധനേ ആരാധനേ യേശുവേ, ആരാധനേ 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 യേശുവേ, ആരാധനേ. അപ്പച്ചന്മാരെ കുറെ പേരെ കാണുന്നില്ലല്ലോ. പെണ്ണിൻ്റെ അകത്ത് മുങ്ങിപ്പോയോ? അപ്പച്ചന്മാർ അമ്മച്ചിമാർ കുറെ പേരെ കാണുന്നില്ല. രാവിലെ വീഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പ്രലോഭനമായിട്ട് കുറെ എണ്ണന്മാർ വിട്ടുപോയോ? എടുത്തോ? ചൂടുണ്ടോ? ഇന്നലെ ഞാൻ ഇത് ഒച്ച കൂട്ടി പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മുമ്പിലൊരു കൊച്ചുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ഒച്ച കൂട്ടുകാരും കൊച്ചു പുള്ളി ചെവി അടച്ചു. അതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ ശബ്ദം ഇന്ന് പോയി കുറച്ച്. കുഞ്ഞെന്തിയേ? ആ എടാ എന്തി? ആ ഓക്കെ, നമസ്കാരം. നമസ്കാരം.
ഇന്നതുകൊണ്ട് ശബ്ദ കോലാഹലമൊന്നുമില്ല, ശാന്തമായിട്ട് പറയാം. എല്ലാരും വന്നോ? കുറെ കസേര ഫ്രീ ഉണ്ടല്ലോ. കുറെ പേര് വിട്ടുപോയോ? ശൂന്യമായ കൽപ്പരണി നിറയ്ക്കാൻ വേണ്ടി കുറെ ടീംസ് പോയോ? ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങി ഇവിടെ കൊണ്ട് നിർത്തും. ഞാൻ സ്കൂളിൽ നമ്മുടെ കാറ്റഗിസത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വികാരജനുണ്ടായിരുന്നു. ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരെ കൊണ്ട് നിർത്തുമായിരുന്നു. ഞാൻ ഒരുപാട് തവണ നിന്നിട്ടുണ്ട്. അപ്പോൾ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെയൊക്കെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അവസരം തരുന്നതാണ്. ഇവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർത്തി ഉറങ്ങിയേക്കല്ലേ. ഞാൻ ഈ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കും. 2 പല്ലില്ലാത്ത ഒരപ്പച്ചനും പല്ലില്ലാത്ത ഒരമ്മച്ചിയും ഇത് നന്നായിട്ട് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല്ലില്ലാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. പല്ലില്ലാത്തവർ വാ പൊളിച്ചാൽ പല്ല് പോലും ഉണ്ടാവില്ല. എന്നാ പറയാ, ഈച്ച കയറി പോകുമ്പോൾ ബ്ലോക്കായിട്ട് പല്ല് പോലും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാ തുറക്കാതെ ഉറങ്ങണം. നമ്മൾ ഈ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. പ്രേമലു നിങ്ങൾ സിനിമകളിലൊന്നുമില്ല? തിയേറ്ററില്ല. അയ്യോ ഷോ ഒരു തുടങ്ങാൻ പറ്റായിരുന്നു ഒരു തിയേറ്ററൊക്കെ. നമ്മുടെ 2 ഇടവകയ്ക്ക് വേണ്ടി ഒരു തിയേറ്ററൊക്കെ തുടങ്ങി. പ്രേമലു എന്ന് പറഞ്ഞേ, നിങ്ങൾ യൂത്ത് ഒന്നും കണ്ടില്ലേ പ്രേമലു സിനിമ? എനാജി വീട്ടിലുള്ള പ്രേമലും ഒക്കെ ഉള്ളോ? അപ്പൊ അതിൻ്റെ അകത്തുള്ള ഡയലോഗുണ്ട്. അതായത് ഈ നമ്മുടെ നസ്ലിൻ എന്നാ അവന്റെ പേര്, നസ്ലിൻ. അവനിരുന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അധ്യാപകൻ പറയും, അവനെ ഏൽപ്പിച്ച് നിർത്തിയിട്ട് നല്ല കൂർക്കം വലിച്ച് ഉറക്കമായിരുന്നു. അപ്പൊ ഏൽപ്പിച്ച് നിർത്തി. എന്നിട്ട് ഇവൻ ചോദിക്കും, നിനക്കിനി കൂർക്കം വലിക്കാതെ ഒച്ച കേൾപ്പിക്കാതെ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇവൻ പറഞ്ഞു അങ്ങനെ പറ്റും എന്ന് പറയും. എന്നാൽ പിന്നെ ഉറങ്ങിക്കോളാൻ പറയും. എന്ന് പറഞ്ഞ പോലെ കുറുക്കം വലിക്കാതെ വാ പൊളിക്കാതെ ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ, കുറെ വരുന്നില്ല. കുറെ പേര് കസേരയൊക്കെ എന്ത് കസേര കുറെ ഉണ്ടല്ലോ. എല്ലാവരും പോയോ? ചേട്ടാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയേ. ചേട്ടൻ കൊല്ലു, പേടിപ്പിക്കല്ലേ. ഓക്കെ, പുറത്ത് എന്തായാലും ആളിവിടെ ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ടിലുണ്ടല്ലോ, സാരമില്ല. ഓക്കെ, പുറത്തിരിക്കുന്ന ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ശ്രദ്ധയ്ക്ക് ഇവിടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ചുമ്മാ അങ്ങോട്ട് നോക്കി വടക്ക് നോക്കി യന്ത്രം പോലെ ഇരുന്നേക്കരുത്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം. സ്നേഹമുള്ളവരെ, നമ്മൾ വലിയ ഇൻട്രഡക്ഷനിലേക്കൊന്നും പോവാതെ നമ്മളെ അവസാനത്തെ ടോക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ടോക്ക് എന്തായിരുന്നു? ആദ്യത്തെ ദിവസത്തിന്റെ ടോക്ക് ദൈവാനുഭവമായിരുന്നു. രണ്ടാമത്തെ ദിവസം എന്തായിരുന്നു? എന്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നലെ? വിശുദ്ധ കുർബാന. മൂന്നാം ദിവസം ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ദിവസത്തെ ഇന്നത്തെ അവസാനത്തെ നമ്മുടെ ടോക്ക് നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഞാനും ക്രിസ്ത്യാജനും ഒഴിച്ച് ബാക്കി എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കേണ്ടവരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ പീക്കിരി പിള്ളേരടക്കം ചിലപ്പോൾ ചിലരൊക്കെ ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് നാളെ അച്ഛനാവും തോന്നുന്നുണ്ട്. ചിലപ്പോൾ ചിലർ അച്ഛനാവും, ചിലപ്പോ കന്യാസ്ത്രീകൾ ആകുവോ ചിരി മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലര് കന്യാസ്ത്രീകളും അച്ഛന്മാരും ആവും, ചിലര് മിക്കവരും കുടുംബ ജീവിതത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഇന്ന് കുടുംബ ജീവിതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എനിക്കൊരു 15 പോയിന്റ്സ് ആണ്. ഞാൻ ഇതിൻ്റെ അത് എന്നാ തിയറി വലിയ അഭൗമികമായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു പോയിന്റ് പോലും വിട്ടുപോലും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് റിഫ്ലക്ട് ചെയ്യണം, നമ്മളൊന്ന് ധ്യാനിക്കണം നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട്. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞതുപോലെ വലിയ ഇൻട്രഡക്ഷനിലേക്ക് പോകാതെ ഞാൻ എൻ്റെ പോയിന്റുകളിലേക്ക് പോവാണ്. നമ്മുടെ കുടുംബജീവിതം വിശുദ്ധമാകാൻ, പവിത്രമാകാൻ, നന്മ നിറയാൻ, സംതൃപ്തി നിറയാൻ, സന്തോഷപൂർണ്ണമാകാൻ, സമാധാനത്തിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ, ഒരു 8-9 കാര്യങ്ങളുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിച്ചോണം. അത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും. ഒന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം. ഞാൻ ഇന്ന് നമ്മുടെ കുർബാന മധ്യത്തിൽ ഞാൻ നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 100-ൽ എത്ര, ഒരു 10-ൽ എത്ര മാർക്ക് കൊടുക്കും? ഒരു 10-ൽ 10 മാർക്ക്. എന്റെ പ്രാർത്ഥനാ ജീവിതം, ഒരു ആത്മീയ ജീവിതത്തിന് 10-ൽ 10 മാർക്ക് കൊടുക്കുന്ന അമ്മച്ചിമാരെന്ന് കൈവക്കിയേ. ആരുമില്ലേ? 11 കൊന്തയില്ലേ അമ്മച്ചിയോടെ?
അമ്മച്ചി വന്നില്ലേ ഇന്ന്? സമ്മാനം തരണം. സമ്മാനം വേണ്ടേ? അമ്മച്ചി വന്നില്ല, ഞാൻ രക്ഷപ്പെട്ടു. അവിടെ ഉണ്ടോ? കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടോ. ചേച്ചി കൈയൊക്കെ പൊക്കിടക്കേ. അപ്പോ ഓക്കെ, ഇനി അപ്പച്ചന്മാരോട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പോട്ടെ 10ൽ 5 മാർക്ക് കൊടുക്കുന്നവർ കൈവൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കും, നല്ല ദൈവാനുഭവം, നല്ല അപ്പച്ചൻ. അപ്പച്ചന്റെ പേരെന്നാ? ജേക്കബ് ഏട്ടനാണ്. രാവിലെ നമുക്ക് എന്താണ് കുരിശിന്റെ വഴിയൊക്കെ തുടങ്ങിയത്, അവസാനത്തെ പ്രാർത്ഥനയൊക്കെ ചെല്ലിയത്. എനിക്ക് ഈ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ജേക്കബ് ഏട്ടൻ ഇങ്ങനെ വളരെ തീക്ഷ്ണതയോടെ കണ്ണൊക്കെ മിഴിച്ചിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവും ജേക്കബ് ഏട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇതുപോലെ പോട്ടെ 10ൽ 3 മാർക്ക് കൊടുക്കുന്ന ചേട്ടന്മാരൊക്കെ നോക്കിയേ. 3. ജോയി ചേട്ടനുണ്ട്. ജോയി ചേട്ടൻ എന്നല്ലേ പേര്? ജോയി ചേട്ടൻ. വേറെ ആരാ ഉള്ളേ? 10ൽ 3 പോലും ഇല്ലേ? പാസ് മാർക്കും കഴിഞ്ഞ് അതിന്റെ താഴെ പോയി. അമ്മച്ചിമാരെ 10ൽ 5 മാർക്ക് കൊടുക്കുന്നവരൊക്കെ നോക്കിയേ. കുറെ അമ്മച്ചാർ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. ഇത്രയും പേരെ ഉള്ളോ? ടോട്ടൽ 10ൽ 3 കൊടുക്കുന്നവര് 3 2 3 5 പേരെ ഉള്ളോ? ഈ 10ൽ 1 കൊടുക്കുന്നവരോ? നിങ്ങൾ ഏത് ഗണത്തിൽ വരുന്ന ബാക്കിയുള്ളവരൊക്കെ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ പറ്റി ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരെ 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 കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം എവിടേക്കോ അധപ്പതിച്ച് പോകുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതെവിടേക്കോ തീർന്നു പോകുന്നു. നമ്മൾ ഈ 3 ദിവസവും നമ്മൾ അതിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചത്, ധ്യാനിച്ചത്, പ്രാർത്ഥിച്ചത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു വരൾച്ചയുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു തളർച്ചയുണ്ട് സ്നേഹമുള്ളവരെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയോ ഒരു അന്ധകാരം വന്ന് നിറയുന്നുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിന്റെ ആ ഒരു കുറവിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. നമുക്കറിയാം, ദൈവം നമ്മളെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വന്തമായിട്ട് മാറാനായിട്ട്, ദൈവത്തിന്റെ ഹൃദയത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും ദൈവത്തിന്റെ ഹൃദയത്തിനൊത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് വിട്ടത്. ഈ ഭൂമിയിലേക്ക് ദൈവം നമുക്ക് വിളി തന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലോകത്തിന്റെ അവസാനം വരെ ഇവിടെ കിടന്ന് ജീവിക്കാനൊന്നും അല്ല. നമ്മൾ ഈ ലോകം വിട്ടിട്ട്, ഈ ഭൂമി വിട്ടിട്ട്, ഈ സന്തോഷങ്ങൾ വിട്ടിട്ട് സ്വർഗമാകുന്ന വലിയ അനുഗ്രഹത്തിലേക്കുള്ള യാത്രയാണ് നമ്മള്. ആ യാത്രയിലെ ചെറിയ ഒരിടം മാത്രമാണ്, സമയം മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, ചെലവഴിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയില്ല നമ്മൾ എപ്പം മരിക്കുമെന്ന്, അല്ലേ? നമുക്കറിയില്ല. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നോ ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നോ നിങ്ങളോ ഇത് കഴിഞ്ഞ് ഏറ്റുപോകുമോ നമുക്ക് ഉറപ്പുണ്ടോ? ചിലപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവൻ ആ ഉറക്കം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇങ്ങനെ വിളിച്ചിരിക്കുന്നവരോ കണ്ണടയ്ക്കാൻ പറ്റുന്ന അങ്ങനെ തന്നെ ഇരുന്നു പോകും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിന്റെ പുസ്തകം പറയുക, മനുഷ്യ ജീവിതം പുലിക്കൊടിക്ക് തുല്യമാണ്, വയലിലെ പുഷ്പം പോലെ ഇത് വിരിയുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നു, അത് നിന്നിരുന്ന സ്ഥലം പോലും പിൽക്കാലത്ത് ആരും ഓർക്കുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതം. ഇത്രയും എന്താണ്, വെറും നൈമിഷികമായിട്ടുള്ള വെറും ചെറിയ ചെറിയ കാലഘട്ടം മാത്രം ജീവിക്കുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കും ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് വെറും വേസ്റ്റ് ആയിട്ട് മാറും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ തിരുവചനം ഉണ്ടല്ലോ, നീ ലോകം മുഴുവൻ നേടി സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ട എന്താ പ്രയോജനം? ഒരു പ്രയോജനം ഇല്ലാതായിട്ട് മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് 1ാം സ്ഥാനം നമ്മൾ കൊടുക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് നമ്മൾ 1ാം സ്ഥാനം കൊടുക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ 1ാം സ്ഥാനം കൊടുക്കണം. എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് എന്റെ ആത്മീയതയുടെ ആഴം എന്ന് പറയുന്നത്. ഈ ബന്ധമില്ലെങ്കിൽ ഞാൻ ഈ കുർബാന സ്വീകരിക്കുന്നതിനോ കുർബാനയിൽ പങ്കെടുക്കുന്നതിനോ ഈ ആരാധനയ്ക്കും ധ്യാനത്തിനും വന്നിരിക്കുന്നതിനോ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കോ എന്റെ കുടുംബത്തിന്റെ കുടുംബ പ്രാർത്ഥനയ്ക്കോ ഒന്നും പ്രാധാന്യമില്ലാതായിട്ട് മാറും. എന്റെ ദൈവത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇപ്പൊ കുഴപ്പമില്ല, പണ്ടൊക്കെ നമുക്ക് ഈ കറണ്ട് കട്ടുണ്ട് അല്ലേ, പവർ കട്ട്. ഇവിടെ പവർ കട്ട് ഉണ്ടോ? പവർ കട്ട് ഉണ്ടോ? കുറവൊന്നുമില്ലേ? ഞങ്ങളുടെ കേരളത്തിൽ ഇച്ചിരി ഇമ്പ്രൂവ് ആയി കേട്ടോ. പവർ കട്ട് കുറവാ. അപ്പൊ നമ്മുടെയൊക്കെ എന്റെ വീട്ടിലടക്കം നമ്മൾ ഈ പവർ കട്ടിന്റെ സമയത്താണ് എന്ത് നടക്കുന്നത്? പവർ കട്ടിന്റെ സമയത്ത് എന്ത് നടക്കുന്നേ? കുരിശുവര. അമ്മച്ചിമാർക്ക് അറിയാം, അപ്പച്ചമാർക്ക് അതുപോലും അറിയത്തില്ല. അപ്പൊ നമ്മുടെ കുരിശുവര നടക്കുന്നത് എപ്പോഴാ? ഇപ്പൊ നടക്കുന്ന പവർ കട്ടിന്റെ സമയത്ത്. കാരണം ആ സമയത്ത് ഒന്നും ചെയ്യാൻ, ഇരുട്ടത്തിന് എന്നാ കുന്തം കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മുടെ കറണ്ട് കട്ടിന്റെ സമയത്ത്, പവർ കട്ടിന്റെ സമയത്താണ് നമ്മുടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത്, ആർക്കും വേണ്ടാത്തൊരു സമയത്ത്, ഏറ്റവും വേസ്റ്റ് ആയ സമയത്ത്, നിഷ്ക്രിയമായിട്ടിരിക്കുന്ന സമയത്ത്, വിലയില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊന്ത ചെല്ലുന്നു. അതാണ് എന്റെ ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന സമയം. എന്റെ ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന സമയം. സ്നേഹമുള്ളവരെ, ഇന്നലെ നമ്മൾ വചനഭാഗത്ത് കണ്ടല്ലോ, വില കൊടുത്ത് ബലിയർപ്പിക്കുന്ന
ബലിയർപ്പിച്ച ദാവീദിന്റെ പ്രാർത്ഥനയാണ് ദൈവം ചെവികൊണ്ടത് എങ്കിൽ വില കൊടുത്ത് ബലിയർപ്പിക്കുന്ന, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന, വില കൊടുത്ത് ദൈവത്തിന് വില കൊടുക്കുന്ന ഒരു ജീവിത ആത്മീയ വഴിക്ക് മാത്രമേ എന്റെ ദൈവത്തെ കണ്ടുമുട്ടാൻ ഞാൻ അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് നമ്മൾ ചെല്ലണം. ഒരു വിലയില്ലാത്തൊരു സമയത്തല്ല. എന്റെ സീരിയലെല്ലാം കഴിഞ്ഞ് ഒരു സീരിയലിന്റെ ഗ്യാപ്പ് വരുമ്പോഴല്ല ഞാൻ കൊന്തയല്ലേണ്ടത്. എന്റെ ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമയം വേണം എന്റെ ജപമാലയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ സ്നേഹമുള്ള പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഈ കുടുംബ പ്രാർത്ഥന എന്റെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഞാൻ ഒരുപാട് കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുംബത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ആ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല എന്നുള്ളതാണ്. കുടുംബത്തിൽ ദൈവത്തിന് വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവിടെ HL പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി, ബാംഗ്ലൂര്. ഈ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു അപ്പച്ചൻ, ഞാൻ കുർബാനയ്ക്ക് കയറാൻ വേണ്ടി തുടങ്ങുകയാണ്. ലാറ്റുംപള്ളിയാണ്, ഞാൻ സൈഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ അതിനുശേഷമാണ് ടോക്ക്. അപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയെ പറ്റിയിട്ടൊന്ന് പറയണം. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തി അങ്ങനെ പറയണേ? ചേട്ടൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്നാണ്, എൻ്റെ മക്കളുടെ അടുത്തേക്ക് വന്നിട്ട് 2 മാസമായി. 2 ആൺമക്കളാണ്, ഒന്നിച്ചാണ് താമസിക്കുന്നത്. അവരുടെ ഭാര്യമാരും കുട്ടികളൊക്കെ ആയിട്ട് അവർ ജീവിക്കുന്നു. ഭാര്യ മരിച്ചു, മക്കളെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കാലം. പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കുടുംബ പ്രാർത്ഥന മുടങ്ങുന്ന ഒരു ദിവസവും ഇല്ല. എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയൊക്കെ വളർത്തിയത്. പക്ഷേ എന്നെ ഏറ്റവും വേദനിപ്പിക്കുകയാണ് ഈ ബാംഗ്ലൂര്. എൻ്റെ ഏകാന്തത എനിക്ക് പ്രശ്നമില്ല, എന്നോട് ആരും മിണ്ടുന്നില്ല എന്നുള്ളത് എനിക്ക് പ്രശ്നമില്ല. എൻ്റെ മരുമക്കൾ എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. എൻ്റെ മക്കള് അവരുടെ ജോലിയുടെ ഭാരത്തിലാണെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. എന്നെ പരിഗണിക്കാൻ സമയമില്ല എന്നുള്ളതും എൻ്റെ പ്രശ്നമല്ല. എൻ്റെ കൊച്ചുമക്കൾ എന്നോട് സമയം ചെലവഴിക്കാൻ അവർക്ക് സമയമില്ല എന്നുള്ളതും എൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഒരു കാര്യം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ല. 2.5 മാസമായിട്ട് ഞാൻ ഈ കുടുംബത്തിലുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഈ വന്നിരിക്കുന്ന സമയം നമുക്ക് 1/2 മണിക്കൂർ പ്രാർത്ഥിക്കാം. ഇവരാരും കേൾക്കുന്ന പോലും ഇല്ല. അച്ഛന് കുടുംബ പ്രാർത്ഥനയെ പറ്റിയിട്ടൊന്ന് പറയണം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ യുവങ്ങളിലേക്കൊന്നും പോകണ്ട, നമ്മുടെ പ്രായമുള്ള കുടുംബങ്ങൾ വരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ വില. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കണ്ടു പഠിച്ചിട്ട് വേണം നമ്മുടെ മക്കള് ഈ പ്രാർത്ഥനയുടെ ചൈതന്യത്തിലേക്ക് കടന്നു വരാനായിട്ട്. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ മക്കളൊക്കെ വിദേശത്തേക്ക് പോവാണ്. വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കള് നമ്മൾ ഈ ബൈബിളോ അല്ലെങ്കിൽ കൊന്തയോ ഒക്കെ കൊടുത്തു വിടുവോ? നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമോ? കുറച്ച് അമ്മച്ചിമാര് തലയാട്ടുന്നു. എന്താ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് ഞായറാഴ്ചയാണ്, മോളെ നീ പള്ളിയിൽ പോണം എന്ന് പറഞ്ഞ എത്ര അമ്മച്ചിമാരുണ്ട്? കുറച്ച് അമ്മച്ചിമാരെ മതി, കഷ്ടപ്പെട്ട് കൈവക്കണ്ട അധികം. അപ്പോ കുറച്ച് അമ്മച്ചിമാരൊക്കെ മക്കളെ പോണം എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. കുറെ പേർക്ക് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻസും പറയായിരുന്നു, സുള്ളിയ ഇടവകയുടെ അവിടെ നമ്മുടെ കോളേജുണ്ട്, ഡെന്റൽ കോളേജ് ഉണ്ട്. അവിടെ ഒരു 400-500 യൂത്ത് നമ്മുടെ ക്രിസ്ത്യൻസ് ആണ്. അപ്പോ അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഇടവകയിലേക്ക് ആ പിള്ളേർ കുർബാനയ്ക്ക് വരുവാണെങ്കിൽ പള്ളിയിൽ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ല, ഉണ്ടാവില്ല. പക്ഷെ പിള്ളേർ വളരെ കുറച്ചേ പള്ളി വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ പ്രിൻസിപ്പാളിനോടോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിനോടോ അച്ഛൻ സംസാരിച്ചൂടെ? അച്ഛൻ പറഞ്ഞു, സംസാരിച്ചിട്ട് വലിയ കാര്യമില്ല. ഈ മാനേജ്മെന്റ് വിടാം എന്ന് തീരുമാനിച്ചാൽ പോലും പിള്ളേർക്ക് താല്പര്യമില്ല. 1. 2, മാനേജ്മെന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മാനേജ്മെന്റ് ചോദിക്കും, ഞങ്ങൾക്ക് വിടാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം പിള്ളേർ ഈ ഫ്രീഡം മിസ്യൂസ് ചെയ്യും. പേരൻസ് വരുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പള്ളി വിടില്ല എന്ന്. പേരൻസിന് കുഴപ്പമില്ല, പിന്നെ അച്ഛനെന്താ കുഴപ്പമെന്ന് അവർ ചോദിക്കുമെന്ന് പറയും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മക്കളുടെ ആത്മീയ ജീവിതത്തെ പറ്റിയിട്ട് മാതാപിതാക്കന്മാർക്ക് ചിന്തയില്ല. നമ്മുടെ യുവജനങ്ങളുടെ ആത്മീയ ജീവിതത്തെ പറ്റിയിട്ട് അവർക്ക് തന്നെ ചിന്തയില്ല. നമ്മൾ എങ്ങനെയാണ് ഇവരെയൊക്കെ നന്നാക്കാൻ പറ്റുക? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ യൂത്തിന്റെ ചാർജ് രൂപതയെ വഹിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് ബാംഗ്ലൂർ, മൈസൂർ, മംഗലാപുരം എന്നീ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ ഉണ്ട്. എൻ്റെ പിള്ളേർ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു, പഠിക്കുന്ന പിള്ളേരാണ്. അവർക്ക് വേണ്ടി അവരെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടും. കഴിഞ്ഞ 24-ാം തീയതി, തൊട്ട് മുമ്പ് 24-ാം തീയതി എൻ്റെ യൂത്തിന്റെ ഗെറ്റ് ടുഗദർ ആയത്. കഴിഞ്ഞ ഞായറാഴ്ച ഈ സമയത്ത് എൻ്റെ പിതാവൊക്കെ വന്നു. 10-70 യൂത്ത് അതിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഈ ഗെറ്റ് ടുഗദർ നടക്കുന്നതിന് മുൻപ് എൻ്റെ മക്കളുടെ ആത്മീയ ജീവിതത്തെ പറ്റിയിട്ടും ഭൗതിക ജീവിതത്തെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സർവേ നടത്തി. ഒരു 170ഓളം യുവജനങ്ങൾ എൻ്റെ ഭദ്രാവതി രൂപതയിൽ നിന്ന് ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ആ 170-175 പേരോളം ആ ബാംഗ്ലൂർ ഗ്രൂപ്പിലുണ്ട്, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്.
ഇവർക്ക് വേണ്ടി ഞാനൊരു 3 തരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി. ഒന്നാമത്തേത് അവരുടെ ഭൗതിക ജീവിതം, അവരുടെയൊക്കെ ഹോസ്റ്റലും കാര്യങ്ങളും അവരുടെ പഠനവും കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട്. രണ്ടാമത്തേത് ഞാൻ ചോദിച്ചത് അവരുടെ ആത്മീയ ജീവിതത്തെ കുറിച്ചിട്ടാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ, പള്ളിയിൽ പോകുന്നുണ്ടോ, ജപമാല ചൊല്ലുന്നുണ്ടോ, ബൈബിൾ വായിക്കുന്നുണ്ടോ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. അടുത്ത ഞാൻ ചോദിച്ചത് അവരുടെ ധാർമ്മിക ജീവിതത്തെ കുറിച്ചിട്ടാണ്. അവരുടെ സെക്ഷുവൽ ലൈഫ്, അവരുടെ പ്രലോഭനങ്ങൾ, അവരുടെ എന്താണ് മദ്യം, മയക്കുമരുന്ന്, പുകവലി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർക്ക് അവരുടെ മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ നല്ലൊരു ധാർമ്മിക ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ. അങ്ങനെ 3 തലത്തിലുള്ള ഒരു 17-16 ചോദ്യത്തോളം ഞാൻ ചോദിച്ച് എൻ്റെ മക്കൾക്ക് ഞാൻ ഗൂഗിൾ ഫോമിൽ എല്ലാവർക്കും പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തു. അതിൽ ഒരു 80% എനിക്ക് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല, 80% ഉത്തരം എനിക്ക് തിരിച്ചു വന്നു. ഞാൻ ആ ഗൂഗിൾ ഫോം ഒന്ന് പരിശോധിച്ചപ്പോൾ ഒരുപാട് വിഷമിപ്പിച്ച ഒരു രാത്രിയായിരുന്നു അത്. ഈ മക്കള് എനിക്ക് വളരെ പേഴ്സണലായിട്ടും വളരെ സത്യസന്ധമായിട്ടും ഈ മക്കൾ എനിക്ക് അയച്ച ഈ ഉത്തരത്തിൽ ഞാൻ വിഷമിക്കാൻ കാരണം അവരുടെ ഭൗതിക ജീവിതത്തെക്കാൾ അപ്പുറത്ത് അവരുടെ ആത്മീയ ജീവിതത്തെ പറ്റിയിട്ടും ധാർമ്മിക ജീവിതത്തെ പറ്റിയുമുള്ള അവരുടെ തുറന്നു പറച്ചിലാണ്. അതില് എനിക്ക് ഒരു 110ഓളം യുവജനങ്ങൾ അതില് ഉത്തരങ്ങൾ നൽകിയതില് ആകെ 20 പേരിൽ താഴെയാണ് എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നത്. 20 പേര് താഴെ എന്ന് പറഞ്ഞാൽ 150 പേർക്ക് ജപമാലയേ ഇല്ല. ബൈബിള് വായിക്കുന്നത് ആകെ 8 പേരാണ്. 8 പേര് എന്ന് ഓർക്കുന്നുണ്ട്, 8 പേരാണ് ബൈബിള് വായിക്കുന്നത്. ബാക്കിയുള്ളവരോ 162 പേരോ ബൈബിള് വായനയില്ല. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് 92-93 പേരാണ്. ബാക്കിയുള്ളവരോ അവർ സത്യസന്ധമായിട്ട് എഴുതിക്കൊണ്ട് എനിക്ക് അവരുടെ ആത്മീയ ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റി. അവരുടെ ധാർമ്മിക ജീവിതത്തെ പറ്റിയിട്ട് നോക്കിയപ്പോഴത്തേക്കും അതിനേക്കാൾ സങ്കടമായി. അവർ സത്യസന്ധമായിട്ട് എഴുതിയതുകൊണ്ട് അവരുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റാത്ത, അവരുടെ മദ്യപാനം, പുകവലി, അത്തരത്തിലുള്ള ആസക്തികളിലേക്കുള്ള കടന്നുപോക്ക്, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നിൽക്കാൻ പറ്റാത്ത അവരുടെ അവസ്ഥ. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് എവിടെയെങ്കിലുമൊക്കെ വഴിപിഴച്ച് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളാണ്, മാതാപിതാക്കന്മാരാണ്, ഞങ്ങളാണ്, നമ്മളെല്ലാവരുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട യുവജനങ്ങളും അതിന് കാരണമാണ്. എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചമാരെ, അമ്മച്ചിമാരെ, എനിക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ആത്മീയതയും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട പ്രാർത്ഥനാ ചൈതന്യവും പ്രാർത്ഥനയുടെ മാതൃകയും കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ വഴിപിഴച്ച് പോകും എന്നുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ടി വരും. നമ്മുടെ മക്കൾ നാളെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയുടെ ചൈതന്യമുള്ള വിശുദ്ധമായ ഒരു കുടുംബ പാരമ്പര്യം, പ്രാർത്ഥനയുടെ പാരമ്പര്യം നമ്മുടെ കുടുംബത്തിലുണ്ടാവട്ടെ. സമയമുണ്ടെങ്കിൽ ചെല്ലേണ്ടതല്ല കുടുംബ പ്രാർത്ഥന, മറ്റൊരു പരിപാടി ഇല്ലെങ്കിൽ വരേണ്ടതല്ല ഈ ദേവാലയത്തിലേക്ക്. എന്റെ തമ്പുരാന് കൊടുക്കേണ്ട വിലയും എന്റെ തമ്പുരാന് കൊടുക്കേണ്ട സമയവും ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഞാൻ ദൈവത്തിന് കൊടുക്കണം. ഏറ്റവും കൂടുതൽ ബഹുമാനം, ഏറ്റവും കൂടുതൽ വില എന്റെ കർത്താവിന് കൊടുക്കണം. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു ലീവ് എടുത്തേക്കരുത്. ഞാൻ എന്നാർബരെ കൊച്ചനായിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ബൈബിൾ ഒന്ന് വെഞ്ചരിച്ചു തരുമോ? എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബൈബിൾ വെഞ്ചരിപ്പായിരുന്നത്. ബൈബിളൊക്കെ വെഞ്ചരിക്കുക ഞാൻ ആദ്യമായിട്ടാണ് വെഞ്ചരിക്കുന്നത്, കേൾക്കുന്നത് തന്നെ. ഞാൻ മോളോട് ബൈബിളൊക്കെ മേടിച്ചുകൊണ്ട് പോയി വെഞ്ചരിച്ച് കൊച്ചിൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ മോളോട് ചോദിച്ചു, എന്താ മോളെ ബൈബിളൊക്കെ വെഞ്ചരിക്കുന്നത്? പെണ്ണ് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ന് UK പോവാണ്. അപ്പൊ UK പോകുമ്പോൾ ഈ ബൈബിള് ഞങ്ങൾക്ക് കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. നമ്മളൊക്കെ ചിന്തിച്ച് ഞാൻ ചോദിച്ചില്ലേ, നമ്മുടെ മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോ ഈ ലഗേജിന്റെ അകത്ത് നമ്മളൊരു ബൈബിൾ വെച്ച് കൊടുത്തിട്ട് മോളെ നീ ഇത് വായിക്കണം എന്ന് പറയുന്നുണ്ടോ? നമുക്ക് എത്രയാ, ഒരു 70 കിലോ വിദേശത്തേക്ക് കയറ്റി അയക്കാമെങ്കിൽ 72 കിലോ കയറ്റി അയച്ചിട്ട് ബാക്കി 2 കിലോ നമ്മൾ തിരിച്ചെടുത്തോണ്ട് വരും. പരമാവധി അച്ചാറ് കുത്തി നിറച്ചിട്ടും കയറ്റി വിടും. കാരണം 2 മാസം അല്ലെങ്കിൽ 3 മാസം വരെ തിന്നു മരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുത്തു വിടും. അതിനകത്ത് 1/2 കിലോ അച്ചാറ് മാറ്റിയിട്ട് ഒരു ബൈബിള് വെക്കാൻ നമുക്ക് മനസ്സുണ്ടോ? അങ്ങനെ മനസ്സില്ലെങ്കിൽ അതാണ് പ്രിയപ്പെട്ട അപ്പച്ചമാരെ, അമ്മച്ചിമാരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് ആത്മീയ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ആദ്യം മാറേണ്ടത് മാതാപിതാക്കന്മാരാണ്. നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ മനോഭാവമാണ്. പ്രാർത്ഥനയിൽ വളരാനും പ്രാർത്ഥനയുടെ കുടുംബമായിട്ട് മാറാനും എല്ലാറ്റിലും അപ്പുറത്ത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ചൈതന്യം കുടുംബത്തിൽ വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് പറ്റട്ടെ.
സന്ധ്യാപ്രാർത്ഥന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ജോൺ പോൾ രണ്ടാമൻ പള്ളി, ജോൺ പോൾ സെക്കൻഡ് പള്ളി, ഞാൻ കുർബാനയ്ക്ക് പോകുന്ന പള്ളി, അവിടെ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, 24 മണിക്കൂർ ദൈവം നിനക്ക് തന്നിട്ട് ഒരു 24 മിനിറ്റ് നിനക്ക് ദൈവത്തിന് കൊടുക്കാനുണ്ടോ? നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, 24 മണിക്കൂർ ദൈവം നിനക്ക് തന്നിട്ട് ഒരു 24 മിനിറ്റ് നിനക്ക് ദൈവത്തിന് കൊടുക്കാനുണ്ടോ? ഒന്നും വേണ്ട, വ്യക്തിപരമായിട്ടൊരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് എങ്കിലും വ്യക്തിപരമായി, കുടുംബ പ്രാർത്ഥന പോട്ടെ, പള്ളി വന്നുള്ള പ്രാർത്ഥന പോട്ടെ, വിശുദ്ധ കുർബാന പോട്ടെ, അതിന്റെ അപ്പുറത്ത് വ്യക്തിപരമായി എന്റെ യേശുവിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ആത്മീയത എന്ന് പറയുന്നത്. എന്റെ യേശുവുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ആത്മീയത എന്ന് പറയുന്നത്. അതാണ് യേശുവുമായിട്ടുള്ള എന്റെ വ്യക്തി ബന്ധം എന്ന് പറയുന്നത്. കൊച്ചു ത്രേസ്യ പറയും, ഞാനും എന്റെ യേശുവും തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ് എന്റെ പ്രാർത്ഥന. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴാവട്ടെ, സന്ധ്യ പ്രാർത്ഥനയ്ക്കാവട്ടെ, യാന്ത്രികമായിട്ട് നമ്മൾ ചൊല്ലിപ്പോകുന്ന പ്രാർത്ഥനയ്ക്കിടയിൽ ദൈവമേ എന്നുള്ള ആത്മാർത്ഥമായ വിളി പോലും ഇല്ലാത്തതിന്റെ കാരണം, ഓരോ പ്രാർത്ഥനയും എന്റെ ജീവിതത്തിൽ അനുഭവമാകാത്തതിന്റെ കാരണം ഈ വ്യക്തിപരമായ പ്രാർത്ഥന അനുഭവത്തിന്റെ കുറവാണ്. വ്യക്തിപരമായ പ്രാർത്ഥന എന്റെ ദൈവത്തിലേക്ക് എന്നെ അടുപ്പിക്കും. വ്യക്തിപരമായിട്ടുള്ള എന്റെ പ്രാർത്ഥന എന്റെ ദൈവസ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കും. അങ്ങനെയാകുമ്പോൾ ഈ വ്യക്തി ബന്ധം ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ഈ വിശുദ്ധ കുർബാന അനുഭവമാകുള്ളൂ. ഈ വ്യക്തിപരമായ യേശുവുമായുള്ള സൗഹൃദം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ കുടുംബ പ്രാർത്ഥന ഒരു അനുഗ്രഹപ്രദമാകുള്ളൂ. അല്ലെങ്കിലോ വെറും സമയക്കൊല്ലിയാണിത്, വെറും സമയക്കൊല്ലി, ഒരു അനുഭവം ഉണ്ടാവില്ല. സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, പ്രാർത്ഥന അനുഭവമാവാൻ ഞാൻ പറഞ്ഞു വന്നത്, വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ന് നമ്മൾ തീരുമാനം എടുത്തിട്ട് പോകണം, ഒരു 10 മിനിറ്റ്, നിങ്ങൾ അരമണിക്കൂർ വേണ്ടെന്നേ, ഒരു 10 മിനിറ്റ് മതി. നിങ്ങൾ ഉണരുമ്പോൾ അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, ഒരു 10 മിനിറ്റ്. അമ്മച്ചിമാർക്കൊക്കെ പറ്റുമല്ലോ, പകലൊക്കെ പണിയും ജോലി ഭാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കൊന്തയും ചെല്ലേണ്ട, ഒന്ന് അല്ല ഞാൻ പറഞ്ഞത്, ഈ കൊന്ത ചെല്ലുന്ന ഒക്കെ എന്റെ കൂടെ പോകും പോട്ടെ പറഞ്ഞ് ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാതെ യേശുവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എല്ലാം പറഞ്ഞ് ഒരു കൂട്ടുകാരനോട് പറയുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലേ? ഇന്ന് രാവിലെ ഷിൻസ്, ഇന്നലെ രാത്രി ഞങ്ങൾ കിടക്കുമ്പോൾ ഷിൻസ് പറയുമായിരുന്നു, ഏതോ ഒരു അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് പകല് സമയമില്ലേ, ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാവില്ല. ഒക്കെ സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെ കൂടെ നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാൻ ഒട്ടും സമയമില്ല. അപ്പോൾ ആ അച്ഛൻ ഷിൻസിനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം, രാവിലെ ഉണരുമ്പോൾ യേശുവിനോട് പറയണം, യേശുവേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കുകയാണ്. അതൊരു പ്രാർത്ഥനയല്ലേ? ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഉണരുമ്പോൾ, ഞാൻ ഇന്ന് തൊട്ട് അത് തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ഞാൻ എൻ്റെ 3 കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞു, യേശുവേ ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു 3 നിയോഗത്തിന്. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ ഈ ഇന്ന് മുഴുവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ നിയോഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ, ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ നിയോഗം ഉണ്ടാവും. അതുകൊണ്ട് ഈ നിയോഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്മയായിരിക്കും, പാപം ചെയ്യില്ല നമ്മൾ. ശരിയാണോ ഞാൻ പറയുന്നത്? നമുക്കൊരു നിയോഗമുണ്ട്, നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ ഈ കാര്യത്തിന് വേണ്ടിയാണ്, നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനൊരു പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല, കുറേയും കൂടി എനിക്ക് എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, ഇതും നിങ്ങളുടെ ഒരു ഹോംവർക്കായിട്ട് ഞാൻ തരികയാണ്. 2 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒന്ന്, ഒരു 10 മിനിറ്റിൽ ഏറ്റവും കുറഞ്ഞതാട്ടോ, ഒരു 10 മിനിറ്റ് നമുക്ക് തമ്പുരാന് കൊടുക്കാം വ്യക്തിപരമായി. അത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ മറ്റു ചുമ്മാ വേറെ ഏത് പുസ്തകം എടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല. ഒരു കാര്യവും കയ്യിൽ വേണ്ട, എൻ്റെ ഈശോയുമായിട്ട് ചുമ്മാ സംസാരിച്ചിരുന്നാൽ മതി. കുറച്ച് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മെത്തഡോളജി ഒന്നുമില്ല, കുറച്ച് വലിയ മെത്തേഡൊന്നുമില്ല. നിഷ്കളങ്കമായ യേശുവിന്റെ മുമ്പിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവനോട് പറയാനുള്ളതൊക്കെ പറയുക, അവൻ പറയുന്നത് കേൾക്കാമെന്ന് മനസ്സ് കാണിക്കുക, അവന്റെ എന്താണ് നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ കൊടുക്കുക, അവനോട് കുറെ നന്ദി പറയുക. നമ്മൾ കൂട്ടുകാരോട് എങ്ങനെയാ സംസാരിക്കുന്നത്? അങ്ങനെ ഇപ്പൊ കെട്ടിയവനോട് തെറി പറയുന്ന പോലെയല്ല, അല്ല കെട്ടിയവനോട് തെറി പറയുന്ന പോലെയല്ല, കുറച്ച് സ്നേഹത്തോടെയൊക്കെ നമ്മൾ ഈശോനോട് സംസാരിക്കുക. അതാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാതെ കുറെ ജ്ഞാനികൾ അല്ലെങ്കിൽ വലിയ ആത്മീയ ജീവിതം നയിക്കുന്നവർ, വലിയ കൃപയുള്ള, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ യേശുവുമായിട്ടുള്ള ഒരു വ്യക്തി ബന്ധത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ആത്മീയതയും എൻ്റെ പ്രാർത്ഥനാ ജീവിതവും. അതാണ് എൻ്റെ ആത്മീയ ബന്ധം ദൈവവുമായിട്ട്. അതുകൊണ്ട് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ, ഒന്നാമത്തെ പ്രാർത്ഥനാ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമത്തെ എന്തായിരുന്നു? കുടുംബ പ്രാർത്ഥന. രണ്ടാമത് വ്യക്തിപരമായ പ്രാർത്ഥന. അല്ലെ, ഓർമ്മയുണ്ടോ? നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ? മറവി രോഗമുള്ളവർ ഉണ്ടോ?
ബ്രഹ്മി എന്നെ ബ്രഹ്മിയായിരുന്നു, സന്തോഷ് ബ്രഹ്മി മേടിച്ചു തരണോ? അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ, മൂന്നാമത്തെ കാര്യം അത് ഞാൻ മൂന്നാമത്തേക്ക് വെച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ടും ഇന്നലെ മുഴുവൻ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തതുകൊണ്ടുമാണ് വിശുദ്ധ കുർബാന. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന ഇതിനേക്കാൾ മറ്റെന്താണ് ദൈവത്തിന് തരാനുള്ളത്? ഇതിനേക്കാൾ മറ്റെന്താണ് ദൈവത്തിന് തരാനുള്ളത്? ഇന്നലെ നമ്മൾ കേട്ടത് മുഴുവൻ അനുഭവങ്ങളായിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കേട്ടു. ദൈവത്തെ കുറേ അനുഭവിക്കാൻ നമുക്ക് പറ്റി. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ നമ്മൾ ശരിക്കും അനുഭവിച്ച് നമ്മൾ കുർബാന പങ്കെടുത്തില്ലേ? പങ്കെടുത്തോ? അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താണ് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പല വിചാരത്തിൽ പോകാൻ പാടില്ല. പല വിചാരത്തിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പേരുണ്ടല്ലോ. കള്ളത്തരാണോ? എത്ര പേരോ ഒന്ന് കൈ, പല വിചാരത്തിൽ പോകാത്തവരൊന്ന് കൈ പൊക്കി. ഉടായിപ്പാൻ തോന്നല്ല. പല വിചാരത്തിൽ പോയില്ല, ഞാൻ പോകും, പല വിചാരത്തിൽ പോകുന്നില്ലല്ലോ എന്നെങ്കിലും ചിന്തിച്ചില്ലേ? ഞാൻ പല വിചാരത്തിൽ പോകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചില്ലേ? ഞാൻ ഇടുവള്ളിയിൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഇടുവള്ളി ഇടവക, ഭദ്രാവതി രൂപതയുടെ ഇടവകയാണ്, അവിടെ ഞാൻ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. ഞാൻ അവിടെയുള്ള ഇടവക സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അൽമാരുണ്ട്, നല്ലൊരു ഇടവകയാട്ടോ. ഞാൻ റീജൻസി ചെയ്ത ഇടവകയാണ്. അപ്പോൾ ഞാൻ ഇടവക ധ്യാനിപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ 2ാമത്തെ ദിവസം പറഞ്ഞു, സ്നേഹമുള്ളവരെ, നമ്മളിത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പല വിചാരം പാടില്ല. നമുക്ക് ഏറ്റവും ശ്രദ്ധിച്ച്, ഞാൻ ഇന്ന് പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞിട്ട് അവര് വിശ്വാസ പ്രമാണത്തിന്റെ ഒരുക്കി, എന്നിട്ട് അവര് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പൊ കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ സമയത്ത് ഞാൻ ചോദിച്ചു, ഇന്ന് പല വിചാരത്തിൽ പോകാതെ വിശ്വാസ പ്രമാണം ചെല്ലി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ആരും കൈവെക്കുന്നില്ല. അപ്പൊ ഞാനും കൈവക്കിയില്ല, കാരണം ഇവര് പല വിചാരത്തിൽ പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാനും കൈവക്കിയില്ല, ആരും കൈവക്കിയില്ല. നമുക്കിന് പറയാൻ പറ്റുമല്ലോ അവിടെ. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ഈ ഭക്ഷണം കഴിക്കാൻ മഠത്തിൽ പോയപ്പോ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർമാരെങ്കിലും പല വിചാരത്തിൽ പോകാതെ ചെല്ലുമെന്ന് ഞാൻ വിചാരിച്ചു. സിസ്റ്റർ പറഞ്ഞു, ഞാൻ പല വിചാരത്തിൽ പോകാതെ ചെല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് വികാരജൻ പൈപ്പുമായിട്ട് ചെടി നനയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. അപ്പൊ പല വിചാരം ഇല്ലാതെ വിശ്വാസ പ്രമാണം ചെല്ലാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യം എന്നല്ല. ഈ ജവാന്മാരാരെങ്കിലും പല വിചാരം കൂടാതെ ചൊല്ലി തീർത്തോ? ചേട്ടന്റെ പേരെന്നാ? ജോസഫേട്ടൻ യൗസേപ്പ് പിതാവിന്റെ നാമധാരി ആയതുകൊണ്ട് ജോസഫേട്ടൻ പല വിചാരം കൂടാതെ ചൊല്ലി തീർത്തു. ചേർത്തില്ലേട്ടാ? വേറെ ആരുമില്ല? വേറെ ആരുമില്ലേ? കുഴപ്പമില്ല, സാരമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. പല വിചാരം കൂടാതെ, ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞെങ്കിൽ, വിശ്വാസ പ്രമാണം പല വിചാരം കൂടാതെ ചെല്ലുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പിശാച് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും, കുട്ടി പിശാച് വന്ന് തട്ടിക്കൊണ്ടിരിക്കും. പല വിചാരത്തിൽ പോകുന്ന പറഞ്ഞ് തട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പല വിചാരത്തിൽ പോകും. പക്ഷെ പോകാതിരിക്കണമെങ്കിൽ ശരിക്കും ഒരു ചൈതന്യം വേണം. കുറെ അമ്മച്ചിമാർക്ക് ചൈതന്യമുണ്ട്. ഒന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ, പല വിചാരം കൂടാതെ വിശ്വാസ പ്രമാണം ചെല്ലി അമ്മച്ചിമാരെ കൈവക്കിയേ? അമ്മച്ചിമാര് ഓക്കെ, താത്തിക്കോ. അപ്പച്ചന്മാർ രണ്ടു പേരുണ്ട്, അമ്മച്ചിമാര് കുറച്ച് പേരുണ്ട്. കുറെ ഉടായ്പ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുറെ പേര് വിശ്വാസ പ്രമാണം അങ്ങനെ ചെല്ലും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തെ പറ്റിയിട്ടാണ്. ദൈവം തന്റെ ജീവനെ നൽകുകയാണ് ഈ കൂദാശയിലൂടെ, തന്റെ ജീവനെ നൽകുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതിലേക്കൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. സ്നേഹമുള്ളവർ, ഇതിനേക്കാൾ മറ്റെന്താണ് ദൈവം നമുക്ക് തരാനുള്ളത്? പക്ഷെ ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതാണെങ്കിൽ കൂടി ആവർത്തിക്കുകയാണ്. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ വരാൻ പറ്റുന്ന ഒരിടമായിട്ട് ദേവാലയത്തെയോ വിശുദ്ധ കുർബാനയോ നിങ്ങൾ കാണരുത്. വിശുദ്ധര് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നത് നമ്മളെ വിധി ദിവസത്തിൽ കണക്കെടുക്കും. നമുക്ക് ശുദ്ധീകരണമോ സ്വർഗമോ നരകമോ എന്നവിടെ തീരുമാനിക്കപ്പെടും. വിശുദ്ധ കുർബാന നമ്മൾ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനുള്ള ഉപാധിയാണ്, വഴിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ പറയുക വിയാത്തിക്കാം. വിയാത്തിക്കാം എന്ന് പറഞ്ഞാല്, വിയാത്തിക്കാം എന്ന് പറഞ്ഞാൽ അറിയത്തില്ലല്ലേ? കുഴപ്പമില്ല. യാത്രാഭക്ഷണം എന്നാണ് വിയാത്തിക്കാം എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ വിയാത്തിക്കാം ഏതാണ് ഭാഷ എന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി, ഇനി തെറ്റ് പറയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് പിന്നെ പറയാം. വിയാത്തിക്കാം എന്നാണ് ഈ വിശുദ്ധ കുർബാന പറയുക. അതിന്റെ അർത്ഥം യാത്രാഭക്ഷണമാണ്. എന്ന് വെച്ചാൽ ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയില് നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് ഈ വിശുദ്ധ കുർബാന. അപ്പൊ നമ്മൾ ഈ വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിന് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ല പ്രിയമുള്ളവരെ. എന്നാൽ നമ്മൾ കണ്ടു, ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന, ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാതെ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച ഒരുപാട് വിശുദ്ധര് അവരുടെ ആത്മാവിന് മാത്രമാണ് ഭക്ഷണം കൊടുത്തത്. ആത്മാവിന് മാത്രമാണ് ഭക്ഷണം കൊടുത്തത്. നമ്മളോ ആത്മാവിന് മാത്രം ഭക്ഷണമില്ല, നമ്മൾ വെട്ടി വിളിച്ച് തിന്നുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് നോമ്പ് ശക്തമായിട്ട് എടുത്തവരുടെ കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് കൈ താത്തും. അവർക്ക് അപമാനമാകാതിരിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നില്ല.
നമുക്ക് ഭക്ഷണത്തെ പറ്റിയിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണത്തെ പറ്റി നമുക്ക് ചിന്തയില്ല എന്നുള്ളതാണ് നമ്മുടെ ആത്മീയതയുടെ കുറവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയെ പറ്റി ചോദിച്ചപ്പോൾ, ആത്മീയതയെ പറ്റി ചോദിച്ചപ്പോൾ 10ൽ 3 മാർക്ക് പോലും കൊടുക്കാതെ കണ്ണടച്ച് മിഴിച്ചു കുറെ പേര് ഇരുന്നത്. സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കണം. കർത്താവിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കണം. 1924 പാരീസ് ഒളിമ്പിക്സ് നടന്നു. 1924 ജനിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. ഓക്കെ. അപ്പൊ 1924 പാരീസ് ഒളിമ്പിക്സ്, അതിൽ എറിക് ലിൻഡൺ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ലാറ്റിൻ അമേരിക്കയുടെ അത്ലറ്റ് ആണ്. ഭയങ്കര ഓട്ടക്കാരൻ. ഇന്നത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരനാരാ? ഭയങ്കര സ്പീഡിൽ അറിയപ്പെടുന്ന ആള് എന്റെ മോനെ ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ട് അന്ന് ഈ ഓട്ടത്തിന്റെ വേഗതയിൽ അറിയപ്പെടുന്ന ആളാണ് എറിക് ലിൻഡൺ. ഇദ്ദേഹം വലിയ ഒരു ആത്മീയ മനുഷ്യനാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കും. നല്ല കാത്തലിക്, നല്ലൊരു ആത്മീയ, നല്ലൊരു ക്രിസ്ത്യാനി. ഇവര് ലണ്ടൻ പാരീസ് ഒളിമ്പിക്സിലേക്ക് വന്നു. തൊട്ട് മുമ്പത്തെ ഒളിമ്പിക്സിലും ഇദ്ദേഹം സ്വർണ്ണ മെഡൽ ജേതാവാണ്. അദ്ദേഹം ചരിത്രം കുറിച്ചിട്ടാണ് ആ മെഡലുമായിട്ട് വീട്ടിൽ പോയത്, രാജ്യത്തിലേക്ക് തിരിച്ചു പോയത്. ഈ പ്രാവശ്യവും അദ്ദേഹത്തെ വെല്ലാൻ വേണ്ടി ആരുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം കുറിക്കുന്നത് ചരിത്രമാണ്. ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെയാണ് തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നാളുകൾ കടന്നുപോയി. പാരീസ് ഒളിമ്പിക്സിന് അദ്ദേഹവും രാജ്യവും മറ്റെല്ലാ രാജ്യങ്ങളും വന്നു ചേർന്നു. പാരീസ് ഒളിമ്പിക്സ് ഓരോ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 100 മീറ്റർ ഓട്ടം, ഇദ്ദേഹം അതിലാണ് അറിയപ്പെടുന്നത്. ഈ 100 മീറ്റർ ഓട്ടത്തിൽ ഇദ്ദേഹം പങ്കെടുത്തു. ബാക്കിയുള്ളവർ മുഴുവൻ കുറെ അടി താഴെയാണ് എന്ന് പറഞ്ഞാൽ കുറെ മീറ്റർ പുറകിലാണ് ഈ ബാക്കിയുള്ളവര്. ഇദ്ദേഹം 1ാം സ്ഥാനം ചരിത്രം കുറിച്ചുകൊണ്ട് അദ്ദേഹം ഫിനിഷ് ചെയ്തു. അങ്ങനെ പ്രിലിമിനറി റൗണ്ടുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഫൈനൽ റൗണ്ടിലേക്ക് കയറുന്നു. ആ ഫൈനൽ റൗണ്ട് പിറ്റേ ദിവസമാണ് വെച്ചത്, അതായത് ഞായറാഴ്ച. ഇദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച എനിക്ക് ഓടാൻ പറ്റില്ല. കാരണം ഈ ഞായറാഴ്ച വെച്ചിരിക്കുന്ന ഈ ഫൈനൽ വെച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ആകെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ വിശുദ്ധ കുർബാന അർപ്പിതമാകുന്ന സമയത്താണ് ഈ ഇതിന്റെ ഫൈനൽ വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ദയവായിട്ട് നിങ്ങൾ ഈ ഫൈനലിൽ ടൈം മാറ്റണം. ഇദ്ദേഹം ഒളിമ്പിക്സിന്റെ പ്രധാനപ്പെട്ട ആളുകളോട്, ഭാരവാഹികളോട് സംസാരിച്ചു. രക്ഷയില്ല. രാജ്യത്തോട് സംസാരിച്ചു. രാജ്യം ആദ്യമൊക്കെ പുച്ഛിച്ചെങ്കിലും രാജ്യം ഇദ്ദേഹത്തിന്റെ ഈ ഒരു നിർബന്ധത്തിന് വഴങ്ങി. ഇദ്ദേഹം രാജ്യവും ഇവരോട് അഭ്യർത്ഥിച്ചു. പക്ഷേ ഒരാളുടെ, അത് എത്ര വലിയ ആളാണെങ്കിലും ഒരാളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവര് മാറ്റിയില്ല. പിറ്റേ ദിവസം ഫൈനൽ നടന്നു. ഫൈനൽ നടക്കുമ്പോൾ ബാക്കി എല്ലാവരും ഫൈനൽ ലൈനപ്പാണ്. ഇദ്ദേഹം വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യേശുവിനെ നാവിൽ സ്വീകരിച്ചിട്ട് കണ്ണുനീരോടുകൂടി യേശുവിനോട് പറഞ്ഞു, ഇതിനാണ് ഞാൻ വില തരുന്നത് യേശുവേ. ലോകം മുഴുവൻ എന്നെ പ്രകീർത്തിക്കും. ഒരുപക്ഷെ ഈ ലോകത്തിന്റെ നിറകയിൽ എനിക്ക് എത്താമായിരുന്നു ഈ മെഡലുമായിട്ട്. പക്ഷേ ആ മെഡൽ ഞാൻ ഉപേക്ഷിച്ചത് അതിനേക്കാൾ വിലയുള്ളവരാണ് നീ എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ടാണ്. ഇദ്ദേഹം കുർബാന സ്വീകരണം എല്ലാം കഴിഞ്ഞ് വീണ്ടും ഒളിമ്പിക്സിന്റെ ആ സ്ഥലത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ രാജ്യം ഇടപെട്ട് ഇവിടെ സംഘാടകരോട് മുമ്പിൽ അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന് മറ്റൊരു ഐറ്റത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവസരം. അങ്ങനെ 4000, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4000 മീറ്റർ ഓട്ടത്തിന് ഇദ്ദേഹത്തിന് അവസരം കിട്ടുകയാണ്. നമുക്കറിയാം 4000 മീറ്റർ, 100 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാമിനയാണ്. പക്ഷെ 4000 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മീറ്ററിന് വേഗതയാണെങ്കിൽ 4000 മീറ്ററൊക്കെ സ്റ്റാമിനയാണ്. അല്ലേ 100 മീറ്റർ ഓടുമ്പോൾ തളർന്നു വീഴുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാമിന എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ സ്റ്റാമിനയാണ് ഈ 4000 മീറ്ററിന് പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ ഇദ്ദേഹത്തിനാകെ വിഷമമായി. എന്താവും? കാരണം ഇതുവരെ ഈ അത്ലറ്റിക്സ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലാണെങ്കിൽ ഒരു അപമാനത്തിന്റെ പാത്രമാണ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് മാറിപ്പോകാം. എന്തായാലും രാജ്യത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ അവിടെ അദ്ദേഹത്തിന് അവസരം കിട്ടി. സ്നേഹമുള്ളവരെ, പിറ്റേ ദിവസം തിങ്കളാഴ്ച നടന്ന 4000 മീറ്റർ മത്സരത്തിൽ ഇദ്ദേഹം പ്രിലിമിനറി റൗണ്ടിൽ ഏകദേശം പാസ്സായി. ഏകദേശം അദ്ദേഹം കവർ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ ആളുകളുണ്ട്. സമ്മാനം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അദ്ദേഹം അന്ന് വൈകുന്നേരം നടന്ന പാരീസ് ഒളിമ്പിക്സിന്റെ 4000 മീറ്റർ ഓട്ടത്തിൽ ഇദ്ദേഹം ഫൈനൽ റൗണ്ടിൽ ലൈനപ്പായിട്ട് നിൽക്കുമ്പോൾ വെടിമുഴങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കോച്ച് ഓടി വന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ചെറിയൊരു പേപ്പർ കഷ്ണം കൊടുത്തു. ഇദ്ദേഹം പേപ്പർ കഷ്ണം തുറക്കാൻ സമയം കിട്ടില്ല. അപ്പോഴേ വെടിമുഴങ്ങി ഇദ്ദേഹം ഓടി. അങ്ങനെ ഓടി അവസാനം ഇദ്ദേഹം ആദ്യമൊക്കെ പുറകിലായിരുന്നുവെങ്കിലും അവസാന റൗണ്ടുകൾ ഓടി എത്തി അദ്ദേഹം 1ാം സ്ഥാനത്തോടു കൂടി വീണ്ടും ചരിത്രം കുറിച്ചിട്ട് ഇദ്ദേഹം
ഇദ്ദേഹം അവിടെ വിജയിയായി നിലത്ത് ശ്വാസം കിട്ടാതെ നിലത്ത് കിടന്ന് പിടഞ്ഞു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പേപ്പറിനെ പറ്റി അദ്ദേഹം ഓർത്തു. ആ പേപ്പർ തുറന്നിട്ട് ഇദ്ദേഹം നോക്കിയപ്പോ കണ്ടതൊരു വചനമാണ്. ആ വചനമാണ് 1 സാമുവേൽ 2:30. വചനം എന്താ? 1 സാമുവേൽ 2:30. ഇന്ന് കുർബാനയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? എന്നെ ബഹുമാനിക്കുന്നവരെ ഞാനും ബഹുമാനിക്കും, എന്നെ ബഹുമാനിക്കുന്നവരെ ഞാനും ബഹുമാനിക്കും. ഈ ഒരു വചനമാണ് അദ്ദേഹത്തിന്റെ കോച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ പേപ്പറിൽ ചുരുട്ടി കൊടുത്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചൊന്ന് നോക്കിക്കുക നിങ്ങൾ. ഒരു ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിൽക്കാമായിരുന്നു. പക്ഷേ ആ ഭൗതികമായ നേട്ടത്തെക്കാൾ അപ്പുറത്താണ് ഔഭൗമികമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള ആനന്ദമെന്നും വിശുദ്ധ കുർബാനയുടെ വില എന്നും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നത് കൊണ്ട് സാപത്തായിട്ട് തന്നെ അദ്ദേഹം ആചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുത്തിട്ട്, ദൈവത്തിന് വില കൊടുത്തിട്ട്, ഭൗതികമായ എല്ലാ കാര്യങ്ങളെയും പൗലോസ് ശ്ലീഹ പറയും പോലെ ഉച്ഛിഷ്ടമായിട്ട് കരുതി. പിന്നീട് ദൈവം അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കാരണമായത് ഒരേ ഒരു കാര്യം, ദൈവത്തെ ഇദ്ദേഹം ബഹുമാനിച്ചു. നമ്മൾ എത്രത്തോളം ബഹുമാനത്തോടു കൂടി ദൈവത്തിന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പല ആവർത്തി ഞാൻ ചോദിച്ച ചോദ്യമാണെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ഉള്ളിൽ വീണ്ടും വീണ്ടും കുത്തി ഞാൻ ചോദിക്കുന്നത്, ഇനിയൊരു ഞായറാഴ്ച കുർബാന നിങ്ങൾ മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇടദിവസങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയെ തന്റെ ജീവൻ ഒളിപ്പിച്ച് വെക്കുന്ന ദൈവം നാവ് നീട്ടി കൊടുക്കുമ്പോൾ കുറവ് നോക്കാതെ നാവിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ തമ്പുരാനെ സ്വീകരിക്കാൻ നമുക്ക് മനസ്സ് വേണ്ടേ? ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഉദയനഗർ പള്ളിയിൽ അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. ഉദയനഗർ പള്ളിയിൽ ആദ്യം കുമ്പസാരം എല്ലാം കഴിഞ്ഞ് കുർബാന എല്ലാം കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ ചേച്ചി പറ്റിയേ? എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കുർബാനയ്ക്ക് വരാൻ താല്പര്യക്കുറവുണ്ട്. ഞാൻ വലിയ കുർബാന താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ നീട്ടമൊക്കെ ഉള്ള കുർബാന താല്പര്യമില്ല. ഞാൻ ചെറിയ കുർബാനയുള്ള എന്ന് പറഞ്ഞാൽ മറ്റ് ലാറ്റിൻസിൽ പോകുന്നു അങ്ങനെയൊന്നും അല്ല ഉദ്ദേശം. ചേച്ചി പറഞ്ഞ് പെട്ടെന്ന് കുർബാന തീരുന്ന നമ്മുടെ പള്ളികളുണ്ടല്ലോ, അവിടെ പോയിട്ട് ഞാൻ കുർബാനയിൽ പങ്കെടുക്കും. എനിക്ക് ഇച്ചിരി നീട്ടമുണ്ട് ഈ പള്ളിയിൽ, അതുകൊണ്ട് എനിക്ക് താല്പര്യക്കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേച്ചി എന്താ ചെയ്യുന്നത്? ചേച്ചി പറഞ്ഞു, ഞാൻ നേഴ്സാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യാണ്. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ചേച്ചി ജോലി ചെയ്യുമ്പോൾ ചേച്ചി ഈ മടുപ്പ് തോന്നുന്നുണ്ടോ? ചേച്ചി പറഞ്ഞു, ഇല്ല, തോന്നുന്നില്ല. ഞാൻ ചോദിച്ച കാരണം എന്താന്ന് ചേച്ചിക്ക് അറിയോ? ചേച്ചി ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് കിട്ടുന്ന എന്താണ് ശമ്പളത്തെ പറ്റി ചേച്ചിക്ക് ഓർമ്മയുണ്ട്? അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന ഭൗതികമായ നേട്ടത്തെ പറ്റി ചേച്ചിക്ക് ഓർമ്മയുണ്ട്? ഞാൻ രണ്ടാമതായിട്ട് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് അവിടെ മേജർ സർജറീസും മൈനർ സർജറീസും നടക്കും, ചേച്ചിക്ക് മേജർ സർജറി ആണെന്ന് പറഞ്ഞ് ചേച്ചി മാറി നിൽക്കുക? ചേച്ചി ഇല്ല, മാറി നിൽക്കില്ല. ചേച്ചി പറഞ്ഞു, മൈനർ സർജറി ആണെങ്കിലും മേജർ സർജറി ആണെങ്കിലും രക്തം കണ്ടാലും മറപ്പില്ലാതെ തലകറങ്ങാതെ അവിടെ നിൽക്കും. കാരണം ചേച്ചിക്ക് കിട്ടാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചേച്ചിക്ക് ശരിയായ ചിന്തയുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് കിട്ടാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചേച്ചിക്ക് ചിന്തയുള്ളത് കൊണ്ട് ചേച്ചിക്ക് ഓപ്പറേഷൻ തിയേറ്ററും ചേച്ചിയുടെ ജോലിയും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പറേഷൻ വലുതാണോ ചെറുതാണോ ചേച്ചിക്ക് ചിന്തയില്ല. ചേച്ചി, ഞാൻ ചോദിച്ചു, ചേച്ചി ഈ വിശുദ്ധ കുർബാന നടക്കുന്നതൊരു മേജർ സർജറിയാണ്, ഇതിനേക്കാൾ മറ്റെന്തു സർജറിയാണുള്ളത്? യേശു തന്റെ ശരീരവും രക്തവും വെട്ടി മുറിച്ച് വിഭജിച്ചിട്ട് ഒരു അപ്പത്തിലേക്ക് ചേർത്ത് വെക്കാണ്. അതിനേക്കാൾ മറ്റെന്തു സർജറിയാണുള്ളത്? ചേച്ചിക്ക് ഒരു 10 മിനിറ്റ് കൂടുതൽ വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ മടുപ്പാണെങ്കിൽ മറ്റു പെട്ടെന്ന് തീരുന്ന കുർബാനയിലേക്ക്, പെട്ടെന്ന് തീരുന്ന പള്ളികളിലേക്ക് ചേച്ചി പോകുമ്പോൾ ചേച്ചി മനസ്സിലാക്കാത്ത ഒരു കാര്യം, ദൈവത്തിന് ചേച്ചി കൊടുക്കുന്ന വില അത്ര മാത്രമാണ്. ഒരു 5 മിനിറ്റ് കുർബാന നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ വാച്ച് നോക്കിക്കൊണ്ട് ശപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വില അതാണ്. പ്രിയമുള്ളവരെ, ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. ചേച്ചി അവസാനം കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, വാലിബനാണ് കണ്ടത്. വാലിബൻ കണ്ടിട്ടുള്ളവരില്ലല്ലോ അല്ലേ? ഇവർ തിയേറ്ററില്ലാത്തത് കൊണ്ട് വാലിബൻ കാണാത്തവരാണ്. ഓക്കെ, എന്തായാലും ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, ഞാൻ വാലിബനാണ് കണ്ടത്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഈ വാലിബൻ കാണാൻ വേണ്ടി ചേച്ചി എത്ര നേരം മുമ്പേ പോയി? സിനിമ തുടങ്ങിയിട്ടാണ് പോയത്? ഇല്ല. അയ്യോ, സിനിമ തുടങ്ങിയിട്ട് പോകാൻ പറ്റുമോ? ആദ്യത്തെ പ്രധാനപ്പെട്ട എഴുത്തും കുത്തും അല്ലെങ്കിൽ പരസ്യവും കണ്ടാലേ നമുക്ക് സമാധാനം ആവുള്ളൂ. ചേച്ചി പറഞ്ഞു, ഞാൻ 15 മിനിറ്റ് നേരത്തെ പോയി. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് 15 മിനിറ്റ് നേരത്തെ പോയപ്പോ എന്തെങ്കിലും ബോറടിച്ചോ? ഇല്ല. സിനിമ 2.5 മണിക്കൂർ, ബോറടിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണ് ചേച്ചിക്ക് ബോറടിച്ചത്? ഈ കുർബാന അത്ര വിലയോ ചേച്ചി കൊടുക്കുന്നുള്ളൂ. ഞാൻ ഈ കുറ്റപ്പെടുത്തി, ആ ചേച്ചിനെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാൻ ഈ പറയുന്ന, ആ ചേച്ചി പറയുന്ന ഒരുപാട് ഈ ഒരു നമുക്കൊക്കെ ഉള്ളൊരു മനോഭാവമാണ് അല്ലേ?
നമ്മൾ 15 മിനിറ്റ് മുമ്പ് സമയം, ഒരു നിമിഷം പോലും സിനിമയ്ക്ക് മുമ്പിൽ നമുക്ക് വൈകാൻ പാടില്ല. ഞാനും അങ്ങനെയാ. ഞാൻ ഇടയ്ക്ക് സിനിമ കാണാനൊക്കെ പോകും. ഞാൻ 1 മിനിറ്റ് വൈകാതെ എങ്ങനെയും പറപ്പിച്ച് തിയേറ്ററിൽ എത്തിയിട്ട് ടിക്കറ്റ് എടുത്ത് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ തിയേറ്ററിൽ പോയി കുത്തിയിരിക്കും. പരസ്യം കാണാൻ വേണ്ടിയല്ല, 1 മിനിറ്റ് പോലും സിനിമയ്ക്ക് വൈകാൻ പാടില്ല. നമ്മളും അങ്ങനെയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് 1 നിമിഷം പോലും നമുക്ക് വൈകാൻ പാടില്ല. നമ്മൾ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വൈകും, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇന്ന് തന്നെ നോക്കിയാൽ മതി, നമ്മളെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് സാഹചര്യങ്ങളൊക്കെ കുറെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഉണ്ടാക്കുന്നതാണെന്ന് ഈ സാഹചര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ. വേണമെങ്കിൽ നമുക്ക് കുർബാനയ്ക്ക് നേരത്തെ വരാം. ഒരു 10 മിനിറ്റ് മുമ്പ് ഫെയറാൻലവൽ ഇടാൻ തുടങ്ങിയിട്ട് തീർത്തിട്ട് വരാവുന്നതേ ഉള്ളൂ. 10 മിനിറ്റ് മുമ്പ് ഒരു പുട്ടി ഇട്ടിട്ട് തീർക്കാവുന്നതേ ഉള്ളൂ ഈ ഒരുക്കമൊക്കെ. അത് തീർക്കാതെ അവസാന നിമിഷം പള്ളിമണി അടിക്കുമ്പോഴത്തേക്കും പുട്ടിയും കൂട്ടിയിട്ടിട്ട് നമ്മൾ ആ സമയത്ത് ഓടിക്കേറി വരികയാണ്. കുറെയൊക്കെ അപ്പച്ചന്മാരുടെ കയ്യിലുണ്ട്. പതുക്കെ ഒന്ന് തെന്നിത്തെറിച്ച് വരുമ്പോഴത്തേക്കും സമയമാവും. എന്തുവാകട്ടെ പ്രിയമുള്ളവരെ, നമ്മളൊരു 10 മിനിറ്റ് മുമ്പെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം ഈ കുർബാനയെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു തമാശകളി അല്ല, ഇതൊരു തമാശകളിയല്ല. ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന വില പോലും എന്റെ കർത്താവിന് ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ ചോദിക്കണം എന്നോട് തന്നെ, എന്റെ ആത്മീയ ജീവിതം ഇന്ന് എവിടെ നിൽക്കുന്നു? നമ്മുടെ വീട്ടിലേക്ക് ഒരു VIP കടന്നു വരികയാണ്. ഏറ്റവും വലിയ VIP ആയിക്കോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ചിന്തിച്ചോ? ജുബ്ബയൊക്കെ ഇട്ടിട്ട് തേച്ച് മടങ്ങാതെ ഇങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വരുന്നു. വലിയ താടിയൊക്കെ ആയിട്ട്, കണ്ണൊക്കെ നല്ല സുന്ദരനായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീടൊക്കെ വല്ല വൃത്തിയാക്കി വെൽ ഫർണിഷ്ഡ് ആക്കി ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ വീടിനെ നമ്മൾ ഇടും. കാരണം വരാൻ പോകുന്ന ആരാ വരുന്നേ? ആരേട്ടാ? നരേന്ദ്രമോദി വരികയാണ് നമ്മുടെ വീട്ടിലേക്ക്. ഇനിയിപ്പോ കോൺഗ്രസ്സുകാരാണെങ്കിൽ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി, നമ്മുടെ നരേന്ദ്രമോദിയോ ആരെയോ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അത്രമാത്രം ഒരുക്കും. കാരണം വരാൻ പോകുന്ന VIP-യുടെ വില നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അത്രമാത്രം ഒരുക്കി നമ്മുടെ വീടിടും. കസേരയൊക്കെ തുടച്ച് പൊന്നുപോലെ ഇടും. നമ്മൾ ഭംഗിയായിട്ട് നമ്മുടെ വീട് നമ്മളിടും. സ്നേഹമുള്ളവരെ, ഈ VIP-കളെ സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടി ഇടമൊരുക്കാൻ നമുക്ക് സമയമില്ല. ക്രിസ്തു നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കി പ്രാർത്ഥനയുടെ ചൈതന്യത്തോടു കൂടി കർത്താവിന് മുമ്പിൽ നാവ് നീട്ടിക്കൊടുക്കാനോ പ്രാർത്ഥനയുടെ പിൻബലത്തോടു കൂടി കുർബാനയിൽ പങ്കെടുക്കാനോ നമ്മളെ തന്നെ ഒരുക്കാൻ നമുക്ക് സമയമില്ല. കാരണം നമുക്കറിയില്ല ഈ മനുഷ്യന്റെ, ഈ ദൈവത്തിന്റെ VIP സ്ഥാനം എന്താണെന്ന്. ഈ VIP-കളെ മുഴുവൻ ഉണ്ടാക്കിയവന്റെ, ഈ VIP-കളെ മുഴുവൻ സൃഷ്ടിച്ചവന്റെ, ഈ VIP-കളെ മുഴുവൻ രൂപകൽപ്പന ചെയ്തവനെ നമുക്ക് വിലയില്ലാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ഭൗതികമായ ആളുകൾക്ക് നമ്മൾ വില കൊടുക്കുന്നതിന്റെ 1% പോലും എന്റെ കർത്താവിന്, എന്റെ ഹൃദയത്തെ ഞാൻ വില കൊടുക്കുന്നില്ലെങ്കിൽ അതാണ് എന്റെ ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന വില എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ. നമ്മൾ ആദ്യത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചിട്ടാണ്. ഈ പ്രാർത്ഥനാ ജീവിതം ഒന്നാമത്തെ നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഒടുങ്ങാതിരിക്കട്ടെ, ഒരിക്കലും തീരാതിരിക്കട്ടെ, ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ശക്തി ഒരു ദിവസം പോലും, എത്ര സാഹചര്യം മോശമാണെങ്കിലും ഒരു ദിവസം പോലും നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല. രണ്ടാമതായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. നമുക്ക് ദൈവത്തിന് മുമ്പിൽ കൊടുക്കാൻ കുറച്ച് സമയം ഉണ്ടാവണം. ഒരു ജീവിതകാലം ഓക്കെ ഓക്കെ ഉറപ്പായി ആയിക്കോട്ടെ. ചേട്ടൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വിശ്വാസ പ്രമാണം ചെല്ലുക, ഈ പ്രാർത്ഥനകൾ ചെല്ലുക, ഇതിലൂടെ നമ്മുടെ തടസ്സങ്ങൾ, ആത്മീയമായിട്ട് തടസ്സങ്ങൾ മാറും. അതിലൂടെയൊക്കെ നമ്മുടെ ഈ ഒരു പേഴ്സണൽ പ്രയറിലേക്ക്, ദൈവവുമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? ചേട്ടൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചേട്ടൻ പറഞ്ഞ എന്താ? ഈ പ്രാർത്ഥനകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസ പ്രമാണം ചെല്ലുക, ചേട്ടൻ പറഞ്ഞ 33 വിശ്വാസം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്കൊരു ആത്മീയതയുടെ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവവുമായി
ദൈവമായിട്ട് നമുക്ക് പിന്നെ കണ്ട് സംസാരിക്കാൻ പറ്റും. പ്രിയമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചമാരെ, ഈ കണ്ട് സംസാരിക്കാനൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരിക്കലും ആ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വിട്ടു നടക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ തിരിച്ചു വരികയാണ്. നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം അത് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണമാണ്. വില കൊടുത്ത് ബലിയർപ്പിക്കുന്ന, വിശുദ്ധ കുർബാനിൽ അധിഷ്ഠിതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു നന്മ നിറഞ്ഞ ജീവിതം നമുക്കുണ്ടാവട്ടെ. ഒരു ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാന മുടക്കാത്ത, പരമാവധി ഇട ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു നല്ല സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. 1 സാമുവേൽ 2:30. എന്താ? എന്നെ ബഹുമാനിക്കുന്നവരെ ഒരു വചനം അങ്ങ് പഠിച്ചേ. 1 സാമുവേൽ 2:30 വചനം എന്നാ? എന്നെ ബഹുമാനിക്കുന്നവരെ ഞാനും ബഹുമാനിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. രണ്ടാമത്തേതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, പരസ്പരം മനസ്സിലാക്കുക. ഒരു കുടുംബ ജീവിതത്തിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനാ ജീവിതമാണെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരസ്പരം മനസ്സിലാക്കാത്ത ദാമ്പത്യം അധികം നാളൊന്നും പോവില്ല. ചിലപ്പോ പോകും, തള്ളി 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 നീക്കി പോകും. പക്ഷേ സന്തോഷവും സമാധാനവും ഒക്കെ എന്നോ അവസാനിപ്പിച്ചിട്ടുണ്ടാവാം, എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമ്മുടെ കുടുംബത്തിൽ ഈ പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ ഒരു നന്മ നിറഞ്ഞ ജീവിതാനുഭവം നമുക്കുണ്ടാവണം. കുറവുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾ കുറവുകൾ മാത്രമേ കാണൂ. നമ്മൾ പറയില്ലേ, മഞ്ഞപ്പിത്തമുള്ളവന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ മഞ്ഞയായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ മഞ്ഞപ്പിത്തമുള്ളവരാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പരസ്പരം മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു പുസ്തകം വായിച്ചു. അത് കഥയോ സംഭവമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന് വലിയൊരു സന്ദേശം തരാനുണ്ട്. കഥ ഇപ്രകാരമാണ്. കല്യാണം കഴിച്ചിട്ട് 3 മാസമായ യുവതി യുവാക്കന്മാർ, കല്യാണം കഴിച്ച് പുതിയ നവകോടികളായിട്ടുള്ള നവ ദമ്പതികൾ, ഇവര് ജീവിതം സന്തോഷത്തോടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. കെട്ടിയവനും കെട്ടികളും മാത്രമേ ഉള്ളൂ, മാറി താമസിക്കുന്നവരാണ്. അപ്പോ ഈ പെണ്ണ് ഒരു കുസൃതി പെണ്ണ്, ഒരു പാവം പെണ്ണ്, ഒരു പൊട്ടിപ്പെണ്ണ്. ഈ പെണ്ണ് ചേട്ടനോട് പറയും, ചേട്ടാ ഇന്ന് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമുക്കിന്ന് 2 റൂമിൽ കിടക്കാൻ പോകാം. ചേട്ടാ ചോദിച്ചു, എന്താടി പറ്റിയത് നിനക്ക്? നമ്മള് പറഞ്ഞു, ചേട്ടാ നമ്മള് 3 മാസം കൊണ്ട് നമ്മുടെ കുറവുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഇന്ന് രാത്രി നമ്മൾ 2 റൂമിൽ പോകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു A4 സൈസ് പേപ്പർ 2 റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ പേന എടുത്തിട്ട് ചേട്ടൻ എന്നിൽ നിന്ന് കണ്ട കുറവുകൾ ചേട്ടൻ എഴുതണം. ചേട്ടനിൽ നിന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയ കുറവുകൾ ഞാൻ എഴുതാം. അപ്പൊ ഏറ്റവും കൂടുതൽ കുറവുകൾ നമ്മൾ ആരാണ് കണ്ടെത്തിയത് നമുക്ക് നോക്കാം. ചേട്ടൻ പറഞ്ഞിട്ട്, ഈ പെണ്ണ് ആവശ്യമില്ലാത്ത വയ്യാവലിക്കൊന്നും പോവല്ലേ, ഇത് നമുക്ക് ഇതുപോലെ അങ്ങ് പോയാൽ മതി. പെണ്ണ് പിന്നെ നിർബന്ധിച്ചു. പെണ്ണുങ്ങളുടെ ശാഠ്യമല്ലേ അല്ലെ ചേട്ടന്മാരെ? പെണ്ണുങ്ങളുടെ ശാഠ്യം നമ്മൾ പിന്നെ തല കുനിച്ചില്ല, പിന്നെ നമ്മുടെ തലയിൽ കയറും. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞ ചേട്ടാ, നിങ്ങൾ അങ്ങനെയൊന്നല്ല. ഏതോ ഉഗാണ്ടയിലെ ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോ ഈ പെണ്ണിന്റെ നിർബന്ധത്തിനും ശാഠ്യത്തിനും വഴങ്ങി ഈ ചേട്ടൻ പറഞ്ഞു, ശരി എന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഏതായാലും ഈ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് 2 പേര് 2 റൂമിലേക്ക് പോയി. 2 പേരും 2 പേപ്പറിൽ, ഓരോ പേപ്പറിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കഥയൊക്കെ അടച്ച് ലൈറ്റ് ഓഫ് ആവുന്നില്ല. പെണ്ണടക്കി തലയുയർത്തി നോക്കുന്നു, ചേട്ടന്റെ റൂമിലെ ലൈറ്റ് ഓഫ് ആകുന്നുണ്ട്, ഓഫ് ആവുന്നില്ല. ചേട്ടനും തലയുയർത്തി നോക്കുന്നു, പെണ്ണിന്റെ റൂമിലെ ലൈറ്റ് ഓഫ് ആവുന്നില്ല. അങ്ങനെ പകൽ വെളുക്കുവോളം ഈ 2 ലൈറ്റുകളും ഓഫായില്ല. എവിടെയൊക്കെ രാത്രിയിൽ 5 മണി 6 മണി സമയമായപ്പോഴത്തേക്കും പതുക്കെ ലൈറ്റുകൾ ഓഫായി. എന്തായാലും ഒരു 8 മണി സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചേച്ചി ദോശയും ചമ്മന്തിയും ചട്നിയും ഒക്കെ ആയിട്ട് ചേട്ടൻ ടേബിളിൽ എടുത്തു വെച്ചു. ചേട്ടൻ പതുക്കെ പല്ലൊക്കെ തേച്ച് ചേട്ടനും വന്നു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സോഫയിലേക്ക് പോയിരിക്കുമ്പോൾ ചേട്ടൻ അടുത്ത് പെണ്ണ് അടുത്ത് വന്നിട്ടിരുന്ന് പറഞ്ഞു, ചേട്ടാ കുറവുകളൊക്കെ എഴുതിയില്ലേ, നമുക്കൊന്ന് വായിച്ചാലോ? ചേട്ടൻ പറഞ്ഞു, എന്റെ പൊന്നു പെണ്ണ്, നീ ആവശ്യമില്ലാത്ത പണിക്ക് പോവല്ലേ, ഇതുപോലെ നമുക്ക് പോകാം. വീണ്ടും പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, ചേട്ടൻ ഒരുമാതിരി പരിപാടി കാണിക്കരുത്, നമ്മൾ കഷ്ടപ്പെട്ട് എഴുതിയിട്ട് രാത്രി പകലാക്കിയിട്ട് ചേട്ടൻ ഇങ്ങനത്തെ പരിപാടി കാണിക്കരുതെന്ന് പറഞ്ഞു. ഏതായാലും ഈ പെണ്ണിന്റെ വീണ്ടും നിർബന്ധത്തിന് വഴങ്ങി. ചേട്ടൻ പറഞ്ഞു, ശരി ബാനി. ഈ പെണ്ണ് A4 സൈസിന്റെ മറുപുറമുള്ള കുറവുകളുമായിട്ട് പെണ്ണ് സോഫയുടെ ഇപ്പുറത്തെ അറ്റത്ത് വന്നിരിക്കുന്നു, മുഖാമുഖം ഇരിക്കുന്നു 2 പേരും. പെണ്ണ് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യാം, ഞാൻ വായിക്കാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ വായിക്കുക. ഈ ചേട്ടന്റെ പോക്കറ്റിൽ പേപ്പർ കിടക്കുന്നു. പേപ്പർ ഈ പെണ്ണിന്റെ കയ്യിലുള്ള പേപ്പറുമായിട്ട് പെണ്ണ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചു മുമ്പോട്ട് പോകും. ആദ്യമൊക്കെ ചെറിയ പുഞ്ചിരിയായിരുന്നെങ്കിൽ കുറച്ചും കഴിയുമ്പോഴത്തേക്ക് ചേട്ടന്റെ കണ്ണിങ്ങനെ ഉരുളാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ണിൽ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഈ 3 മാസത്തിനുള്ള ഈ പെണ്ണ് ഇത്രമാത്രം കുറവുകൾ, ഞാൻ പോലും കാണാത്ത കുറവുകൾ ഈ പെണ്ണ് കണ്ടെത്തിയല്ലോ എന്നുള്ള വേദനയോടെ ഇദ്ദേഹം ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ പെണ്ണ് എന്തോ വലിയ
അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ ഇവളിങ്ങനെ മുഴുവൻ വായിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വായനയെല്ലാം കഴിഞ്ഞു ഈ പെണ്ണിന്റെ അവസരം കഴിഞ്ഞ് അടുത്തത് ആരുടെ അവസരമാണ്? ഈ ചെറുക്കന്റെ അവസരമാണ്. ചെറുക്കന്റെ പോക്കറ്റിലിരിക്കുന്ന പേപ്പർ എടുത്ത് ഇദ്ദേഹം മുമ്പോട്ട് നീട്ടിയപ്പോൾ പെണ്ണ് മനസ്സിലാക്കി ഈ പേപ്പറിൽ ഒരു ചെറിയ കുനുകുനാന്ന് എന്തോ ഒരു സാധനം എഴുതിയിട്ടുണ്ട്, അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണ് പറഞ്ഞു, ഒരുമാതിരി പരിപാടിയായിപ്പോയി, ഞാൻ ഇത്രയും രാത്രി മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെട്ട് ചേട്ടന്റെ കുറവുകൾ എഴുതിയിട്ട് ചേട്ടൻ ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ട് കിടന്ന് ഉറക്കം വലിച്ച് ഉറക്കമായിരുന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എടി പെണ്ണേ, ഇത് പ്രധാനപ്പെട്ട കാര്യാട്ടോ, എടി പെണ്ണേ, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. നിന്റെ റൂമിന്റെ ലൈറ്റ് ഓഫ് ആക്കുമ്പോഴും നീ ലൈറ്റ് ഓഫ് ആക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ അപ്പോഴും ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല. ഞാൻ രാത്രി മുഴുവൻ നിന്നെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മുമ്പിൽ കുറവുകൾ വരാത്തത് കൊണ്ടല്ല, അതുകൊണ്ടാണ് ഞാൻ 1-2 കുറവുകൾ എഴുതിയിട്ട് അത് വെട്ടിക്കളഞ്ഞത്. ആ കുറവുകൾക്ക് മുമ്പിൽ നിന്റെ നന്മകൾ എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ആ കുറവുകളൊന്നും കുറവുകളല്ല എന്ന് തിരിച്ചറിവിലേക്ക് ഞാൻ എത്തി. അപ്പോ എനിക്ക് ആ കുറവുകളൊന്നും എഴുതാൻ പറ്റിയില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, അടുത്തതായിട്ട് കഥ അവസാനിക്കാൻ പോവാണ്, സംഭവം അവസാനിക്കാൻ പോവാണ്. ഈ പെണ്ണ് ചേട്ടന്റെ അടുത്തേക്ക് വന്ന് രണ്ടുപേരും വേറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു. സംഭവം അവിടെ തീർന്നു. പക്ഷേ ഇവിടെ നമുക്ക് ആരംഭിക്കുകയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കഥ ആരംഭിക്കാൻ പോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് കുറവുകൾ കണ്ടും തെറി വിളിച്ചും ബഹളം വെച്ചും ഒക്കെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ ക്രൂശിച്ചിട്ടില്ലേ? നിങ്ങളുടെ കെട്ടിയവന്റെ കുറവുകൾ കണ്ടിട്ട് അത് പറഞ്ഞ് അത് സ്വന്തം വീട്ടിലും അവരുടെയും വീട്ടിലും അയൽവക്കത്തും ഒക്കെ പറഞ്ഞും ഈ ചേട്ടനെ വേദനിപ്പിച്ച് നിങ്ങൾ സന്തോഷിച്ചിട്ടില്ലേ? സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, കുറവുകളിലേക്ക് നോക്കിയാൽ നമ്മൾ കുറവുകൾ മാത്രമേ കാണൂ. നമ്മുടെ ജീവിത പങ്കാളിക്ക് കുറവുണ്ടെങ്കിൽ ആ കുറവിനെ നികത്തേണ്ടത് ജീവിത പങ്കാളി നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ അത് പറഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കാനോ ഉള്ളതല്ല. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിത പങ്കാളിക്ക് ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവുള്ള മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം വെച്ചു തരുന്നത് നിങ്ങൾക്ക് നന്മയുള്ളത് കൊണ്ടാണ്. ആ നന്മ കൊണ്ട് വേണം അദ്ദേഹത്തിന്റെ കുറവിനെ നിങ്ങൾ നികത്താനായിട്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവിനെ നികത്തേണ്ടത് നിങ്ങളുടെ നന്മ നിറഞ്ഞ ജീവിതം കൊണ്ടാണ്. ദൈവം ആ കുറവുള്ള പെണ്ണിനെ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചു തന്നത് ആ കുറവിനെ നികത്താനുള്ള നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അവശേഷിപ്പിച്ചിട്ടാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2-9 എന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. സ്നേഹമുള്ളവരെ, ഈ പദ്ധതിയുടെ പൂർത്തീകരണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിത പങ്കാളി കടന്നു വരാൻ കാരണം. അല്ലാതെ ആക്സിഡന്റലായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ സംഭവിച്ച ഒരു കാര്യമല്ല. ചരിത്ര നാളുകൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിങ്ങളെ ദൈവം ഈ ഭൂമിയിലേക്ക് വിടുന്നതിന് മുമ്പേ നിങ്ങളുടെ തലയിൽ എഴുതി വെച്ച പെണ്ണിന്റെ പേരാണ് ഇവരുടെ പേര്. നിങ്ങളുടെ തലയിൽ എഴുതി വെച്ച ചെറുക്കന്റെ പേരാണ് ഇവരുടെ പേര്. ചിന്തിക്കരുത് വേറെ ഒരു പേരും കണ്ടില്ലേ ദൈവത്തിന് എഴുതി വെക്കാന്ന് ചിന്തിക്കരുത്. ദൈവത്തിന്റെ മനസ്സിലുള്ള പദ്ധതി അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, നമ്മുടെ നാശത്തിനുള്ളതല്ല, നമ്മുടെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുറവുകളിലേക്ക് നോക്കാത്ത ഒരു നന്മ നിറഞ്ഞ ജീവിതവും സ്നേഹം നിറഞ്ഞ ജീവിതവും നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം അലതല്ലട്ടെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംതൃപ്തി നിറയട്ടെ. നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവുകളിലേക്ക് നോക്കണ്ട, അത് തന്നെ നന്മയിലേക്ക് നോക്ക്. നമ്മൾ ഈ നന്മയിലേക്ക് നോക്കിയാൽ നന്മ മാത്രമേ കാണുള്ളൂ. നന്മയിലേക്ക് നോക്കിയാൽ നന്മ മാത്രമേ കാണുള്ളൂ. കുറവുകളിലേക്ക് നോക്കിയാൽ കുറവുകൾ മാത്രവും. ശരിയല്ല ഞാൻ പറയും, തെറ്റുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിത പങ്കാളിക്ക് എന്തേറെ കുറവുണ്ടെങ്കിലും ആ കുറവിനെ നികത്തുന്ന ഒരുപാട് നന്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ആ നന്മയെ സ്നേഹിക്കാൻ, അദ്ദേഹത്തെ കുറേം കൂടി മനസ്സിലാക്കാൻ നമുക്ക് തയ്യാറാവാം. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്ന സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ എന്നോട് പെരുമാറാൻ പറ്റുമായിരുന്നുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭം അദ്ദേഹത്തിന് ആ സമയത്ത് അങ്ങനെ എന്നോട് പെരുമാറാൻ പറ്റുമായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് സങ്കീർണമാണ്. ദി മോസ്റ്റ് കോംപ്ലക്സ് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് മനസ്സാണ്. അതിങ്ങനെ പലതലത്തിൽ ഇങ്ങനെ ഓളങ്ങൾ തള്ളിക്കൊണ്ടേയിരിക്കും, ഒരുപാട് ടെൻഷൻസും പ്രതിസന്ധികളും. അങ്ങനെ ഈ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറഞ്ഞ എളുപ്പമല്ല. ചിലപ്പോൾ ആ സങ്കീർണതയിൽ നിന്നിട്ടാവാം ഒരു പക്ഷേ എന്നോട് എന്റെ കെട്ടിയവൻ തെറി പറഞ്ഞത്. അതൊന്നും മനസ്സിലാക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ മനുഷ്യൻ എന്നോട് അങ്ങനെ പെരുമാറാൻ പറ്റുമായിരുന്നുള്ളൂ എന്ന് ചിന്തിച്ചാൽ എനിക്ക് കുറേ കൂടി എന്റെ കെട്ടിയവനെ സ്നേഹിക്കാൻ പറ്റും, എന്റെ കെട്ടിയോളെ സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുറവുകളിലേക്ക് നോക്കാതെ എന്റെ ജീവിത പങ്കാളി എന്റെ ചങ്കോട് ചേർത്ത് സ്നേഹിക്കാൻ വേണ്ടി തയ്യാറാവാം. എനിക്ക് ഒരുപാട് കുടുംബങ്ങളെ അറിയാം, 2 കെട്ടിൽ കിടന്നുറങ്ങുന്ന കെട്ടിയോനും കെട്ടിയോളും.
അത് മറ്റു ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കെട്ടിയോളെടുത്ത് കെട്ടിയവന് കിടക്കാൻ മടിയാണ്, കെട്ടിയോളെടുത്ത് കെട്ടിയവന് കിടക്കാൻ മടിയാണ്. കാരണങ്ങൾ എന്തും ആവട്ടെ പ്രിയമുള്ളവരെ, ഈ ഭാര്യാഭർത്തൃ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കലിന്റെ സ്നേഹിക്കലിൻ്റെതാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ സംഭവിക്കും. ഞാൻ പറഞ്ഞതുപോലെ നമുക്കറിയില്ല നമ്മൾ എപ്പം മരിക്കുമെന്ന്, നമുക്കറിയില്ല. മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മരണത്തിന് ശേഷം 6 അടി മണ്ണിന് ശേഷം നമ്മുടെയൊക്കെ ദീപ്തമായ സ്മരണം നിലനിൽക്കണമെങ്കിൽ ഒരു നന്മ നിറഞ്ഞ ജീവിതം, ഏറ്റവും കുറഞ്ഞത് ഒരു നന്മ നിറഞ്ഞ ദാമ്പത്യം നിങ്ങൾക്കുണ്ടാവണം, നമുക്കുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മരണത്തിന് ശേഷവും കണ്ണീർ വാർക്കാത്ത ഒരു ജീവിത പങ്കാളി നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ട് ഓർത്തിട്ട് ഇതുപോലെ ഒരു ജീവിത പങ്കാളി എനിക്ക് തന്നതിന് നന്ദി പറയുന്ന ദൈവമേ എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന, കരുതുന്ന, കണ്ണീരൊഴുക്കുന്ന ഒരു ജീവിത പങ്കാളി ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുക, അവരെ പരിഗണിച്ചും ബഹുമാനിച്ചും ജീവിക്കുക. എനിക്കിനി മൂന്നാമതായിട്ട് പറയാനുള്ളത് നിഷ്കപടമായ നിഷ്കളങ്കമായ സ്നേഹം ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിഷ്കപടമായ നിഷ്കളങ്കമായ സ്നേഹം. ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ പ്രാർത്ഥനാ ജീവിതം. രണ്ടാമത്തെ പരസ്പരം മനസ്സിലാക്കുക. മൂന്നാമത്തെ ഇപ്പൊ പറഞ്ഞാണല്ലോ. മൂന്നാമത്തെ നിഷ്കപടമായ നിഷ്കളങ്കമായ സ്നേഹം. 2018 നമുക്ക് നമ്മുടെ പ്രളയം വരുന്നത്. ഇപ്പൊ പ്രളയത്തിൽ ഒരുപാട് അനുഭവിച്ചവരാണ് ഞാനും ക്രിസ്ത്യൻസിനും ഒക്കെ. ഒരുപാട് അനുഭവിച്ചതാണ്, ഒരുപാട് വേദന സഹിച്ചതാണ്. അതായത് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആലുവ മംഗലപ്പുഴ സെമിനാരി, ആലുവ പ്രദേശം മുഴുവൻ വെള്ളം കയറി മറിഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ വലിയ വേലികൾ കൊണ്ട് കെട്ടിയ വലിയ വീടുകളും അല്ലെങ്കിൽ കൊട്ടാര സമുച്ചയങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു എറണാകുളം ടൗണ്, ആലുവ പ്രദേശങ്ങൾ, വലിയ BMW പിന്നെ ബെൻസും ഓഡിയും ഒക്കെ കയറി നടക്കുന്ന കുറെ VIPs ഒക്കെ ഉള്ള സ്ഥലം. പ്രളയം വന്നു, VIPകളെല്ലാം 0 ആയി. പിച്ചക്കാരും IASകാരും ഒക്കെ ഒരേ റൂമിലേക്ക് വന്നു. മംഗലപ്പുഴ സെമിനാരി മാത്രം തല ഉയർത്തി നിന്നു പ്രളയത്തിന്റെ സമയത്ത്. മറ്റൊന്നും കൊണ്ടല്ല, അത് പണിതത് ബ്രിട്ടീഷുകാരായതുകൊണ്ട് ഇച്ചിരി ഉയർത്തി പണിത്. നമ്മളാണെങ്കിൽ മണ്ണിലേക്ക് താത്തി പണിതേനെ. ഏതായാലും അവർ ഉയർത്തി പണിതുകൊണ്ട് മംഗലപ്പുഴ സെമിനാരി ഇങ്ങനെ ഉയർന്നു നിന്നു. ബാക്കി പ്രദേശം മുഴുവൻ വെള്ളത്തിലായി. അപ്പൊ ഈ നമ്മുടെ മംഗലപ്പുഴ സെമിനാരിയിലേക്ക് 1700 പേരോളം അഭയാർത്ഥികൾ നമ്മുടെ സഹായം ചോദിച്ചു വന്നു. അവർ വന്നതോടുകൂടി ഞങ്ങളൊക്കെ പുറത്തായി. ഞങ്ങളുടെ കിടക്കയും ഞങ്ങളുടെ ചെരുപ്പും ഞങ്ങളുടെ ഡ്രസ്സും ഒക്കെ ഈ പാവങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾക്കൊന്നുമില്ല, കിടക്കാൻ പോലെ സ്ഥലമില്ല. ബെഡ്ഷീറ്റ് എല്ലാം കൊടുത്തു. തണുത്ത് മരവിക്കുന്ന ഒരു അവസ്ഥ. ഫുള്ള് മഴ, ഫുള്ള് പ്രളയം, എല്ലായിടത്തും നോക്കിയാൽ വെള്ളം. നമ്മൾ 2018 സിനിമ കണ്ടോ? തിയേറ്റർ സിനിമയൊക്കെ TV-യിലും കാണാം കേട്ടോ, തിയേറ്ററിലേ കാണുള്ളൂ, നിർബന്ധമൊന്നും പിടിക്കണ്ട. അപ്പൊ നമ്മൾ 2018 സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രളയത്തിന്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഭീകരത ഞങ്ങൾ അനുഭവിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സബ് ഡീക്കന്മാരെന്ന് പറഞ്ഞാൽ തിയോളജിയാണ്, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫുഡിന്റെ ടീമിൽ ഞാനും അതിൻ്റെ അകത്ത് ഫുഡിന്റെ ടീമിലുണ്ട്. അപ്പോൾ ഈ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സെമിനാരിയുടെ ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിന്റെ കുഞ്ഞച്ചൻ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ കുഞ്ഞച്ചൻ ഹാളിന്റെ സൈഡിൽ കുറെ പേര് അവിടെ ഇവിടെ കിടപ്പുണ്ട്. കിടക്കാൻ സ്ഥലമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു അപ്പച്ചനും അമ്മച്ചിയും അവിടെ കിടപ്പുണ്ട്. ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും. ഒരു എന്താണ് നമുക്ക് കണ്ടറിയാം, ഒരു പാവപ്പെട്ട ഹിന്ദു നമുക്ക് കണ്ടറിയാം. ഇങ്ങനെ എന്താണ് ചെറിയ ഇതൊക്കെ ഇട്ടിട്ട് ചെറിയ മുണ്ടൊക്കെ കൊടുത്ത്, അപ്പച്ചനാണെങ്കിൽ ചെറിയൊരു മുണ്ട്, ഷർട്ടൊന്നുമില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു പാവം ഒരു അപ്പച്ചനും അമ്മച്ചിയും. അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് ചെന്നിട്ട് പറഞ്ഞു, അമ്മച്ചി ഭക്ഷണം കഴിക്കാൻ താഴെ പോകണം, എല്ലാവർക്കും കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അപ്പച്ചന് വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കൊണ്ടുതരാം, ബൈസ്റ്റാൻഡേഴ്സ് താഴെ പോകണം. അമ്മച്ചി പറഞ്ഞു, അച്ഛാ എനിക്കൂടെ കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പറയാൻ മണ്ടത്തരമാണ്. എന്നാലും ഞാൻ പറഞ്ഞു, കുറേ പേരുണ്ട് കിടപ്പ് രോഗികൾ, അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെ കൂടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അമ്മച്ചിക്ക് താഴേക്ക് വരാമോ, അപ്പച്ചനെ കൊണ്ട് ഞങ്ങൾ കൊണ്ടു കൊടുത്തോളാം. അമ്മച്ചി പറഞ്ഞു ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ ഞങ്ങളുടെ ആവർത്തിക്കുകയാണ്. ഈ അമ്മച്ചി പറഞ്ഞു, വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 73 വർഷമായി. 12-13 വയസ്സിൽ കല്യാണം കഴിയുന്നവരാണല്ലോ. 73 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് വരെ ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നല്ലാതെ ഉണ്ടിട്ടില്ല, ഒരു പാത്രത്തിൽ നിന്നല്ലാതെ, ഒരു പായിലല്ലാതെ ഞങ്ങൾ കടന്നിട്ടില്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, ഒന്നിച്ച് കിടക്കും, ഒന്നിച്ച് സന്തോഷിക്കും, ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. ഒരു ദിവസത്തേക്ക്
അച്ഛൻ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ മാറ്റല്ലേ, ഭക്ഷണം ഞാൻ കഴിച്ചാലേ അപ്പച്ചൻ കഴിക്കുകയുള്ളൂ, ഒരു ഉരുള ഞാൻ കഴിച്ചാലേ അപ്പച്ചൻ അടുത്ത ഉരുള കഴിക്കുകയുള്ളൂ. ഞാൻ കേട്ടപാടെ ഞാൻ ഓടി ഭക്ഷണം എടുത്തോണ്ട് വന്നു. ഈ അപ്പച്ചനും അമ്മച്ചിയും ഭക്ഷണം കഴിക്കുന്നത് കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടുകൊണ്ട് വന്നു. ഇതുപോലൊരു ദാമ്പത്യത്തെ ഞാൻ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല, അതിനു മുമ്പും കണ്ടിട്ടില്ല. ഈ അപ്പച്ചനും അമ്മച്ചിയും സ്നേഹിച്ച് ആ സ്നേഹത്തിൽ ചാലിച്ച് ആ ഉരുള ഉരുട്ടി അപ്പച്ചൻ്റെ വായി വെച്ച് കൊടുക്കുമ്പോൾ അമ്മച്ചനെ നോക്കി നിറപുഞ്ചിരിയോടെ അദ്ദേഹം സംതൃപ്തിയോടെ ചവയ്ക്കാനോ അരയ്ക്കാനോ പല്ലില്ലെങ്കിലും അദ്ദേഹം ഇറക്കി ആ സ്നേഹത്തോടെ ഈ അമ്മച്ചനെ നോക്കും. അപ്പച്ചൻ്റെ ഇവിടെയുള്ള ചോറ് പറ്റക്കെട് അമ്മച്ചി എടുത്ത് മാറ്റും. അതുപോലെ ഒരു ദാമ്പത്യമാണോ നമ്മുടേത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതാണ് പ്രിയമുള്ളവരെ നിഷ്കപടമായ നിഷ്കളങ്കമായ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വചന പ്രഘോഷണം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണ് വചന പ്രഘോഷണം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതുപോലെ മൈക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ മത്തായി സുവിശേഷം അങ്ങനെ പറയുന്നു, ലൂക്കാ സുവിശേഷം അങ്ങനെ പറയുന്നു എന്നൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പറയാൻ പറ്റിയാൽ നന്ന്, പറയാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല. നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് മുമ്പിൽ, നിങ്ങളുടെ മക്കൾക്ക് മുമ്പിൽ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് മുമ്പിൽ, നിങ്ങളുടെ നാട്ടിന് മുമ്പിൽ നിങ്ങൾ ജീവിച്ചു കൊടുത്തിട്ട് ജീവിച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. അതാണ് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ വചന പ്രഘോഷണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നിഷ്കപടമായ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ അവകാശിയായിട്ട് നമ്മൾ മാറണം. സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കൊടുക്കാതെ മരിച്ചതിന് ശേഷം നമ്മൾ സ്നേഹം കൊടുത്തോണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, പട്ടം കിട്ടിയിട്ട് ഇനിയിപ്പോൾ 4 വർഷം പൂർത്തി 5ാമത്തെ വർഷത്തിലേക്കാണെങ്കിൽ കൂടി ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിച്ചിട്ട് ഒരു സന്തോഷം പോലും കൊടുക്കാതെ ജീവിത പങ്കാളിയെ വേദന നിൽപ്പിച്ചിട്ട് മരണത്തിന് ശേഷം ഏറ്റവും വലിയ കല്ലറ, അതും വെള്ള നിറത്തിൽ തന്നെ വേണം, അത് പൊങ്ങി നിൽക്കണമെന്ന് വാശി പിടിക്കുന്ന കെട്ടിയോനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഈ എൻ്റെ പൗരോഹിത ജീവിതത്തിന്റെ ഇടയ്ക്ക്. ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷവും സമാധാനവും ജീവിത പങ്കാളിൽ നിന്ന് കിട്ടാതെ മരണത്തിന് ശേഷം വെള്ളക്കല്ലിൽ കുത്തിയെടുത്ത ശവക്കല്ലറയിൽ എൻ്റെ കെട്ടിയനെ അടക്കാവെന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ കപടതയില്ല. സ്നേഹമുള്ളവരെ, ജീവിതകാലം മുഴുവൻ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ജീവിത പങ്കാളി ഭാര്യ മരിച്ചതിന് ശേഷം അവളുടെ ശവമഞ്ചത്തിന്റെ തൊട്ട് മുമ്പിൽ എഴുന്നിട്ട് കണ്ണീരൊഴുക്കി കരയുന്നതിനേക്കാൾ വലിയ കപടതയില്ല ഈ ലോകത്ത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു റോസാപ്പ് കൊടുക്കാതെ മരിച്ചതിന് ശേഷം ഒരു റീത്ത് കൊണ്ട് ചങ്കത്ത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കാപട്യമല്ല ഈ ലോകത്ത്. സ്നേഹമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ട സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കണം. മരിച്ചതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശവമഞ്ചത്തിൽ കയറ്റി കടത്തിയാലും, ഏറ്റവും വലിയ പണം മുടക്കി ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു കല്ലറ നമ്മൾ നിർമ്മിച്ച് അദ്ദേഹത്തെ കൊണ്ട് അടക്കിയാലും, ഏറ്റവും വില കൊടുത്ത് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഏറ്റവും നല്ല പൂമാലയും ഇട്ടിട്ട് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക്, താഴേന്ന് മുകളിലേക്ക് പോകുന്ന കുറെ ബൾബും കൂടെ കുത്തി കയറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷത്തിന്റെ പുത്തം കൊടുക്കാൻ, സ്നേഹത്തിന്റെ പൂ കൊടുക്കാൻ, ജീവിതത്തിൽ എന്നും കപടതയില്ലാതെ നിഷ്കളങ്ക സ്നേഹത്തോടു കൂടി ജീവിത പങ്കാളിയോട് പെരുമാറാൻ നമുക്ക് പറ്റട്ടെ. മരിച്ചതിന് ശേഷം നിറകയിൽ കണ്ണുനീരിൽ ചാലിച്ച മുത്തം കൊടുക്കുന്നതിനേക്കാൾ വലുതാണ്, പ്രധാനപ്പെട്ടതാണ് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തിൽ ചാലിച്ച മുത്തം കൊടുക്കുന്നത്. നിങ്ങൾ ഈ കാര്യം മറക്കരുത്. നമ്മൾ 1-2 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ മുത്തം കൊടുക്കാത്തവര് മരിച്ചതിന് ശേഷം കണ്ണിൽ കുതിർന്ന മുത്തം കൊടുക്കാൻ നിന്നേക്കല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കൊടുക്കാത്തവര്, കണ്ണീർ കുടിപ്പിച്ചവര് മരിച്ചു കഴിയുമ്പോൾ അവിടെ ഇരുന്ന് നെടുവീർപ്പിട്ടേക്കല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഒരു റോസാപ്പൂ കൊടുക്കാത്തവര് മരിച്ചു കഴിയുമ്പോൾ ചങ്കത്ത് കൊണ്ട് റീത്ത് വെച്ചേക്കരുത്. കപടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നകലാൻ തുടങ്ങും. നമ്മുടെ ജീവിത പങ്കാളി എത്ര കുറവുണ്ടെങ്കിലും അവളെ ദൈവം നമുക്ക് തന്നതാണെങ്കിൽ ആ ജീവിത പങ്കാളി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. സ്നേഹത്തിൽ കപടതയില്ലാതെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അവളെ ആ ജീവിത പങ്കാളിയെ നമുക്ക് ചേർന്ന് നിർത്താം. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ ചേച്ചിമാര് പറഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? പ്രാർത്ഥനാ ജീവിതം. രണ്ടാമത്തെ ചേട്ടന്മാര് പറയട്ടെ. രണ്ടാമത്തെ ചേട്ടന്മാരെ നെറ്റ് നിന്ന് കുറെ പല വിചാരത്തിലാന്ന് തോന്നല്ലോ. നെറ്റ് നിന്ന് ചേട്ടന്മാരെ ചുമ്മാ ചേട്ടന്മാര് സങ്കടമുണ്ട്. ചേച്ചിമാരും കൂടെ ഏറ്റവും ഇവളുമാരി ഇരുത്തിക്കുന്ന എന്തിനാന്ന് ചിന്തിക്കണ്ടല്ലോ. എടാ നിങ്ങള് പുരുഷന്മാരല്ലേ, നേക്കുവോ? മേഡം നേക്ക്. ഓക്കെ, ഒന്ന് കൈ നോക്കിയെന്ന് കൈ പൊക്കിയേ, സൈഡിലേക്ക് വെച്ച് മൊന്തക്ക് അടിക്കരുത്. ഒരു ചെറിയ പാട്ട് പാടാം.
ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? പ്രാർത്ഥന ജീവിതം. രണ്ടാമത്തേത് അവിടെ പറയട്ടെ, ഒരു മിണ്ടാതി മടിയന്മാരായിട്ട് മാറും. അതെ ചേട്ടന്മാര് പറഞ്ഞേ, പരസ്പരം മനസ്സിലാക്കണം. മൂന്നാമത് നിഷ്കപടമായ സ്നേഹം. ചേട്ടന്മാര് കുത്തിരിക്കുവാണ് ഇവിടെ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അനങ്ങാം, പേരുറച്ചു പോയവരൊക്കെ ഒന്ന് അനങ്ങിക്കുന്നു. നല്ലവൻ അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പേരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പേരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കാൻ കാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടി നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടി എന്നെ കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നാമവുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവനെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും
ഞാൻ മണിക്കടവ് പള്ളിയില് ഈ കുഞ്ഞുകാലങ്ങളിലൊക്കെ പാട്ട് പാടുമായിരുന്നു. അപ്പൊ എൻ്റെ പെണ്ണുങ്ങളുടെ വോയിസ് ആയിരുന്നു. വോയിസ് മാറിയപ്പോഴത്തേക്ക് എൻ്റെ സ്വരം വെച്ചിട്ട് മാറിപ്പോയി. ഞാൻ എന്നാലും വിചാരിച്ചു എൻ്റെ പാട്ട് നല്ലതാണെന്നൊക്കെ വിചാരിച്ച് പള്ളിയിലൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന മറ്റുള്ളവരുടെ ശബ്ദത്തിന്റെ ഇടയ്ക്ക് എൻ്റെ ശബ്ദത്തിന്റെ വൃത്തികേട് മനസ്സിലാക്കാത്തത് കൊണ്ട് കൊയറിൽ തന്നെ ഞങ്ങൾ നിന്നുപോയി. എല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠനമെല്ലാം കഴിഞ്ഞ് സെമിനാരിയിൽ ചേരാൻ വേണ്ടി തലശ്ശേരി സെമിനാരിലാണ് ഞാൻ പഠിച്ചത്. ഞങ്ങൾക്ക് മൈൻഡർ സെമിനാരി ഇല്ല ഭദ്രാവതിക്ക്. അപ്പോൾ തലശ്ശേരി സെമിനാരി പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ബാഗിൽ ഡയറി വെക്കാൻ സ്ഥലമില്ല. ചെറിയ ഡയറി, പാട്ട് ഡയറി. നമ്മൾ പണ്ട് പാട്ടുകാരനായതുകൊണ്ട് നമ്മൾ പാട്ടുകാരാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഡയറി ബാഗിൽ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ ഡയറിയും പിടിച്ചിട്ടാണ് ഞാൻ സെമിനാറിലേക്ക് ചെല്ലുന്നത്. ഒരു കയ്യിൽ ബാഗും മറ്റേ കയ്യിൽ ഡയറി. ഈ ഡയറി കണ്ടിട്ട് ബാക്കിയുള്ള സീനിയേഴ്സൊക്കെ നമ്മളെ എന്താണ് സ്വീകരിക്കാൻ വേണ്ടി നിൽപ്പുണ്ടല്ലോ, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വലിയ പാട്ടുകാരനാണ് വരുന്നത്, വലിയ ഡയറി. ഇപ്പൊ ഗിത്താറും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും, എന്ത് വിചാരിക്കും, വലിയ ഗിത്താറിസ്റ്റാ, അയൽവക്കംകാരന്റെ ഗിത്താറുമായിട്ട് നടന്നു വരേണ്ട കാര്യമില്ലല്ലോ, വലിയ പാട്ടുകാരനാണെന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ വിചാരിച്ചു. ഞാൻ വലിയ പാട്ടുകാരനൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഡയറി എന്ന 10 പേരെ കണ്ടോട്ടെ നടത്തി ഞാനിത് പിടിച്ചത്. ഏതായാലും ഈ ഡയറിയും കൊണ്ട് ഞാൻ പോയി. എല്ലാം കഴിഞ്ഞ് അന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊയർ സെലക്ഷനാണ്. ഞാൻ പാട്ടൊക്കെ ഇങ്ങനെ പുസ്തകമൊക്കെ എടുത്തിട്ട്, നമ്മൾ പാട്ടുകാരനാണല്ലോ, പാട്ട് പാടി എല്ലാം കഴിഞ്ഞപ്പോഴാണ് അന്ന് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്താണ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നേക്കാൾ പാട്ട് പാടുന്നവരാണ് ബാക്കി എല്ലാവരും. എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ പാട്ട് പൊളിയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു പാട്ട്. അപ്പം അതിനുശേഷം എന്താണ്, ഞാൻ വലിയ പാട്ടിലേക്ക് നിന്നിട്ടില്ല. ഞാൻ പറയാൻ കാരണം ഈ ഷിൻസിന്റെ ഒക്കെ പാട്ട് എനിക്ക് അത്ഭുതം തോന്നും. എൻ്റെ മമ്മി കഴിഞ്ഞ ദിവസം ഇന്നലെ എല്ലാ ദിവസവും മമ്മിനെ കൊണ്ട് ശല്യമായി. മമ്മി ഇങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ട് ആ പാട്ടുകാരനാരാ, കൊച്ചിനോട് എനിക്കൊന്ന് മിണ്ടണം എന്ന് പറഞ്ഞ മമ്മി ഭയങ്കര ശല്യമാണ്. ഈ ഷിൻസിന്റെ പാട്ടൊന്ന് കൈയടി കൊടുത്താലോ. നല്ല പാട്ടല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഷിൻസിന്റെ പാട്ട്. ദൈവം തൊട്ട് അനുഗ്രഹിച്ച ഒരു മാനാണ്. ഭയങ്കര എളിമയും സ്നേഹവും നന്മയുള്ള അവന്റെ സ്വരത്തിൽ ദൈവം തൊട്ടതാണ് അല്ലേ? നിങ്ങൾ ശരിയല്ലേ? നല്ല പാട്ടാണ് ഷിൻസിന്റെ. ഒന്നുകൂടെ കൈ കൊടുത്തോ, ചേട്ടൻ തുടങ്ങിയതല്ലേ? ഓക്കെ, നമ്മളെ 4ാമത്തെ കാര്യത്തിലേക്ക് പോവാണ്. 1, 2, 3 ഓർമ്മയുണ്ടല്ലോ അല്ലേ? 4ാമത്തെ കാര്യം ജീവിത പങ്കാളിക്ക് വില കൊടുക്കണം എന്നുള്ളതാണ്. ജീവിത പങ്കാളിക്ക് വില കൊടുക്കണം. സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ചേ, ഉറങ്ങിപ്പോകരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എൻ്റെ ജീവിത പങ്കാളിക്ക് വില കൊടുക്കുന്നുണ്ടോ? ഞാൻ കൊടുക്കുന്ന വിലയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ വില എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ തിയറി പറഞ്ഞാലും ഇത് സത്യമാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കുന്ന വിലയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ വില. സമൂഹത്തിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിത പങ്കാളി ഉയർത്തി കാണിച്ചാൽ, കുറച്ചു കാണിച്ചാൽ എൻ്റെ ജീവിത പങ്കാളിയുടെ വില ഇടിഞ്ഞു. എൻ്റെ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഭാര്യയെ 4 തെറി പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളിയുടെ വിലയും എൻ്റെ വിലയും ഇടയും. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കുന്ന വില എത്രത്തോളം എൻ്റെ ജീവിത പങ്കാളിയെ എനിക്കൊന്ന് വില കൊടുത്ത് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. കണ്ണു തുറന്നു. 1990-ലാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കുന്നത്. 1990-ലാണ്. അന്ന് നമ്മൾ ജനിച്ചിട്ടില്ല. 3 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. 90-ല് ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ സമയത്താണ് അഞ്ജലി എന്ന ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം പരിചയപ്പെടുന്നത്. ഈ അഞ്ജലി ആരാന്നറിയോ? മറിയോ ആരാന്നറിയോ? മറിയോ ആരാന്നറിയത്തില്ലല്ലോ. അഞ്ജലി ആരാന്നറിയാം? യേശുവിന്റെ അമ്മയാണ് മറിയം. അപ്പോ ഈ അഞ്ജലി സച്ചിന്റെ കെട്ടിയോളാണ്. അപ്പോ അവളെ ആദ്യമായിട്ട് കാണുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ ഇദ്ദേഹത്തിന്റെ എന്താണ്, ഈ പെണ്ണ് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇവളെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് സൈറ്റ് അല്ലെ? ഫസ്റ്റ് എന്നാ പറയുന്നതിന്? ഫസ്റ്റ് സൈറ്റ് ലവ്. ചേച്ചിക്ക് അറിയാലോ. അപ്പൊ ഫസ്റ്റ് സൈറ്റ് ലവ് ഇദ്ദേഹത്തിന് ആദ്യമേ ഈ പെണ്ണിനെ കണ്ടപ്പോ തോന്നി. ആ സമയത്ത് ഇവള് വിദേശത്ത് പോയിട്ട് MBBS-ഉം MD-യും ഒക്കെ പഠിച്ചിറങ്ങി നല്ല രീതിയിൽ തന്റെ ജോലി പ്രൊഫഷൻ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടി. ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ പെണ്ണിന്റെ മുമ്പിൽ സച്ചിൻ വന്നിട്ട് പറഞ്ഞു, എടി പെണ്ണ്, എനിക്ക് ഇതിനെ കെട്ടണമെന്നുണ്ട്. അപ്പോ ഇവള് മുഖം കൊടുത്തില്ല, മാറിപ്പോയി.
കൂട്ടുകാരി പെൺകുട്ടികൾ പറഞ്ഞു, നീ എന്ത് പണിയെ കാണിച്ചു? ഒരുപക്ഷെ ഈ ലോകത്തിന്റെ ക്രിക്കറ്റ് ഈ മനുഷ്യനിലൂടെ തന്നെ ഒരുപക്ഷെ അറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്രിക്കറ്റ് താരം. തുടങ്ങിയപ്പോൾ തന്നെ സച്ചിൻ വളരെ പ്രശസ്തനായിട്ട് മാറിയിരുന്ന കാലമാണ്. അപ്പോ ഈ പെണ്ണൊന്നും മൈൻഡാക്കില്ല. നാളുകൾ കടന്നുപോയി. ഇതേ മുംബൈ എയർപോർട്ടിൽ തന്നെ സച്ചിൻ വീണ്ടും അഞ്ജലിയെ കണ്ടുമുട്ടി. വീണ്ടും സച്ചിൻ ഇവളോട് പറഞ്ഞു, ഈ പെണ്ണ് എനിക്ക് ഇതിനെ കെട്ടണമെന്നുണ്ട്. എന്തായാലും വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിന്റെ ശല്യം സഹിക്കാതെ വയ്യാതെയോ എന്തോ എവിടെയൊക്കെയോ പ്രേമം പൊട്ടിട്ടു. അങ്ങനെ പ്രേമലു ഉയർന്ന് ഇവർ കല്യാണം കഴിച്ചു. എന്തായാലും സ്നേഹത്തോടെ സന്തോഷത്തോടെ ദാമ്പത്യം മുമ്പോട്ട് പോയി. സച്ചിൻ അവസാനമായിട്ട് ക്രിക്കറ്റ് കളി കളിച്ചത് എവിടെയാണെന്നറിയോ? എവിടെയാ? ക്രിക്കറ്റ് കളി ഒന്നും കാണുന്നില്ല, തിയേറ്ററിൽ പോകുന്നു വേണ്ട ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി. അവസാനമായിട്ട് സച്ചിൻ ഇവിടെ ക്രിക്കറ്റ് കളിച്ചേ ഏതാ വർഷം എന്നറിയോ? 2012 മാർച്ച് 18 സച്ചിൻ വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ വെച്ച് അവസാനമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കെല്ലാം ശേഷം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കോഹ്ലിയും മറ്റുള്ള ടീംസൊക്കെ ഇവനെ തോളിലേറ്റിക്കൊണ്ട് ഗ്രൗണ്ട് ചുറ്റുന്നൊക്കെ ഓർമ്മയുണ്ടോ? അമ്മച്ചിമാർക്ക് ഓർമ്മയുണ്ടോ? ഏതപ്പോ ഗോതമംഗലം. അപ്പോ ഈ ഭയങ്കര സച്ചിൻ ടെണ്ടുൽക്കർ ആരെന്ന് മനസ്സിലായോ? സന്തോഷം. അപ്പോ ഈ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ചുറ്റലെല്ലാം കഴിഞ്ഞതിന് ശേഷം പത്രമാധ്യമ പ്രവർത്തകര് ഇദ്ദേഹത്തിനോട് വന്നിട്ട് ചോദിച്ചു, അങ്ങയുടെ കൂടെ കളിച്ചതിൽ, അങ്ങയുടെ കൂടെ പാർട്ട്ണർ ആയിരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട്ണർ ആരായിരുന്നു എന്ന് ഈ സച്ചിനോട് ചോദിച്ചു. ഇവര് പ്രതീക്ഷിച്ചു ഗാംഗുലിയോ സെവാഗോ അല്ലെങ്കിൽ VVS ലക്ഷ്മണനോ ദ്രാവിഡോ എന്നൊക്കെ പറയുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, എന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ, എന്റെ ഏറ്റവും നല്ല പങ്കാളി എന്റെ ഭാര്യയാണ്. ക്യാമറ കണ്ണുകൾ അവിടെ ഗാലറിയിൽ ഇരിക്കുന്ന അഞ്ജലിയുടെ മുഖത്തേക്ക് സൂം ചെയ്തു. ഇത് കേട്ടപ്പോ തന്നെ ഈ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഓരോ കണ്ണുനീർ കണങ്ങളും താഴേക്ക് ഇറങ്ങി പോകുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. പെട്ടെന്ന് തന്നെ സച്ചിന്റെ മുഖത്തേക്ക് ക്യാമറ തിരിച്ചു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, എന്റെ പെണ്ണിനെ അഞ്ജലിയെ ഞാൻ ആദ്യമായിട്ട് മുംബൈ എയർപോർട്ടിൽ കണ്ടുമുട്ടിയപ്പോൾ തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. ഞാനവിടെ പുറകെ നടന്നവളെ ഞാൻ സ്വന്തമാക്കി. എന്റെ പ്രൊഫഷന് വേണ്ടിയിട്ട്, എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതം അവള് ബലി കൊടുത്തു. അവള് പിന്നെ ഒരിക്കലും തന്റെ പ്രൊഫഷനിലേക്ക് പോയിട്ടില്ല. എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, എന്റെ ക്രിക്കറ്റ് ലോകത്തിന് വേണ്ടിയിട്ട് തന്റെ ജീവനെ ബലി കഴിച്ചിട്ട് എന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഭാര്യയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പങ്കാളി, എന്റെ ഏറ്റവും നല്ല പങ്കാളി. എന്റെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരോട് എനിക്കുള്ള ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ചങ്കത്ത് കയറങ്ങൾ വെച്ചിട്ട് പറയാൻ പറ്റുമോ എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പങ്കാളി എന്റെ ജീവിത പങ്കാളിയാണ്? ഒന്നും വേണ്ട, ഒന്ന് ചിന്തിച്ചാൽ മതി. അടുത്തൊരു ജന്മം ഇല്ല, ജന്മമൊന്നും ഇല്ലെങ്കിലും ചുമ്മാ നമ്മുടെ ചിന്തയ്ക്ക് ഇമാജിനേഷന് വേണ്ടിയിട്ട് അടുത്തൊരു ജന്മം കിട്ടിയ ഈ മനുഷ്യനെ മതി എന്ന്, എന്റെ കെട്ടിയവനായിട്ട് ഇദ്ദേഹം മതി എന്ന് പറയുന്ന അമ്മച്ചിമാർ കൈ ഉയർത്താൻ പറഞ്ഞാൽ നാളെ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ അടി കിട്ടും എന്നുള്ളത് കൊണ്ട് അമ്മച്ചിമാരെ കൈ ഉയർത്തണ്ട, ചേട്ടന്മാരും കൈ ഉയർത്തണ്ട. ഒന്ന് ചുമ്മാ ചിന്തിച്ചാൽ മതി, അടുത്തൊരു ജന്മം ഇല്ല. ഇമാജിനേഷന് വേണ്ടി മാത്രം ഉണ്ടെങ്കിൽ എന്റെ കെട്ടിയവനായിട്ട് ഈ മനുഷ്യൻ വീണ്ടും, ഈ നാറാണത്ത് ഭ്രാന്തൻ വീണ്ടും വരും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിമാര്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത പങ്കാളിക്ക് വില കൊടുത്ത് നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചു നമ്മൾ ജീവിക്കണം. ഞാൻ കൊടുക്കുന്ന വിലയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ വില എന്ന് പറയുന്നത്. ചിലപ്പോഴെങ്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് കാണിക്കുക. എൻ്റെ ജീവിത പങ്കാളിക്ക് അതില്ല, എൻ്റെ ഭാര്യയ്ക്ക് അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ പോയി പറഞ്ഞു നടക്കുന്നത് ഇത്രയേക്കാൾ വലിയൊരു ദുഷിച്ച കെട്ടിയവനില്ല ഈ ലോകത്ത്. നിങ്ങളുടെ നന്മയൊന്നും അല്ലത്. ചേച്ചിമാര് ചിന്തിച്ചോണം, അയൽവക്കത്തോട് എൻ്റെ കെട്ടിയവൻ അങ്ങനെയാണ്, എൻ്റെ കെട്ടിയവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞേക്കാൾ നശിച്ച കെട്ടിയോളും ഇല്ല ഈ ലോകത്ത്. അതുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്നിൽ തന്നെ ഒതുക്കണം. മറ്റുള്ളവരോട് പറഞ്ഞ് ദയവായിട്ട് നിങ്ങൾ നടക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കുന്ന വിലയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ വില എന്ന് പറയുന്നത്. യേശുവും ശിഷ്യന്മാരും വയലിലൂടെ നടന്നു പോവുകയാണ്. ശിഷ്യന്മാര് അവിടെ വിശന്നിട്ട് അവര് ഗോതമ്പ് തിരുമിയിട്ട് അവർ തിന്നാൻ തുടങ്ങി. ഇത് കണ്ട ഈ പരിസേര് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാരെന്താ ഇമാതിരി പരിപാടി കാണിക്കുന്നത്? യേശു പറഞ്ഞു, ഞാൻ സാപത്തിന്റെ കർത്താവാണ്, ഞാൻ സാപത്തിന്റെ കർത്താവാണ്. മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, തന്റെ ശിഷ്യന്മാരെ ഇവിടെ സേവ് ചെയ്യാണ്. എന്റെ ശിഷ്യന്മാരെ അവരുടെ അപമാനത്തിൽ വിട്ടുകൊടുക്കുന്നില്ല യേശു.
ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിത പങ്കാളി ഒരിക്കലും ഒരു അപമാനിതനാകാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ജീവിത പങ്കാളിക്ക് വില കൊടുത്ത് ചേർത്ത് നിർത്തണം. എത്ര കുറവുണ്ടെങ്കിലും ചേർത്ത് നിർത്തണം. നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം വ്യക്തിപരമായിട്ട് എന്നെ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന്റെ തന്നെ പ്രശ്നമാണ്. ഒരു ദാമ്പത്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നാട്ടോട്ട് പറഞ്ഞുകൊണ്ട് നടന്നു ഓർത്തിട്ട് ഒരു നന്മയും ഒരു വളർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിക്ക് വില കൊടുത്തുകൊണ്ട് ജീവിക്കണം. യൂദാസ് ഉറ്റിക്കൊടുക്കുമെന്നും പത്രോസ് പരിത്യജിക്കുമെന്നും യേശുവിന് നേരത്തെ അറിയാമായിരുന്നു. ഒരു ജനക്കൂട്ടത്തിന്റെ മുമ്പിലും യേശു പറഞ്ഞില്ല ഈ മന്ദനെ ഒറ്റുകൊടുക്കുമെന്ന് പറഞ്ഞില്ല, ഈ പൊട്ടനെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞില്ല. യേശു അവരുടെ അസ്തിത്വത്തെ, അവരുടെ ഡിഗ്നിറ്റിയെ, അവരുടെ മാന്യതയെ യേശു ഒന്നും മാനിച്ചിട്ടുണ്ട്. ഓക്കെ, ശിഷ്യന്മാർ അത്രയും കൂട്ടത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുത്തനെ ഒറ്റുകൊടുക്കുമെന്ന് തള്ളിപ്പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും അപമാനിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും, ഒരുപക്ഷെ നിങ്ങൾക്ക് പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ അപമാനിതനായ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. കഴിഞ്ഞത് കഴിഞ്ഞു പോട്ടെ. നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ജീവിത പങ്കാളി അപമാനിതരാകാതിരിക്കട്ടെ. അടുത്തതായിട്ട് 5ാമത്തെ കാര്യം, മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. ഒന്നാമത്തെ പറഞ്ഞേ ഈ ചേച്ചി പറയട്ടെ. ചേച്ചി പറഞ്ഞേ, ഏറ്റവും പൊക്കമുള്ള ചേച്ചി. അപ്പൊ ചേച്ചിനെ കാരണം പുറകിലുള്ളവരെ കാണാൻ പറ്റുന്നില്ല എനിക്ക്. ഈ ചേച്ചി പറയും. എനിക്ക് എല്ലാവരും കാണണം. ചേച്ചി ഇരുന്നോ. ഒന്നാമത്തെ കാര്യം എന്നായിരുന്നു? പ്രാർത്ഥനാ ജീവിതം. 2, പരസ്പരം മനസ്സിലാക്കണം. 3 നിഷ്കപടമായ സ്നേഹം. 4ാമത്തെ ജീവിത പങ്കാളിക്ക് വില കൊടുക്കണം. 5ാമത്തെ മക്കൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ചേച്ചി ഞാൻ ഈ പറയുമ്പോഴൊക്കെ ചേച്ചി ഉച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ ചോദിച്ചത്, ചേച്ചി 3 ദിവസമായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വചനം കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് 5ാമത്തെ പോയിന്റ്, മക്കൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. സ്നേഹമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ, നമ്മൾക്ക് ദൈവം മക്കളെ തന്നത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ്. ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിച്ചോ ആഗ്രഹിക്കാതെയോ നമ്മുടെ ദാമ്പത്യ സ്നേഹത്തിന് ദൈവം അതിന്റെ ഫലമായിട്ട് മക്കളെ ദൈവം തന്നിട്ടുണ്ട്. ആ മക്കളെ ദൈവം തന്ന അനുഗ്രഹമാണെന്ന് കരുതി അവരെ ചേർത്ത് നിർത്താനും സ്നേഹത്തോടു കൂടി അവരെ താലോലിക്കാനും ഒക്കെ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മൾ നമ്മുടെ നല്ല അപ്പനും അമ്മയായിട്ട് മാറുന്നത്. നമ്മുടെ മക്കൾ ദൈവത്തിന് അനുഗ്രഹമാണെന്ന് കണ്ടുകൊണ്ട് ആ മക്കളെ ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ഉത്തരവാദിത്വ ബോധ്യത്തോടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മളതെല്ലാം മാതാപിതാക്കന്മാരായിട്ട് മാറുന്നത്. ഈ മക്കൾക്ക് മുമ്പിൽ മാതൃകാപരമായ ഒരു വിശുദ്ധമായ ധാർമ്മികമായ നന്മ നിറഞ്ഞ ഒരു ആത്മീയ ജീവിതത്തിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നിങ്ങൾ നല്ല മാതാപിതാക്കന്മാരായിട്ട് മാറുന്നത്. മക്കളെ ജനിപ്പിക്കൽ മാത്രമല്ല, മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതും പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജനിപ്പിക്കുക എന്നതിനേക്കാൾ കഷ്ടപ്പാടുള്ളതാണ് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഈ മക്കളെ നല്ല രീതിയിൽ വിശുദ്ധരായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും, നമുക്ക് പറ്റും. കഴിഞ്ഞ ദിവസം ഷിൻസിനോട് സംസാരിച്ചപ്പോൾ ഷിൻസ് പറയായിരുന്നു, ഷിൻസ് പഠിപ്പിക്കുന്നത് ഏനപ്പോയി കോളേജിലാണ്. ജോയിച്ചേട്ടന്റെ മോളും ഏനപ്പോയി കോളേജിലാണ് പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഷിൻസ് പറയായിരുന്നു, ആ കോളേജിലുള്ള ഒരു നല്ലൊരു ശതമാനം പിള്ളേരും നൊട്ടോറിയസ് പിള്ളേരാണ്. ഉദ്ദേശിച്ച പറഞ്ഞ വാക്ക് നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജിലും നമ്മുടെയൊക്കെ അങ്ങനെയായി മാറുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഒരു നൊട്ടോറിയസ് ആയിട്ട് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപക്ഷെ അവന് മക്കൾക്ക് ഫ്രീഡം കിട്ടുന്നതുകൊണ്ടാവാം അങ്ങനെ. അവൻ പറഞ്ഞല്ല, അവർക്ക് ബേസിക്കലി നൊട്ടോറിയസ് ആണ്. ബേസിക്കലി ഫ്രീഡം കിട്ടുമ്പോൾ മാത്രമല്ല ഈ മക്കളൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും വളർത്തു ദോഷമില്ലാതെ വളർത്തിക്കൊണ്ടുവരാനും നന്മ നിറഞ്ഞ മാതൃക കൊടുക്കാനും പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കാനും തയ്യാറല്ലെങ്കിൽ മക്കൾ നാളെ നൊട്ടോറിയസ് ആയിട്ട് മാറും. അങ്ങനെ നൊട്ടോറിയസ് ആയിട്ട് മാറിയ ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിത വഴികളിൽ, യാത്രകളിലൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ, നമ്മുടെ മക്കൾ സോ ടു സേ നൊട്ടോറിയസ് ആയിട്ട് മാറാതിരിക്കാം. നമ്മുടെ മക്കൾക്ക് നല്ല ജീവിത വഴി കാണിച്ചു കൊടുക്കാം, പ്രാർത്ഥനയുടെ ജീവിതം കാണിച്ചു കൊടുക്കാം, മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാം. നമുക്ക് കഴിഞ്ഞ ഒരു നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും സാധ്യതയുള്ള ഒരു വീഡിയോ, യൂട്യൂബിലൊക്കെ വന്ന വാട്സപ്പിലൊക്കെ പ്രചരിച്ച ഒരു വീഡിയോ ആണ്. ഒരു കുടുംബം, വല്യപ്പച്ചനുണ്ട്, അപ്പൻ, അമ്മ, ഒരു കുഞ്ഞ്. വല്യപ്പച്ചൻ കിടക്കുന്നത് ഒരു ഇരുട്ട് റൂമിലാണ്, ഒരു ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു റൂം. അപ്പച്ചൻ അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഭാര്യ, കെട്ടിയോന്റെ അപ്പനാണ്, മരുമോളാണ്, ഒരു കുഞ്ഞ് ഒരു 2 വയസ്സുള്ള പെൺകുട്ടി. ഈ അമ്മച്ചി, അതായത് ഈ മരുമോള് കെട്ടിയോന്റെ അപ്പന് കൊടുക്കുന്നത്
ഒരു പാളപാത്രത്തിൽ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമുക്കറിയില്ല വീഡിയോയിൽ അത് വല്ല മാനസിക രോഗമുള്ള അമ്മായി വല്യപ്പനാണോ അമ്മായിപ്പനാണോ നമുക്കറിയില്ല. എന്നിരുന്നാലും എന്താവട്ടെ, ഒരു പാളപാത്രത്തിനകത്ത് ചോറ് ഇട്ടിട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നു. ഈ അപ്പൻ വളരെ ആർത്തിയോടെ പരവേശത്തോടെ അത് കഴിക്കുന്നു. അപ്പൊ തന്നെ ക്യാമറ ഈ കുഞ്ഞു മകളുടെ മുഖത്തേക്ക് ക്യാമറ കണ്ണുകൾ പോകുന്നു. ഈ കുഞ്ഞ് വളരെ വേദനയോടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പൂപ്പന്റെ മുഖത്തേക്ക് ക്യാമറ പോകുന്നു. അപ്പൂപ്പൻ സ്നേഹത്തോടെ കുഞ്ഞിനെ നോക്കുന്നു. അടുത്ത ഷോട്ട് വരുന്നത് പുറത്താണ്, വീടിന്റെ പുറത്ത്. അവരുടെ വീടിന്റെ പുറകില് ഈ കുഞ്ഞ് ഒരു പാളയില് ഒരു കത്തി കൊണ്ട് വെട്ടി എന്തോ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി ചോദിച്ചു, മോളെ കൊച്ചെത്തായി ഉണ്ടാക്കുന്നേ? ഇപ്പൊ ഈ കുഞ്ഞ് സംസാരിക്കാൻ പോലും കൃത്യമായിട്ട് അറിയത്തില്ല. ഈ കുഞ്ഞ് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചൊരു കാര്യം കൊച്ചു പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ അപ്പനും അമ്മയും വളർന്നു വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്ക് വേണ്ടിയുള്ള പാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, മാതൃക കൊടുക്കുന്ന അപ്പനും അമ്മയുമായി മാറണം നിങ്ങൾ. നിങ്ങളുടെ മാതാപിതാക്കന്മാര്, അത് പ്രായമുള്ളവരാവട്ടെ പ്രായം കുറഞ്ഞവരാകട്ടെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്, നിങ്ങളുടെ ഹലോ സാർ ഒന്നുകൂടെ ശ്രദ്ധിക്കുവോ? അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം കേട്ടോ. ബഹുമാനിക്കുവോ? സെറ്റല്ലേ? അപ്പൊ നിങ്ങളുടെ അപ്പനും അമ്മനെ നിങ്ങൾ ബഹുമാനിക്കണം. മക്കൾക്ക് നല്ല മാതൃക അപ്പച്ചനും അമ്മച്ചിയും കൊടുക്കണം. എന്റെ മക്കളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ അപ്പന്റെ അമ്മേന്റെ കണ്ണുനീരിന് കാരണമായിട്ട് നിങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല. നിങ്ങൾ വളർന്ന് വലുതാവും. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങളെപ്പറ്റി ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? ഒരു പ്രതീക്ഷയുണ്ട്. എന്നെപ്പറ്റി പ്രതീക്ഷയുണ്ട്. എൻ്റെ മമ്മി ഇന്നലെ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. മമ്മി ഇങ്ങനെ ധ്യാനം കേട്ടോണ്ടിരിക്കും, ഇപ്പോഴും കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, ഞാൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ് മമ്മി ഒരു വോയിസ് മെസ്സേജ് അത് അത് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് എന്റെ കരച്ചിൽ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇങ്ങനെ ഒരു മോനെ അങ്ങനെ പറഞ്ഞ് മമ്മി കുറെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷമായി. എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അപ്പൻ്റെ അമ്മൻ്റെയും അഭിമാനമായിട്ട് നമ്മൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാറണം. നമ്മുടെ അപ്പനും അമ്മയ്ക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് നമ്മളെക്കുറിച്ച്, നമ്മുടെ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ മക്കൾ വളർന്നു വരണം. നാളെ നിങ്ങളൊരു ചോദ്യചിഹ്നമായിട്ട് ഈ അപ്പൻ്റെ മുമ്പിൽ മാറാൻ പാടില്ല. നമുക്കറിയുന്ന എത്രയോ ഓരോ കോണ് പോലെ കേരളത്തിലാവട്ടെ കർണാടകത്തിലാവട്ടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വൃദ്ധമന്ദിരങ്ങൾ കൂടുന്നല്ലാതെ കുറയുന്നില്ല. വൃദ്ധമന്ദിരങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂര് മേജർ സെമിനാറിലാണ് ഫിലോസഫി ചെയ്തത്. അവിടെ ഞങ്ങള് ഒരു സ്ഥലത്ത് ഞങ്ങളൊരു വൃദ്ധമന്ദിരം സന്ദർശിക്കാൻ വേണ്ടി പോയി. ഒരു ടീച്ചറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ആ ടീച്ചറോട് സംസാരിച്ചു. ടീച്ചർ പറഞ്ഞു, എൻ്റെ മക്കള് 3 മക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. 3 മക്കളും അമേരിക്കയിലാണ്. അമ്മേനെ വേണ്ട. മരുമക്കൾ പറയുന്നു അമ്മേനെ വേണ്ട, മക്കൾക്കും അമ്മേനെ വേണ്ട. അമ്മ ഇപ്പൊ കഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുകയാണ്. സ്നേഹമുള്ള മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടും വിയർപ്പൊഴുകി ത്യാഗം ചെയ്തിട്ടാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ഒരു കണ്ണുനീരായിട്ട് നിങ്ങളുടെ ജീവിതം ഒരിക്കലും മാറാതിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയിൽ ഓരോ പടി നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും അപ്പൻ്റെ അമ്മേൻ്റെ മുഖത്തേക്ക് നോക്കണം. തട്ടിൽ പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏതൊരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ണടച്ചിട്ട് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം അത് ചെയ്യാൻ. എൻ്റെ അപ്പൻ്റെയും അമ്മയും മുമ്പിൽ നിന്നിട്ട് ഞാനത് ചെയ്യും എന്നാണെങ്കിൽ ചെയ്ത് ഒരു കുഴപ്പമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയുടെ മുമ്പിൽ ഒരു തെറ്റും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു വലിയ തെറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അപ്പൻ്റെ അമ്മേൻ്റെ മുഖത്ത് നോക്കി നമ്മൾ ജീവിക്കണം. പറഞ്ഞു മനസ്സിലായോ? പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചമാരെ, ഞാൻ ഈ പോയിന്റ് ചുരുക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട മാതൃക അത് നിങ്ങൾ കൊടുക്കണം, വളർത്തണം. അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവ കഥയാണ്. ഈ ഒരു ജയിലില് മോനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പോവാണ്. തൂക്കിക്കൊല്ലാനുള്ള കാരണം ഇദ്ദേഹം ഒരു കള്ളനായിരുന്നു. കള്ളൻ വീട്ടിൽ മോഷ്ടിക്കുമ്പോൾ വളരെ സാന്ദർഭികമായിട്ട് അബദ്ധത്തിൽ ഇവിടുത്തെ കുടുംബനാഥൻ കൊല്ലപ്പെടുകയാണ്. ഇദ്ദേഹത്തിന് തൂക്കിക്കൊല്ലാൻ വേണ്ടി കോടതി വിധിച്ചു. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ഈ മോനോട് ചോദിച്ചു, നിനക്ക് എന്താണ് അവസാനമായിട്ട് ആഗ്രഹം? ഈ മോൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മേനെ ഒന്ന് കാണണം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. ഈ അമ്മച്ചി ജയിലിലേക്ക് വന്നു. അമ്മച്ചിയോട് പറഞ്ഞു, എനിക്ക് ചെവിയിൽ പറയണം ഒരു കാര്യം. അമ്മച്ചിയുടെ ചെവി അവൻ കടിച്ചെടുത്തു. അധികാരികൾ ചോദിച്ചു, എന്ത് പണിയാണ് നീ കാണിച്ച്? ചോര വാർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചി ഈ മകൻ ചെവി തുപ്പിയിട്ട് പറഞ്ഞു, ഞാന്
ഞാൻ പല തെറ്റുകളിലൂടെ കുഞ്ഞിലെ മുതൽ കടന്നു പോയിട്ടുണ്ട്. ആദ്യം ഞാനൊരു വാഴക്കൊല കെട്ടപ്പോൾ അമ്മച്ചി ആ വാഴക്കൊല പഴുപ്പിച്ചെനിക്ക് തിന്നാൻ തന്നു. അത് ഞങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ചെറിയ ചെറിയ കളവുകൾ വലിയ വലിയ കളവുകളായപ്പോൾ അമ്മച്ചി ഒരിക്കലും എന്നോട് നോ പറഞ്ഞിട്ടില്ല. എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് ഞാൻ കൊലക്കയറിലേക്ക് ഞാൻ കയറി പോകുമ്പോൾ എൻ്റെ അമ്മച്ചി കേൾക്കാത്തത്, അതായത് എൻ്റെ ജീവിതത്തെ പറ്റിയിട്ട് കാണാതെ കേൾക്കാതെ അമ്മച്ചി സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അമ്മച്ചി എന്നെ ഉപയോഗിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ തിരുത്താത്തത് കൊണ്ട് ഞാൻ ഇന്ന് കൊലക്കയറിലേക്ക് കയറുകയാണ്. അമ്മച്ചി ഒരു പ്രാവശ്യമെങ്കിലും എന്നെ തിരുത്തിയിരുന്നെങ്കിൽ എനിക്ക് ഈ ജീവിതം ഉണ്ടാവില്ലായിരുന്നു. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമ്മുടെ മക്കളെ തിരുത്തുന്നതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കേണ്ട. എത്ര നമ്മൾ ചിലപ്പോഴൊക്കെ പറയും, എന്താണ് അടക്കിയാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാമരമാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അടയ്ക്കാമരമാണെങ്കിലും തിരുത്തേണ്ടത് തിരുത്തണം. അത് സ്നേഹത്തോടെ ആവണം. നമ്മളൊരു വലിയ ഭീകരജീവിയായിട്ട് മക്കൾക്ക് മുമ്പിൽ നിൽക്കരുത്. അതുപോലെ തന്നെ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും നിങ്ങൾ അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാം, മക്കൾക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമല്ല. അവര് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഫ്രീഡവും അവർക്ക് കൊടുക്കേണ്ട ഒരു ഫ്രീഡം കൊടുക്കണം. സ്വത്തൊക്കെ ഇങ്ങനെ മൂടി പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ ഈ സ്വത്ത് എൻ്റെ കൈക്കന്നെ കിടക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നേക്കരുത്. അതൊക്കെ സമയങ്ങളൊക്കെ എഴുതി കൊടുത്ത് നമ്മൾ ഇത് വെച്ചോണ്ടിരുന്നിട്ട് എന്നാ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിതം. എന്ന് പറഞ്ഞാൽ വിറ്റ് തുലച്ച് കളയാൻ വേണ്ടെന്നല്ല, പക്ഷേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സമയാസമയങ്ങൾ നമ്മൾ ചെയ്യണം. ഈ സ്വാർത്ഥതയൊക്കെ വിട്ട് നമ്മളൊക്കെ ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ ഈ കുഴിമാടത്തിന് അടുത്തുകൊണ്ടിരിക്കുന്നവരാണത് കൊണ്ട് തന്നെ അഹങ്കാരത്തിന് വലിയ വിലയൊന്നുമില്ല, ഞാനെന്ന ഭാവത്തിന് വലിയ വിലയൊന്നുമില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അച്ഛൻ, ബിനു പുതുശ്ശേരി അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ജോലി കിട്ടും. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ യൂത്തിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ അവന് നല്ലൊരു യൂത്ത്, എനിക്കറിയാവുന്ന, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇവൻ കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് 3-4 വർഷമായി, 2 പിള്ളേരുണ്ട്. ഇദ്ദേഹം പറമ്പിലേക്ക് പട്ടിയെപ്പോലെ പണിയെടുക്കണം, പക്ഷെ ഒരു 10 പൈസ കൊടുക്കൂല. ഒരു പെണ്ണിനൊരു പൊട്ടു വേണമെങ്കിൽ അപ്പൻ്റെ കാല് പിടിക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, നിങ്ങൾ അങ്ങനെയൊന്നും ആവല്ലേ. മക്കൾക്ക് കൊടുക്കേണ്ട വില കൊടുത്ത് തന്നെ വളർത്തിക്കൊണ്ട് വരണം. ഞാൻ പറഞ്ഞു വന്നത്, മക്കൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ മക്കളെ കൂടി നമുക്ക് സ്വർഗത്തിലേക്ക് ഏറ്റുകൊണ്ട് പോകാൻ പറ്റണം. നമ്മളിപ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ പ്രാർത്ഥന ജീവിതം. രണ്ടാമത്തെ പറഞ്ഞേ, രണ്ടാമത്തെ പരസ്പരം മനസ്സിലാക്കാം. മൂന്നാമത്തെ എന്തോ നിഷ്കപടമായ സ്നേഹം. 4-മത്തെ ജീവിത പങ്കാളിക്ക് വില കൊടുക്കുക. 5-മത്തെ മക്കൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇനി അടുത്ത ഒരു കാര്യം, സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്, സംസാരം ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട അപ്പച്ചമാരെ, അമ്മച്ചിമാരെ, നമ്മുടെ കുടുംബത്തില് വിള്ളലുകൾ ഒരു പരിധി വരെ സംഭവിക്കാൻ കാരണം സംസാരത്തിന്റെ കുറവാണ്. നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സങ്കടമുണ്ടോ? നീ ചിലത് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ പറയണോ? അത് എന്ന് പറഞ്ഞാൽ കുത്തി നോവിച്ചിട്ട് ഒരു സിറിജ് കുത്തി കയറ്റണമെന്നല്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറയാനുള്ളത് നിങ്ങൾ മനസ്സ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സ്നേഹത്തോടെ പറയണം. അതുപോലെ തന്നെ നിങ്ങളത് കേൾക്കാൻ മനസ്സ് കാണിക്കണം. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കണം. ഞാൻ ഈ നമ്മുടെ വെഡിങ് കല്യാണത്തിന് മുമ്പ് നമസ്കാരം കേൾപ്പിക്കാൻ വേണ്ടി ചെറുക്കനും പെണ്ണും ഒക്കെ വരുമല്ലോ. അപ്പൊ ഞാൻ പള്ളികൾ കൊച്ചിലായിരുന്ന സമയത്ത് ഞാൻ ഈ നമസ്കാരം ചെറിയ ഇതൊക്കെ ചോദിച്ച് കേട്ടതിന് ശേഷം ഉപദേശം കൊടുക്കുമ്പോൾ ഞാൻ ഈ പിള്ളേരോട് പറയും, മക്കളെ, നിങ്ങൾ കല്യാണം ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ആദ്യ രാത്രി മുതൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ മോളുടെ കയ്യിൽ നിന്ന് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. സ്നേഹത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് തീർത്തിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. സ്നേഹത്തോടെ പറഞ്ഞ് തീർത്തിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു 2 സംസ്കാരത്തിൽ നിന്ന് വരുന്ന, 2 സാഹചര്യത്തിൽ നിന്ന് വരുന്ന, 2 ഭാഷയിൽ നിന്ന് വരുന്ന, അല്ലെ, ഒരു പക്ഷെ 2 ഭാഷയിൽ നിന്നാവും, എന്തോ ആയിക്കോട്ടെ, പല സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ഈ ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിയോട് എനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് പറയണം, പറഞ്ഞു കൊടുത്ത് അത് തിരുത്തിയിട്ടോ അല്ലെങ്കിൽ സ്നേഹത്തോടെ പറഞ്ഞോ മനസ്സിലാക്കിയിട്ടോ സ്നേഹത്തോടെ മുമ്പോട്ട് പോകണം. ആ ഒരു സംസാരം നമ്മുടെ കുടുംബത്തിൽ കുറയുന്നതാണ് പലപ്പോഴും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിലും ഈ സംസാരം ഉണ്ടാവണം. നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് നിങ്ങളുടെ അപ്പനും അമ്മയാവണം. മക്കൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ഏറ്റവും നന്നായിട്ട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നത് എൻ്റെ അപ്പനോടും അമ്മയോടാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ വളർത്തിക്കൊണ്ട് വരുന്ന
വരിൽ എന്തോ കുറവുണ്ട് എന്നുള്ളതാണ്, നിങ്ങളുടെ വളർച്ചയിൽ എന്തോ കുറവുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് മുമ്പിൽ നല്ല സംസാരം ഉണ്ടാവണം. ചില മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മോൾ എല്ലാം എന്നോട് പറയാറുണ്ട്, എൻ്റെ മോൻ എല്ലാം പറയും. നിങ്ങൾ പറയണം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും തരും. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ കൂട്ടുകാരോടല്ല പറയേണ്ടത്. ഈ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്ക് അറിയാവുന്ന കുറച്ച് ഞുറുക്ക് സാധനങ്ങൾ നിങ്ങളുടെ അതിലേക്ക് തരും, നിങ്ങൾ മുമ്പ് തെറ്റിലേക്ക് വീഴുകയുള്ളൂ. ഈ ജീവിത പരിചയമുള്ള മാതാപിതാക്കന്മാരോടുള്ള സംസാരം നിങ്ങളുടെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ വലിയവരാക്കി മാറ്റും. ഞാൻ വീണ്ടും ചുരുക്കുകയാണ്, അടുത്ത കാര്യത്തിലേക്ക് ഞാൻ പോകുന്നു. നമ്മുടെ മദ്യപാനം, പുകവലി, ഞാൻ ചുരുക്കുകയാണ്, അവസാനത്തെ പോയിന്റ്. മദ്യപാനം, പുകവലി, അത്തരത്തിലുള്ള ആസക്തികൾ, ജഡിക ആസക്തികൾ വിട പറയണം പ്രിയമുള്ളവരെ. എനിക്കറിയാം ഈ ഇടവകയിൽ മദ്യപിക്കുന്ന കുറേ പേരുണ്ടാവും, ഉറപ്പായിട്ട് എല്ലാ ഇടവകയിലും ഉണ്ടാവും. അങ്ങനത്തെ കുറെ ടീംസ് ഉണ്ട്. മദ്യപിക്കുന്നവര്, പുകവലിക്കുന്നവര്, ഈ ഹാൻസും പാൻപരാക്കും അതിനൊക്കെ വിമലും അങ്ങനെ വലിയ വലിയ കൂടിയ സാധനങ്ങളൊക്കെ വെച്ച്, അതിനേക്കാൾ വലിയ ടീം സാധനങ്ങളൊക്കെ വെച്ച് നടക്കുന്നവര്, ജഡികാസക്തികളുടെ എന്താ പറയാ അന്ധകാരത്തിൽ ജീവിച്ച് മുമ്പോട്ട് പോകുന്നവര്. സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഭദ്രത എന്ന് പറയുന്നത് ജീവിത പങ്കാളിയുടെ സംതൃപ്തി കൂടിയിട്ടാണ്. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചിമാര് മദ്യപിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചേട്ടന്മാരോട് പറയാണ്, നിങ്ങൾ മദ്യപിച്ചാൽ നിങ്ങളുടെ ഭാര്യ സന്തോഷവതിയാണെങ്കിൽ നിങ്ങൾ മദ്യപിച്ച ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ചേച്ചിക്ക് കൈ ഉയർത്തിട്ട് പറയാൻ പറ്റില്ല, ചേട്ടൻ എത്ര വേണമെങ്കിലും കൂടി ചർമ്മാതിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഏതെങ്കിലും ഒരു അമ്മച്ചി കൈ പൊത്തി ഉയർത്തി പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഒരു കാരണവശാലും കൂടി നിർത്തിയേക്കരുത്. പറയും ചേച്ചിമാര്, പറയും കുടിച്ചോട്ടെ എന്ന് പറയും. പറ്റുമോ? ഇല്ല. ഈ അമ്മച്ചിമാര് നിങ്ങളുടെ കുടിയോർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം മുഴിക്കൊടിയന്മാരുടെ അർത്ഥത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിലും പ്രിയപ്പെട്ട അപ്പച്ചമാരെ, നിങ്ങൾ മുഴിക്കൊടിയൻ അല്ലെങ്കിലും സാധാ കുടിയനാണെങ്കിലും ഏത് ടൈപ്പ് കുടിയനാണെങ്കിലും കുടിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിച്ചൂടെ? നമുക്ക് ഈ മദ്യപാനത്തിലൂടെ കിട്ടുന്ന ഒരു നൈമിഷിക സുഖമുണ്ട്. നിങ്ങളല്ലായിട്ട് മാറുന്ന ഒരു സമയമാണത്, അല്ലേ? നമ്മുടെ ജീവിത പങ്കാളിയുടെ കണ്ണുനീരിന് കാരണമായിട്ട് സുഖത്തിലൂടെ പോയിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക്? നമ്മൾ ഈ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് അതിന്റെ നല്ലൊരു ശതമാനം മദ്യത്തിന് വേണ്ടി കളയുന്നു. അപ്പോ നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയും സ്നേഹവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ തകർത്തിട്ട് നിങ്ങൾ ഈ മദ്യപിച്ചിട്ട് ഈ നാറ്റം കൊണ്ട് വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഈ സാധനം മേടിച്ചിട്ട് കയറി പോകുന്നത് പിശാചിനെ കൂട്ടിയിട്ടാണ്. ഈ മദ്യപാനമൊക്കെ പിശാച് തന്നെയാണ്, ഈ പുകവലയും പിശാചാണ്, ഈ ലഹരിയുടെ എല്ലാ പദാർത്ഥങ്ങളും പിശാചാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയമുള്ള അപ്പച്ചന്മാരെ, നിങ്ങളുടെ പേഴ്സണലായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും മദ്യത്തിലേക്ക് അതിന്റെ പിടിയിലേക്ക് പോകരുത്. നമ്മൾ മറ്റൊരാളായിട്ട് മാറുകയാണ് ഈ മദ്യപിക്കുമ്പോൾ. നമ്മൾ എന്താണ് ഈ മദ്യപിക്കുക, ചിലര് എന്താ ചിരിയാണ്, അവരെന്നാ സുനാപ്പി അടിക്കുന്ന അറിയത്തില്ല. ചില മദ്യപന്മാര് ചിരിയോ ചിരി, ചില മദ്യപന്മാര് കരച്ചിലോ കരച്ചില്, ചില കുടിയന്മാര് കറച്ചിയോ കറച്ച. പലതരത്തിലുള്ള വികാരങ്ങളാണ് ഈ ഒരേ സാധനം അടിക്കുമ്പോഴും ഉണ്ടാകുന്നത്. ഒരേ ജവാൻ അടിച്ചാലും പല എക്സ്പ്രഷൻസ് ആണ്. ഈ സാധനങ്ങളൊന്നും വേണ്ടെന്നേ. നമ്മൾ എന്തിനു നമ്മുടെ ജീവിതം ചുമ്മാ തകർക്കുന്നേ? നമ്മുടെ ആരോഗ്യവും പോകും, നമ്മുടെ ജീവിതവും പോകും, നമ്മുടെ സന്തോഷവും പോകും. പിന്നെ എന്നെ കുന്തം കാണാൻ വേണ്ടി ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദയവായിട്ട് ഈ മദ്യപാനത്തിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും, പുകവലിയിലേക്ക്, മറ്റു ദുശ്ശീലങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്, നിങ്ങളുടെ കാല് പിടിച്ചുള്ള എൻ്റെ അപേക്ഷയാണ്. ഈ പ്രിയപ്പെട്ട അമ്മച്ചിമാർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുന്നത്. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, നിങ്ങൾ ഈ ഒരു ആസക്തിയിലേക്ക് നിങ്ങൾ വീണു പോകരുത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശാരീരിക വിശുദ്ധി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിന് കൊടുക്കാനുള്ള, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ ശരീരമാണ്. അത് വച്ചയ്ക്ക് ഞാൻ പറയാണ്. ആ ശരീരത്തെ ഭർത്താവിന് ആവശ്യമുള്ളപ്പോൾ, ഭാര്യയ്ക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കണം. അത് നിഷ്കപടമായ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. നിങ്ങളങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ പല വഴികളിലേക്കും കയറിപ്പോകും. അതൊന്ന്. രണ്ടാമത്തേത്, ഒരു കാരണവശാലും മറ്റൊരു പങ്കാളിയായിട്ട് ഒരിക്കലും ഒരു വേഴ്ചയിൽ ഏർപ്പെടാൻ പാടില്ല. തിരുവചനം പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും സന്ദേശമായിട്ട് പറയുന്നു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, സമയം പോയതുകൊണ്ട്. സ്നേഹമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ശാരീരിക വിശുദ്ധി, അത് കണ്ണിൻ്റെതായിക്കോട്ടെ, ചിന്തയുടേതായിക്കോട്ടെ, പ്രവൃത്തിയുടേതായിക്കോട്ടെ, ശരീരം വിശുദ്ധമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ സമ്മാനമാണ് ചാരിത്ര
വിശുദ്ധി നിറഞ്ഞ ശരീരം, ആ ശരീരം ഏറ്റവും വിശുദ്ധിയോടെ അത് ജീവിത പങ്കാളിക്ക് തന്നെ സമർപ്പിക്കാൻ പാടുള്ളൂ. ഒരു സുഖത്തിലേക്കും പടികേറി പോകുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു ശാരീരികമായിട്ടുള്ള അനാവശ്യമായ സുഖങ്ങളിലേക്കും പടികേറി പോവരുത്. അവിടെ തീരും നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ സ്നേഹവും സന്തോഷവും ഒക്കെ. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹത്തിൽ ഏർപ്പെടുമ്പോൾ എപ്പോഴും ഒരു കപടതയായിരിക്കും, എപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഒരു കുറ്റബോധമായിരിക്കും. അതുകൊണ്ട് ഈ കുറ്റബോധം ജീവിതത്തിലേക്ക് ഒരു വിഷം പോലെ കുത്തി നിറയ്ക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടമാണ്. ഈ ദൈവത്തിന്റെ ആലയമായി പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടമായ ഈ ശരീരത്തെ, യേശുവിന്റെ ശരീരം കടന്നു വരേണ്ട ഈ ശരീരത്തെ ആവശ്യമില്ലാത്ത വേഴ്ചകളിലേക്ക് വിട്ടുകൊടുത്തേക്കരുത്. ഒരു നിമിഷത്തിന്റെ സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ നരകിക്കേണ്ട ഒരവസ്ഥ, കുറ്റപ്പെടുത്തപ്പെടേണ്ട ഒരവസ്ഥ, നിരാശപ്പെടേണ്ട ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞ ഒരു 6 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്തായിരുന്നു? പ്രാർത്ഥനാ ജീവിതം. അതിൽ നമ്മൾ പറഞ്ഞു വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, വിശുദ്ധ കുർബാന, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ മാറണം. ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കണം. ഞായറാഴ്ച കുർബാന ദയവ് ചെയ്ത് നിങ്ങൾ മുടക്കരുത്. എത്ര സാഹചര്യം മോശമാണെങ്കിലും പരമാവധി ഞായറാഴ്ച ഇടവ് ദിവസങ്ങളിൽ കുർബാനയ്ക്ക് വരണം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പരസ്പരം മനസ്സിലാക്കുക. നമ്മുടെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കണം. കുറവുകൾ കണ്ടുമുട്ടാനല്ല, സ്നേഹിച്ച് ചേർത്ത് നിർത്തേണ്ടതാണ് ദാമ്പത്യം. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് നിഷ്കപടമായ നിഷ്കളങ്കമായ സ്നേഹം. ഒരു കുറവും ഒരു കളവും ഒരു ചെറിയ വെള്ളം പോലും നിങ്ങളുടെ ഈ സ്നേഹത്തിൽ ഉണ്ടാവരുത്. നിഷ്കപടമായ നിഷ്കളങ്കമായ വിശുദ്ധി നിറഞ്ഞൊരു സ്നേഹം ദാമ്പത്യ ജീവിതത്തിന്റെ ഭാഗമാവട്ടെ. നാലാമതായിട്ട് നമ്മൾ കണ്ടത് എന്തായിരുന്നു? ജീവിത പങ്കാളിക്ക് അതല്ലേ നാലാമത്തേതായിരുന്നു? ഞാൻ തന്നെ മറന്നുപോയല്ലോ. നാലാമത്തത് ജീവിത പങ്കാളിക്ക് വില കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന വിലയാണ് നമ്മുടെ ജീവിത പങ്കാളിയുടെ വില. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിത പങ്കാളിക്ക് വില കൊടുക്കാതിരിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കരുത്. നമ്മുടെ ജീവിത പങ്കാളിക്ക് വില കൊടുക്കുക. ദൈവം തന്ന പുണ്യമാണ്. എത്ര കുറവുണ്ടെങ്കിലും എൻ്റെ ജീവിത പങ്കാളി ചങ്കോട് ചേർത്ത് സ്നേഹിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടത് മക്കൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമുക്ക് ജീവന് വേണ്ടിയുള്ള തുറവി അത് പ്രധാനപ്പെട്ടതാണ്. ദൈവം എപ്പം നമുക്ക് ജീവനെ തന്നാലും നമുക്ക് ദൈവജീവനെ സ്വീകരിക്കണം. പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കുഞ്ഞിനെ മതി എന്ന് ചിന്തിക്കുന്നു. ഈ 5 വർഷം കഴിഞ്ഞിട്ട് ദൈവം കുഞ്ഞിനെ തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ശരിയല്ലേ? ദൈവം കുഞ്ഞിനെ തരാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ കൈ നീട്ടി വാങ്ങണം. നിങ്ങളുടെ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഭദ്രതയുണ്ടെങ്കിൽ, സാമ്പത്തിക ഉറപ്പുണ്ടെങ്കിൽ 2-1 നിർത്തിയേക്കരുത്. കുഞ്ഞുങ്ങൾ വരട്ടെന്നേ. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഷിൻസിങ്ങിനെ പറയുന്നത് കേട്ടു, നമ്മുടെ ലോറൻസ് പിതാവ് 7 മക്കളുള്ള ഒരു കുടുംബത്തിന്റെ അവസാനത്തെ കുഞ്ഞിന് മാമോദിസ കൊടുക്കാൻ പോയെന്ന്. മക്കൾ ഇതുപോലെ വളർന്നു വരുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. സ്നേഹമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ തുറവയുണ്ടാവട്ടെ ജീവന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 6-ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് സംസാരം ഉണ്ടാവണം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാനും സ്നേഹത്തിന് നിർമ്മതയിൽ പോകാനും ഈ ഒരു സംസാരം പ്രധാനപ്പെട്ടതാണ്. അടുത്തത് മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ജഡികാസക്തികൾ, ഇതൊക്കെ എന്നേക്കുമായിട്ട് വെറുത്തുപേക്ഷിക്കണം. ഈ ജഡികാസക്തി വ്യഭിചാരം മാത്രമല്ല, മാസ്റ്റർബേഷൻ ആയിക്കൊള്ളട്ടെ, സ്വയം ഭോഗം, ഫോണോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലൂ ഫിലിം കാണും, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നതാണ്. നമ്മുടെ കണ്ണും നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും എന്നും വിശുദ്ധമാവട്ടെ. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെ കൊടുത്തത് ദൈവത്തിനാണ്. ആ കൊടുത്ത ശരീരം എന്നും പരിപൂർണതയിൽ തന്നെ ഇരിക്കട്ടെ. ആമേൻ. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആരാധന ഒരു മണിയോടുകൂടി നമുക്ക് ആരാധന അവസാനിപ്പിക്കും. അതിനുശേഷം നമുക്ക് കഞ്ഞിയെ കുടിച്ച് ടാറ്റ പറഞ്ഞ് പോകാം. ഒന്ന് വെള്ളം കുടിക്കണോ? ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഒക്കെ പോരെ, അതുവഴി പോയേക്കരുത്. വെള്ളം കുടിച്ച് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരും കേട്ടോ.
പുറത്തുള്ളവരകത്തേക്ക് വരാമോ? അകത്തു നിന്ന് പോയവർ പുറത്തിരിക്കാതെ, പുറത്തിരിക്കുന്ന ചേട്ടന്മാരെ ശ്രദ്ധിച്ചോണം കേട്ടോ. കുറെ മടിയെന്ന് ചിലപ്പോൾ അവിടെ തന്നെ കുത്തിപ്പിടിച്ച് നിൽക്കും. ആദരയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. സ്നേഹമുള്ളവരെ, പരമാവധി പേര് അകത്തേക്ക് കയറാമോ? ദൈവം നമ്മെ തൊടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അകന്നു പോകരുത്. അത്താരയിൽ നിന്ന് സ്ഥലമുണ്ടെങ്കിൽ ഉണ്ട് തോന്നുകയാണെങ്കിൽ പുറത്തുള്ളവർ പരമാവധി അകത്തേക്ക് കയറാമോ? സ്നേഹമുള്ള ഈശോയെ, നിന്റെ നിറ സാന്നിധ്യത്തിന് മുമ്പിൽ, നിന്റെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുകയാണ്. യേശുവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഹൃദയ നിറവോടെ നിന്റെ വലിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയ്ക്ക് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ജീവിതത്തെ ഓർത്ത് എത്ര കുറവുണ്ടെങ്കിലും ഞങ്ങളെ നീ സ്നേഹിക്കുന്നത് നിന്റെ ചങ്കോട് ചേർത്ത് നിർത്തിയിട്ടാണ്. സാരമില്ല എന്ന് പറഞ്ഞ് നിറകിലും മുത്തം തന്നിട്ടാണ്. കാരണം ഞങ്ങൾ നിന്റെ സ്വന്തമാണ്. ഞങ്ങൾ ഒരിക്കലും നീ ഉപേക്ഷിക്കില്ല. ഞങ്ങൾക്കറിയാം ആ ഉപേക്ഷിക്കാത്ത ദൈവമാണ്, ആ സ്നേഹിക്കുന്ന ദൈവമാണ്, ആ കാരുണ്യത്തിൻ്റെ മൂർത്തി ഭാവമാണ്. ഈ ദിവ്യകാരുണ്യമായി ദൈവമായി അൾത്താരയ്ക്ക് മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ നിറ സാന്നിധ്യത്തിന് മുമ്പിൽ ഞങ്ങളെ ശിരസ്സ് നമിക്കാം. ദൈവമേ, സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്ന ഈ വിശുദ്ധമായ സമയത്ത് മനുഷ്യനെ കാണാനായിട്ട്, ആ പച്ച മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്വന്തമാക്കാനായിട്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന ദൈവത്തെ കണ്ടുമുട്ടുന്ന മാലാഖമാർ പോലും അത്ഭുതത്തോടെ, സന്തോഷത്തോടെ, സ്തുതികീർത്തനങ്ങളോടെ ദൈവത്തെ ഈ ഭൂമിയിൽ വന്ന് സ്തുതിച്ചു പാടുന്ന വിശുദ്ധമായ സമയം. എത്രയോ വലിയ കാരുണ്യമാണ് അവിടെ നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. അതങ്ങനെയാണ് താൻ. ദൈവമക്കളാക്കാനായിട്ട്, ദൈവം ആക്കാനായിട്ട്, ദൈവം മകളാക്കാനായിട്ട് ദൈവം നമ്മുടെ മുമ്പിലേക്ക് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കാരുണ്യത്തിൻ്റെ മൂർത്തി ഭാവമായി കടന്നു വന്നിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒന്ന് ശിരസ്സ് നമിക്കാം. നമുക്ക് തമ്പുരാനെ ഒന്ന് ആരാധിക്കാം. തമ്പുരാന്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലോരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ.
ആരാധന ആരാധന ആത്മാവിലാരാധന. വിശുദ്ധ കുർബാനയിൽ യേശുവിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കി. ആരാധന ആരാധന ആയിരം ആരാധന. ഇരു കൈകളും ഒന്ന് യേശുവിലേക്ക് ഒന്ന് നീട്ടിക്കൊണ്ട് ആരാധന ആരാധന ആത്മാവിലാരാധന. ചേർന്ന് പാടാം ഒരിക്കലും കൂടി. ആരാധന ഉച്ചത്തിൽ പാടട്ടെ, ആത്മാർത്ഥമായിട്ട് പാടട്ടെ. ആയിരം ആരാധന. സ്നേഹമുള്ളവരെ, ഈരടി തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന സമർപ്പണമാണ്. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ്. ആരാധന അത് ആത്മാർത്ഥമാവട്ടെ. ആരാധന ആയിരം ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്തുതിച്ചട്ടെ, സ്തുതിക്കട്ടെ, ആത്മാർത്ഥമായി സ്തുതിക്കട്ടെ, ഉച്ചസ്വരത്തിൽ സ്തുതിക്കട്ടെ. ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെ സ്വന്തമാക്കാനാണ്, നിന്നെ സ്വന്തമാക്കാനാണ്, നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനാണെങ്കിൽ അവന്റെ കർണപുടത്തിലേക്ക്, അവന്റെ ചെവിയിലേക്ക്, അവന്റെ കേൾവിയിലേക്ക് എന്റെ സ്വരം എത്തണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബത്തേമിയോസ് വഴിയരികിൽ നിന്ന് യാചിച്ചപ്പോ യേശുവിന്റെ കർണപുടത്തിലേക്ക് അവന്റെ സ്വരം ഉയരാൻ കാരണം ആ കൂട്ടത്തിൽ അവന്റെ സ്വരത്തിന്റെ പ്രത്യേകത വിശ്വാസത്തോട് കൂടിയിട്ടുള്ളതും ദൃഢതയോട് കൂടിയിട്ടുള്ളതുമായിരുന്നു. സ്നേഹമുള്ളവരെ, ശക്തിയോടെ, വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹൃദയം ഉരുകി ദൈവമേ കണ്ടമിഴി നമുക്ക് വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ബർത്തിമേസിന് തടസ്സമായിരുന്ന ജനക്കൂട്ടമാണ് നമുക്ക് മുമ്പിൽ തടസ്സമാകാതിരിക്കട്ടെ. ഇവിടെയുള്ള ജനക്കൂട്ടം എന്റെ തമ്പുരാൻ എന്നെ കാണാനായിട്ട് അൾത്താരയിലേക്ക് വന്നിട്ട് എന്റെ തമ്പുരാനെ നോക്കാനൊന്ന്, മിണ്ടാനൊന്ന്, സംസാരിക്കാനൊന്ന്, ആരാധിക്കാൻ എനിക്ക് തടസ്സം ഇവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മാത്രം അപാകത സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് സ്തുതിച്ചേ. യേശുവേ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കൈയടിച്ച് പാടാമേ. തിരുകരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സമയം യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയ പ്രിയമുള്ളവരെ, എത്രയോ സുന്ദരമായ ഒരു മുഖം, എത്രയോ കരുണ നിറഞ്ഞ തുളുമ്പുന്ന സ്നേഹത്താൽ നിപൃഢമായ ഒരു മുഖം. ആ സ്നേഹത്തിന്റെ കണ്ണുകൾ നമ്മളെ നോക്കുകയാണ്. ആ സ്നേഹത്തോടു കൂടി ദൈവം നമ്മളെ നോക്കുകയാണ്. മോനെ, മോളെ, നീ ഇതിലേക്ക് തിരികെ വന്നതിന് നന്ദി എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നമ്മളെ വാരി പുണരുകയാണ്. ധൂർത്തപുത്രൻ
തിരിച്ചു വന്നപ്പോ അവനെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് നിറകിൽ മുത്തം കൊടുത്ത അതേ പിതാവായ ദൈവം നമ്മുടെ തിരിച്ചുവരവ് കണ്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. തിരുവചനം പറയുന്നു, അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സൗന്ദര്യത്തിൽ സന്തോഷമുണ്ട്. അനുദപിച്ച് പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് പാപസങ്കീർത്തനത്തിലൂടെ ആ ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് നടന്നു വീങ്ങിയ പാതകൾ മുഴുവൻ ദൂരെ എറിഞ്ഞ് ഒരു വിശുദ്ധമായ ജീവിതത്തെ പറ്റിയുള്ള ചിന്തകളും തീരുമാനങ്ങളും എടുത്ത് ഈ അൾത്താരയ്ക്ക് മുമ്പിലേക്ക്, ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക്, സ്നേഹത്തിന്റെ കരുണയുടെ കരുതലിന്റെ മുഖമായ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ആ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി നമ്മൾ സമർപ്പിക്കുമ്പോൾ യേശു ഒരുപാട് സന്തോഷിക്കുകയാണ്. സ്വർഗം തുറന്ന് നമ്മളെ സ്വീകരിക്കുകയാണ്. 99 യേശു മരുഭൂമിയിൽ വിട്ടിട്ട് ഒന്നിന്റെ പുറകെ പോകാൻ കാരണം ആ 99 കൂടുതൽ യേശു സ്നേഹിച്ചത് ഒന്നിനെയായിരുന്നു. നിറവുള്ള, നന്മയുള്ള, കൃപയുള്ള, കഴിവുള്ളതിനേക്കാൾ യേശു സ്നേഹിക്കുന്നത് കുറവുള്ള എന്നെയും നിങ്ങളെയാണ്. തോളിലേറ്റിക്കൊണ്ട് താരാട്ടുപാടിക്കൊണ്ട് നമ്മുടെ നിറകെ ദൈവം മുക്തമെത്തിക്കൊണ്ട് പറയാണ്, മക്കളെ നീ തിരിച്ചു വന്നല്ലോ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിന്റെ തോളിൽ കിടക്കുകയാണ് നമ്മൾ. നമുക്ക് കാണാം, നമ്മുടെ മനസ്സ് നമുക്കൊന്ന് കാണാം. യേശുവിന്റെ തോളിൽ കിടക്കുകയാണ് നമ്മൾ. നമ്മുടെ നിറകിൽ യേശു മുക്തം തരുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആ സ്നേഹത്തിന് നന്ദി, ദൈവമേ ആ കരുതലിന് നന്ദി, നീ കാണിക്കുന്ന കരുണയ്ക്ക് നന്ദി. ദൈവമേ, ഞാൻ ചിന്തിക്കുമ്പോ എത്രയോ വലിയ പാപത്തിന്റെ അധപ്പതിച്ച പന്നിക്കുടിയിൽ നിന്നാണ് ഞാൻ ഏറ്റുവന്നത്. നിന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള യോഗ്യത എനിക്ക് ഇല്ലാതിരിക്കെ ആ യോഗ്യത തന്ന് ദൈവമേ നിന്റെ തിരുഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെച്ചത്, പുതിയ വസ്ത്രമണിയിച്ചാണ് നീ സ്വന്തമാക്കിയത്. നിന്റെ കരുണ എന്നല്ലാതെ, കരുതലെന്നല്ലാതെ, സ്നേഹം എന്നല്ലാതെ മറ്റെന്താ പറയാ? ദൈവമേ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എല്ലാ പാപക്കുഴികളോടും, പന്നിക്കുഴികളോടും, അശുദ്ധിയുടെ വഴികളോടും, ജഡത്തിന്റെ ആസക്തികളോടും, മദ്യപാനത്തിന്റെ പിടികളോടും എല്ലാം 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 ഞാൻ എന്നേക്കപ്പെട്ട് വിട പറഞ്ഞിട്ടാണ് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ലവനായ യേശുവേ, എന്റെ ജീവിതത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും ശക്തികളെയും നിന്റെ തിരുക്കുരിശിന്റെ അഭിഷേകത്താൽ, വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ദൈവമേ നീ ബന്ധിച്ച് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് സഭയോട് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ, ഈ കുടുംബങ്ങളെ, എന്തെങ്കിലുമൊക്കെ പൈശാചി ആധിപത്യങ്ങളുടെ ശക്തികൾ ഇവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ബന്ധിച്ചും വിശുദ്ധീകരിച്ചും പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. സ്നേഹമുള്ളവരെ, നമുക്ക് അല്പസമയം എന്നിരിക്കാം. ശാന്തമാവുക, ഞാൻ ദൈവം ആണെന്നറിയുക. നമ്മുടെ കരങ്ങൾ നമുക്ക് നമ്മുടെ മടിയിൽ തുറന്നു പിടിക്കാം. നന്ദി നിറഞ്ഞ മനസ്സോടെ നമ്മൾ ധ്യാനം പൂർത്തിയാക്കുകയാണ്. ഒരുപാട് ദൈവാനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനസാന്തരമാണ്. പഴയ വഴികളോട്, പഴയ അശുദ്ധിയുടെ നിമിഷങ്ങളോട്, പഴയ സ്വാർത്ഥ ചിന്തകളോട്, പഴയ നൈമിഷിക സുഖങ്ങളോട്, ലോകത്തിന്റെ വഴികളോട്, വ്യതിചലിച്ചു പോയ നിമിഷങ്ങളോടെല്ലാം നമ്മൾ വിട പറഞ്ഞിട്ട് പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ മുഖത്ത് യേശുവിന്റെ സ്നേഹം നിറഞ്ഞ കണ്ണുകൾ നിറഞ്ഞിരിപ്പുണ്ട്. നമ്മളെ ഓർത്ത് അവന്റെ ഹൃദയം ഇന്ന് നിറഞ്ഞിട്ടുണ്ട്. അവൻ കുരിശിന്റെ വിരിമാറിൽ തൂങ്ങിക്കിടക്കുമ്പോ, മോനെ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവസാനത്തെ കണ്ണുനീരി ഭൂമിയിലേക്ക് തന്നിട്ട്, അവസാനത്തെ രക്തത്തുള്ളി ഈ ഭൂമിയിലേക്ക് തന്നിട്ട്, അവന്റെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് അവസാനത്തെ വെള്ളത്തുള്ളി ഈ ഭൂമിയിലേക്ക് തന്നിട്ട് കണ്ണടക്കിയതിന് മുമ്പ് നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കായി. പക്ഷേ നിനക്കായി എന്ന് പറഞ്ഞവന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത നാളുകളായിരുന്നു കടന്നുപോയതെങ്കിൽ ഇന്ന് നിനക്കായി എന്ന് പറയുന്നവന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതത്തിന് തുടക്കമാണ് ഇന്ന് നമ്മൾ കുറിക്കുന്നത്. ഇതുവരെ നമ്മൾ കേട്ട ഒരുപാട് ചിന്തകൾ, ഇനിയുള്ളത് ആ ചിന്തകൾ ചേർത്ത് വെച്ചുള്ള എൻ്റെ ജീവിതമാണ്.
നമ്മൾ രാവിലെ ധ്യാനിച്ച, ചിന്തിച്ച ആ ചിന്തയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ തിരിച്ചു പോവാണ്. ശൂന്യമായ കൽഭരണി. ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചിന്തിക്കാം പ്രിയരെ, നമ്മുടെ കുടുംബത്തിൻ്റെ ശൂന്യമായ 6 കൽഭരണികൾ എന്തൊക്കെയാണ്? നമ്മൾ ചിന്തിച്ചതാണ്. ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുവരാവത്. എൻ്റെ കുടുംബ ജീവിതത്തിൽ ശൂന്യമായ 6 കൽഭരണികൾ. ആത്മാർത്ഥതയോടെ കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാം. എന്നെ തളർത്തുന്ന, എൻ്റെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന, എൻ്റെ ആത്മീയ ജീവിതത്തെ ഇല്ലാതാക്കുന്ന, എൻ്റെ ധാർമ്മിക ജീവിതം നശിപ്പിക്കുന്ന, എൻ്റെ കുടുംബത്തിൻ്റെ സമൃദ്ധി നശിപ്പിക്കുന്ന 6 കൽഭരണികൾ, ശൂന്യമായ 6 കൽഭരണികൾ. ആ 6 കൽഭരണികളിലും ശൂന്യത മാറ്റാൻ ഞാനെടുത്ത തീരുമാനങ്ങളുണ്ട്. ഒരിക്കൽ കൂടി അത് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ശൂന്യമായ കൽഭരണി. ആ ശൂന്യതയ്ക്ക് കാരണമായ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ നികത്താൻ ഞാനെടുത്ത തീരുമാനങ്ങൾ. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ കുറവാണ്. ഈ കുറവിന് ഞാനും കാരണമാണ്. ആരെയും ഞാൻ പഴിക്കുന്നില്ല. എൻ്റെ ജീവിത പങ്കാളിയെയോ എൻ്റെ മക്കളെയോ എൻ്റെ മാതാപിതാക്കന്മാരെയോ ഒന്നും ഞാൻ പഴിക്കുന്നില്ല. ഈ കുറവിൻ്റെ കാരണം വലിയൊരു പരിധിവരെ ഞാൻ തന്നെയാണ്. ആ കുറവിനെ പരിഹരിക്കാൻ ഞാൻ എടുത്ത തീരുമാനം അതെൻ്റെ കുടുംബത്തിൻ്റെ നവീകരണത്തിൻ്റെ തുടക്കം. ഇന്ന് ഞാൻ എടുത്ത തീരുമാനം ഒരു നവമായ കുടുംബജീവിതത്തിന്റെ ആരംഭം. ഇന്ന് ഞാൻ നടന്നു പോകാൻ തീരുമാനിക്കുന്ന ഈ വഴി പുതുതായ എൻ്റെ കുടുംബത്തിന്റെ രൂപീകരണമാണ്. സ്നേഹമുള്ളവരെ, തുറന്നു പിടിച്ച കരങ്ങളിൽ വീണ്ടും ഒരു 6 കൽഭരണികൾ കൂടി കടന്നു വരുന്നു. ആ തുറന്നു പിടിച്ച കരങ്ങളിൽ 6 കൽഭരണി. അതിൽ ശൂന്യമായി കിടക്കുന്ന കൽഭരണികളിൽ 6 എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ കുറവുകളാണ്. ഒരുപക്ഷെ ലൈംഗികമായ പാപത്തിൻ്റെ അടിമത്തം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ശൂന്യമായൊരു കൽഭരണിയാണ് എൻ്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. സ്വാർത്ഥത നിറഞ്ഞ എൻ്റെ മനോഭാവം, നിയന്ത്രണമില്ലാത്ത എൻ്റെ സംസാരം, മറ്റുള്ളവരെ വിധിക്കുന്ന, വധിക്കുന്ന എൻ്റെ സംസാര പ്രകൃതം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് ഇടപെടുന്ന എൻ്റെ സ്വഭാവ പ്രത്യേകതകൾ, എൻ്റെ മദ്യപാനം, പുകവലി, ദുശീലങ്ങൾ, ഇതൊക്കെ ശൂന്യമായ കൽഭരണിയാണ്. എന്തുമായിക്കൊള്ളട്ടെ, 6 കൽഭരണികൾ എൻ്റെ കരങ്ങളിൽ. ആ 6ഉം ശൂന്യമായിരിക്കുകയാണ്. എൻ്റെ കുറവുകളാണ്. ഏതൊക്കെയാണ് ആ കുറവുകൾ എന്നൊരിക്കൽ കൂടി നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാം. സ്നേഹമുള്ള ഈശോയെ, ആ ശൂന്യമായ കൽഭരണിയിലേക്ക് എൻ്റെ തീരുമാനത്തെ ഞാൻ ചേർത്ത് വെക്കുന്നു. ഒരുപക്ഷെ സ്വയംഭോഗം എന്ന പാപമാണ് എന്നെ നശിപ്പിക്കുന്നത് എങ്കിൽ ഇനി ഒരിക്കലും ആ സ്വയംഭോഗം എന്ന പാപത്തിലേക്ക് ഞാൻ പോവില്ല എന്നുള്ള തീരുമാനമാണ് എൻ്റെ ജീവിതത്തിലേക്ക്, ആ കൽഭരണിയിലേക്ക് ഞാൻ നിറയ്ക്കേണ്ട വെള്ളം. കുറ്റം പറയുന്ന എൻ്റെ സ്വഭാവമാണെങ്കിലും ഒരിക്കലും മറ്റുള്ളവരുടെ തിന്മയിലേക്ക് നോക്കില്ല, ആ കുറ്റം പറഞ്ഞ് പരത്തില്ല എന്നുള്ള തീരുമാനമാണ്. അങ്ങനെ ഓരോ കുറവുകളിലും നന്മകൾ കൊണ്ട് നിറയട്ടെ കൽഭരണികൾ.
സ്നേഹമുള്ളവരെ, നമ്മുടെ ആരാധനയുടെ സമയം നമ്മുടെ നിയോഗങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണ്. നമുക്കുമില്ലേ ഒരുപാട് യേശുവിനെ കൊടുക്കാനായിട്ട്. ബർത്തിമേയുസ് അന്ധയാചകൻ എന്താണ് കുറവ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. എന്നിട്ടും യേശു ചോദിച്ചു, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ? അവൻ്റെ നാവിൽ നിന്ന് തന്നെ എൻ്റെ നിയോഗം കേൾക്കാൻ അവൻ ആഗ്രഹമുണ്ട്. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ യേശുവിന് കൊടുക്കാം. അത് യേശുവിന് അറിയാത്തത് കൊണ്ടല്ല, നമ്മുടെ നാവിൽ നിന്ന് എളിമയോടുകൂടി അത് നമ്മൾ പറയുന്നത് അത് കേൾക്കാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരിന് കാരണവും നമ്മുടെ സ്വഭാവ പ്രത്യേകതകളും നമ്മുടെ പ്രാർത്ഥനകളും സ്വപ്നങ്ങളും നമ്മുടെ ജീവിത മക്കളെല്ലാം എല്ലാം എല്ലാം കൊടുക്കാം. നമ്മുടെ നിയോഗങ്ങളോട് ചേർത്ത് ഒരു പ്രധാനപ്പെട്ട നിയോഗം നമുക്കറിയാം. ഓൺലൈനായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ധ്യാനം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിയോഗം, ബ്ലീഡിങ് ഫ്രം യൂറിനറി പാസേജ്. ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നിയന്ത്രിക്കാൻ പറ്റാതെ യൂറിനറി ട്യൂബിൽ നിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയന്ത്രിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. തിരുവചനം പറയുന്നു, ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. തിരുവചനം ആവർത്തിക്കുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല. നമ്മുടെ നിയോഗങ്ങളോട് കൂടി ഈ സഹോദരിയുടെ നിയോഗങ്ങൾ കൂടി നമുക്ക് സമർപ്പിക്കാം. ഒന്ന് കരങ്ങളും തുറന്നു പിടിക്കാമോ? തുറന്നു പിടിച്ച ഈ കരത്തിൽ എൻ്റെ ജീവിത പങ്കാളിയുണ്ട്. ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ട്, ചിലപ്പോൾ മരിച്ചുപോയി, എന്തുവായിക്കൊള്ളട്ടെ. നമ്മുടെ കരത്തിൽ നമ്മുടെ ജീവിത പങ്കാളി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. കണ്ണടയ്ക്കാം. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ഈ കൈകളിലുണ്ട്. ഇന്ന് ധ്യാനത്തിന് കേട്ട കാര്യങ്ങളൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോട് നമുക്ക് നിശബ്ദമായി എന്തൊക്കെയോ പറയാനില്ലേ? ചിലപ്പോൾ മാപ്പ് ചോദിക്കാൻ, ചിലപ്പോൾ ഒരിറ്റ് കണ്ണുനീര് എൻ്റെ ജീവിത പങ്കാളിക്ക് സമ്മാനിക്കാനൊക്കെ. ആ ജീവിത പങ്കാളി എൻ്റെ കൈകളിൽ ഇപ്പോൾ ഉണ്ട്. നമുക്ക് മാപ്പ് ചോദിക്കാം. എൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയ എല്ലാ പാകപ്പിഴകളും ക്ഷമിക്കണമേ എന്നുള്ള യാചനയോടെ. സ്നേഹമുള്ള മക്കളെ, ഒരു മാതാപിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾ എത്ര വലുതായാലും അവർ നിങ്ങളുടെ മക്കളാണ്. അവരുടെ മക്കളാണ് നിങ്ങൾ. എത്ര വലുതായാലും നമ്മുടെ അപ്പനെയും അമ്മയും നമുക്കൊന്ന് കൈകളിലെടുക്കാം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആവട്ടെ, ഒരുപാട് കണ്ണുനീര് നമ്മുടെ വാക്കും പ്രവൃത്തിയും സംസാരവും പെരുമാറ്റവും നമ്മുടെ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുത്തിയിട്ടില്ലേ? നമ്മുടെ അപ്പൻ്റെയും അമ്മയും നമ്മുടെ കൈകളിൽ ഇപ്പം നിൽക്കുകയാണ്. അപ്പൻ്റെയും അമ്മൻ്റെയും കാലിൽ നമ്മൾ തൊടുന്നതായിട്ട് മനസ്സിൽ കണ്ട് നമുക്ക് ചോദിക്കാം, അപ്പ അമ്മേ, പപ്പ മമ്മി, അപ്പച്ച അമ്മച്ചി, മാപ്പ്. എൻ്റെ ജീവിതവും എൻ്റെ മനോഭാവവും സംസാരവും ഒക്കെ നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായതിന് മാപ്പ്. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമുക്കൊന്ന് എളിമപ്പെട്ടു എന്നോർത്ത് തെറ്റൊന്നുമില്ല. നമ്മുടെ കൈകളിൽ ഇപ്പൊ നമ്മുടെ മക്കളാണ്. ആ മക്കളോട് നമുക്ക് ചോദിക്കാനില്ലേ ചെറിയ മാപ്പിന്റെ വാക്കുകൾ? കാരണം അറിയാതെ നമ്മളെ വിഷമിപ്പിച്ച നമ്മുടെ മക്കള്, നമ്മുടെ മരുമക്കള്, നമ്മുടെ കൊച്ചുമക്കളൊക്കെ, നമ്മുടെ വാക്കിന്റെ മുറിച്ചുകൊണ്ട് മുറിവേറ്റ നമ്മുടെ മക്കള് ഇപ്പൊ നമ്മുടെ കൈകളിലുണ്ട്. മക്കളോട് പറയാം, മക്കളെ ക്ഷമിക്കരുത്. എൻ്റെ പ്രായത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ എൻ്റെ ഒറ്റപ്പെടലിൻ്റെ വേദനകൾ കൊണ്ടോ
ഈ പ്രായാധിക്യത്തിന്റെ നൊമ്പരങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ വേദനിപ്പിച്ചത്. ക്ഷമിച്ചേക്ക്. മരുമകളെ മകളായി കാണുന്നതിന് പകരം മരുമകളായി ഞാൻ കണ്ടുപോയിട്ടുണ്ട്. മക്കളെ, മാപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ തുറന്നു പിടിച്ച കരങ്ങളിൽ നമ്മൾ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, ശത്രുതയോടെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പൊ നമ്മുടെ കരങ്ങളിലുണ്ട്. ഒരുപക്ഷെ എണ്ണാൻ പറ്റുന്നുണ്ടാവില്ല, സാരമില്ല. നമുക്കൊക്കെ സ്വഭാവ പ്രത്യേകതകളുള്ളവരാണല്ലോ. പക്ഷെ ആ സ്വഭാവ പ്രത്യേകതയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള തീരുമാനം നമ്മൾ ഇന്ന് എടുത്തു. ഇപ്പൊ നമ്മുടെ കരങ്ങളിൽ ആ മനുഷ്യർ മുഴുവനുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് പറയാം, തെറ്റുപറ്റിപ്പോയി, ക്ഷമിച്ചേക്ക്. ഒരുപക്ഷെ നമ്മുടെ തൊഴിലാളികളാവാം, നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്നവരോ, നമ്മുടെ ജോലി സ്ഥലത്ത് ജോലി എടുക്കുന്നവരോ ഒക്കെ ആവാം, നമ്മുടെ കൂട്ടുകാരാവാം, നമ്മുടെ പേരിന് കളങ്കം വരുത്തിയവരാവാം, ഒരു തെറ്റും ചെയ്യാതെ നമ്മളെ ക്രൂശിച്ചവരാവാം, ആരുമായിക്കൊള്ളട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുമായിരുന്നുള്ളൂ. മാപ്പ് ചോദിക്കാം അവരോട്. ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിച്ചവരാണെങ്കിൽ കൂടി നമുക്ക് അവരോട് മാപ്പ് ചോദിക്കാം. തിരുവചനം പറയുന്നു, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്നോടാർക്കെങ്കിലും പരിഭവം ഉണ്ട് എന്ന് ആ ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് നിനക്ക് തോന്നിയാൽ ബലിവസ്തു ബലിപീഠത്തെങ്കിലും വെച്ചിട്ട് അവനോട് കൂടി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കണം. ശത്രുത മനോഭാവത്തോടെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആ ബലി ഒരു പക്ഷെ ദൈവം കേട്ടു, കണ്ടു എന്ന് വരില്ലേ? മാപ്പ് ചോദിക്കാം അവരോടൊക്കെ. സ്നേഹമുള്ള ഈശോയെ, ഇനി എൻ്റെ കരങ്ങളിൽ ഞാനാണ്, എന്നെ തന്നെ എൻ്റെ കരങ്ങളിൽ ഞാൻ വഹിക്കുകയാണ്. ഇപ്പോൾ ആ എന്നോട് തന്നെയുള്ളൊരു മാപ്പ് ചോദ്യയിലാണ് അടുത്തത്. ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനാണ്. പക്ഷേ എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും ശരീരത്തിൻ്റെ ആവശ്യങ്ങളും ഒക്കെ ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ നടക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ആത്മാവിന് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ട് പറ്റാതെ പോയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക്, കൂട്ടായ്മയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കാതെ ജീവിച്ചിട്ടുണ്ട്. മറ്റെല്ലാം കഴിഞ്ഞാൽ ദൈവത്തിന് സമയം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വാർഡ് പ്രയറിന് പോവാതെ, ഞായറാഴ്ച ആചരണങ്ങൾക്ക് വില കൊടുക്കാതെ, കൂട്ടായ്മയ്ക്ക് ആ ഒരു സ്നേഹത്തിന് വില കൊടുക്കാതെ എല്ലാത്തിനും ഞാൻ അകത്ത് നിന്നിട്ടുണ്ട്. ഇത് എന്നോട് തന്നെയുള്ളൊരു മാപ്പ് ചോദ്യമാണ്. എൻ്റെ അഹങ്കാരത്തെ ഞാൻ തച്ചുടച്ചിട്ട്, എൻ്റെ അഹങ്കാരത്തെ ഞാൻ പൊട്ടിച്ചെറിഞ്ഞിട്ട് എന്നോട് തന്നെയുള്ളൊരു മാപ്പ് ചോദ്യമാണ്. ഞാനെന്ന ഭാവത്തെ ഞാൻ താലോലിച്ചപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. മാപ്പ്. ഇനി മുതൽ എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ടാണ്, സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. സ്വർഗം നോക്കിയാണ്. നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കഴിഞ്ഞ 3 ദിവസമായി ഓൺലൈനായും ഓഫ്ലൈനായും ഒരുപക്ഷെ 3000-ൽ പരം ആളുകൾ ഈ ധ്യാനത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലെ തമ്പുരാൻ നിന്റെ അനുഗ്രഹത്തിന്റെ കരമുയർത്തി ആശീർവദിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും യേശുവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഹൃദയമുരുകെ വിളിക്കുന്നവർക്ക്, ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നവർക്ക് ദൈവ സമീപസ്ഥനാണ്. യേശുവേ, പരസ്യ ജീവിതകാലത്ത് ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് കരുണയുടെ സ്പർശനമായി, സൗഖ്യത്തിൻ്റെ സ്പർശനമായി, സ്നേഹത്തിൻ്റെ സ്പർശനമായി, താലോലിക്കലിൻ്റെ സ്പർശനമായി നീ കടന്നു ചെന്നിട്ടുണ്ട്. ഒറ്റപ്പെടലിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് സ്നേഹത്തിൻ്റെ സ്പർശനം കൊടുത്ത് അവരെ നീ ചേർത്ത് നിർത്തി. രോഗത്തിൻ്റെ വേദനയിൽ കഴിയുന്നവർക്ക് സൗഖ്യം നൽകി, പുതുജീവിതം നീ അവർക്ക് നൽകി. നിരാശയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകിക്കൊണ്ട് അവരെ നിന്റെ ചങ്കിലേക്ക് നീ ചേർത്ത് നിർത്തി. ദൈവമേ, ഞങ്ങളുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ശിരസ്സ് നമിക്കുമ്പോൾ ഞങ്ങളുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. കരുണയോടെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ശാന്തമായി, വളരെ ശാന്തമായി നമ്മുടെ പ്രാർത്ഥനയും നന്ദിയും ഒക്കെ യേശുവിന് കൊടുത്തുകൊണ്ട്
കരങ്ങളൊന്ന് യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് കണ്ണുകൾ അടച്ചു തന്നെ യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതികർഹമായ പരിശുദ്ധ പരമ ത്രിയേക ദൈവത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന നിത്യം പരിശുദ്ധ ത്രിയേക ദൈവത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഇടവകകളെ മുഴുവനും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് തിരുവചനത്തിലൂടെ കടന്നു വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ നിരന്തരം കാത്തുപരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവർക്കും ഇരിക്കാം. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഒന്ന് കൈപൊക്കി പറഞ്ഞേ പ്രൈസ് ദ ലോർഡ്.
ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ. നമ്മുടെ സുള്ളിയ സമ്പാജ ഇടവകകളുടെ വാർഷിക ധ്യാനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കുമെന്നുള്ള തിരുവചനമാണ് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത്. ഒത്തിരിയേറെ അത്ഭുതങ്ങളിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട്, വചനം ശ്രവിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ഒരുക്കിയ നല്ല ദിവസങ്ങൾ തന്നെ എടുത്തു പറയാനായിട്ട് ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ഇടവകകളെ സംബന്ധിച്ചിടത്തോളം വാർഷിക ധ്യാനം അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളതല്ല. കാരണം തമ്പുരാൻ കൂടി അതിന് മനസ്സ് വെക്കണം. നമ്മൾ മാത്രം ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടായില്ല, ദൈവം പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം തമ്പുരാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളെ അനുഗ്രഹിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ അവസരത്തിൽ ധ്യാനം 3 ദിവസത്തെ നമ്മുടെ വാർഷിക ധ്യാനം അവസാനിക്കുമ്പോൾ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ലിബിൻ ചകിണിമാന്തര അച്ഛനെ. ഞാൻ ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇങ്ങനെ എൻ്റെ തൊട്ടടുത്ത് എന്നോടുമായിട്ട് ഇടപെടുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് വാർഷിക ധ്യാനമുണ്ട്, സമ്പാജയിൽ നടത്താനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് പേരെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ടെന്നൊക്കെ എൻ്റെ കൈക്കാരന്മാരോടും മറ്റ് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴവർ പലതവണ എന്നോട് അന്വേഷിച്ചു, വെച്ചാൽ ധ്യാന ഗുരുവിനെ കിട്ടിയോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരിയേറെ ആളുകളെ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അതൊരു നുണയല്ലായിരുന്നു, സത്യമായിരുന്നു. കാരണം ഞാൻ ഏകദേശം ഒരു 5ഓളം ധ്യാന ഗുരുക്കന്മാരെ ഞാൻ ഫോൺ വിളിച്ച് ഞാൻ അന്വേഷിച്ചു, ഞങ്ങളുടെ ഇടവകകളെ ഒന്ന് ധ്യാനിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ പറഞ്ഞ കാരണങ്ങൾ എല്ലാവർക്കും സത്യമാണ്. നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ധ്യാനങ്ങളെല്ലാം 1 വർഷം മുൻപേ ബുക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ ഭാഗത്തും തെറ്റില്ല. കാരണം മെയ് മാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതിന് മുൻപേ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത്. അങ്ങനെ പലരെയും ഞാൻ വിളിച്ച് എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ നമ്മുടെ ധ്യാനം തുടങ്ങുന്നതിന് 1 ആഴ്ച മുൻപ്, അപ്പോഴെന്നോട് കൈക്കാരൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ തമാശ കളിക്കില്ല, ധ്യാനം ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ധ്യാന ഗുരുവിനെ കിട്ടിയില്ലേ പണിയാവും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, തമ്പുരാൻ ആരെങ്കിലും നമുക്ക് ഒരുക്കി തരും. അങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ലിബിൻ ചകിണിമാന്തര അച്ഛനെ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വിളിക്കുന്നത്. അല്ലേ അച്ഛാ? സത്യമാണ്. അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛാ സുഖമാണെന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാനും അച്ഛനും ബാച്ചുകാരാണ്. ഞങ്ങൾ 4 വർഷക്കാലം ഒരുമിച്ച് ദൈവശാസ്ത്രം പഠിച്ചവരാണ്. അപ്പം അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് മറ്റ് അസൗകര്യങ്ങളുണ്ട്. അച്ഛൻ ബാംഗ്ലൂർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മറ്റ് അസൗകര്യങ്ങളുണ്ട്, വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അച്ഛനെ എനിക്ക് വളരെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റെ 1-2 നമ്പറുകൾ ഇറക്കി പറഞ്ഞു, അച്ഛൻ ദൈവം ചെയ്ത് അച്ഛൻ തന്നെ വന്നേ മതിയാവുള്ളൂ, ഞങ്ങളെല്ലാവരും അച്ഛനെ കാത്തിരിക്കുകയാണ്, ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ 1-2 നുണകളൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ അച്ഛന് നിർബന്ധത്തിന് വിധേയനായി എന്നാണ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും അച്ഛന് വേറെ കുറേ പ്രോഗ്രാമുകളുണ്ട്. അപ്പം അതിനിടയ്ക്ക് അച്ഛൻ സമ്മതിച്ചു, ഇവിടെ വന്നു. മനോഹരമായ ഒരു ധ്യാനം അല്ലേ? നല്ല ധ്യാനമാണ്. അവർ കൈയിട്ട് കൊടുത്തേ. തീർച്ചയായിട്ടും അച്ഛൻ്റെ ധ്യാനം കൂടാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല, ഇപ്പോഴാണ് ഉണ്ടായത്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊന്ന് അച്ഛനെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അച്ഛന് മണിക്കടവ് ഇടവക അംഗമാണ്, തലശ്ശേരി രൂപതയിലെ മണിക്കടവ്. അച്ഛൻ ഭദ്രാവതി രൂപതയ്ക്ക് വേണ്ടി വൈദികനായി. അച്ഛന് തൃശ്ശൂർ സെമിനാരിയിൽ പഠിച്ചു ഫിലോസഫി. അതിനുശേഷം അച്ഛന് തിയോളജി മംഗലപ്പുഴ സെമിനാരിയിൽ ഞാനും അച്ഛനും ഒരുമിച്ചാണ് പഠിച്ചത്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്ന് ഞാൻ പറയുകയാണ്. ഒരുമിച്ച് പഠിച്ചു എന്നതിലുപരിയായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത രൂപതക്കാരാണ്. ഞാൻ ബെൽത്തങ്ങാടിയാണെങ്കിൽ അച്ഛൻ ഭദ്രാവതി രൂപത അംഗമാണ്. അപ്പോൾ അത് മാത്രമല്ല ഒത്തിരിയേറെ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ്. അച്ഛനും ഞാനും എല്ലാ വർഷവും തന്നെ തൊട്ടടുത്ത മുറികളിലേക്ക് കടന്നുകൊണ്ടിരുന്നവരാണ്. അച്ഛൻ ഓർക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പാസ്റ്ററൽ മിനിസ്ട്രിക്ക് പോയിക്കൊണ്ടിരുന്ന പള്ളികളെല്ലാം തൊട്ടടുത്തടുത്ത പള്ളികളായിരുന്നു. ഒരേ ബസ്സിൽ യാത്ര. അതായത് ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഭൂരിഭാഗവും സമയവും അച്ഛൻ കണ്ടുകൊണ്ടിരുന്ന എന്നെയും ഞാൻ കണ്ടുകൊണ്ടിരുന്ന അച്ഛനെയുമാണ്. അത്രമാത്രം എനിക്ക് നല്ല പരിചയം ആത്മബന്ധവുമുള്ള അച്ഛനാണ് ബഹുമാനപ്പെട്ട ലിബിൻ അച്ഛൻ. അച്ഛനെ നമുക്കറിയാം, അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നല്ലൊരു തീഷ്ണതയുള്ള ഒരു കൊച്ചച്ഛൻ എന്ന് പറയാം. കൊച്ചച്ഛൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ ഇടവക വികാരി ആകാത്തതുകൊണ്ടാണ്. അച്ഛന് പട്ടം കിട്ടിയപ്പോൾ എന്നെ പോലെ 4 വർഷമായി. 2019 ഡിസംബർ മാസമായിരുന്നു അച്ഛൻ്റെ പട്ടം. അതിനുശേഷം അച്ഛൻ അദിലാബാദ് രൂപതയിൽ ശുശ്രൂഷ ചെയ്തു. അദിലാബാദ് രൂപതയിൽ മിഷൻ പ്രദേശമാണ്, അവിടെ ശുശ്രൂഷ ചെയ്തു. എണ്ണാർപുര എന്ന് പറയുന്ന കത്തീഡ്രൽ പള്ളിയിൽ അച്ഛന് കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്.
പനത്തടി ഇടവകയിൽ അച്ഛൻ കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അച്ഛൻ്റെ പഠന മേഖലകളെ കണ്ട് തിരിച്ചറിഞ്ഞ അഭിമന്യ പിതാവ് പഠിക്കാനായിട്ട് 2 വർഷം ബാംഗ്ലൂർ വിട്ടിരിക്കുകയാണ്. 2 വർഷം യൂത്ത് ആനിമേഷൻ എന്ന് പറയുന്ന കോഴ്സ് 2 വർഷത്തെ PG കോഴ്സ് അച്ഛൻ ചെയ്തു. അത് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ തീസിസിൻ്റെ ഫൈനൽ ഡിഫൻസ് ആണ് അച്ഛൻ്റെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം ഏറ്റവും അടുത്ത ദിവസങ്ങളാണ് ഒരുങ്ങേണ്ടത്. ആ സമയത്താണ് അച്ഛൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അച്ഛനുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെയൊക്കെ അച്ഛൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും അച്ഛൻ്റെ വലിയ മനസ്സാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കാനായിട്ടും ഈ ധ്യാനം ഞങ്ങളെ നയിക്കുവാനായിട്ടും അച്ഛൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒത്തിരിയേറെ ത്യാഗം സഹിച്ചും അച്ഛന് ഈ ദിവസങ്ങളിലൊക്കെ ചെറിയ ശാരീരിക വേദനയൊക്കെ ഉണ്ടായിരുന്നു യാത്ര ചെയ്തതിൻ്റെ. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. എൻ്റെ നല്ലൊരു സുഹൃത്ത് കൂടിയാണ്. ഞങ്ങൾ എപ്പോഴും വിളിക്കും, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. പലവിധമായ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരിയേറെ തമാശകൾ നടന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നാടോടിക്കാറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ദാസനും വിജയനും പോലെയൊക്കെ പല തവണകൾ ഞങ്ങൾ പല രീതിയിലും ഞങ്ങൾ പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ പറയുന്നില്ല. അച്ഛൻ്റെ ഒത്തിരിയേറെ ഇതൊക്കെ ഞങ്ങൾ സെമിനാരി കാലഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു സമയത്ത് ഞങ്ങൾക്ക് ബാച്ചിൽ പൈസയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഞങ്ങളിങ്ങനെ ആലോചിച്ച് പുസ്തക വിൽപ്പനയായിട്ടൊക്കെ നടന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ 500 പുസ്തകം വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലത്ത് 3800 പുസ്തകങ്ങൾ വിറ്റ് അതിനകത്ത് 1 ലക്ഷം 1.5 ലക്ഷം രൂപ ഞങ്ങൾ സെമിനാരിക്ക് സ്പോൺസർ ചെയ്ത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്. അതുമാത്രമല്ല ഒത്തിരിയേറെ കഥകൾ പറയാനുണ്ട്. ഇരുന്ന ഇടവകകളിലൊക്കെ വളരെ വിജയമാണ്. ലിബിൻ ചകണിമാന്തര അച്ഛനാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുന്ന പള്ളികളിൽ എല്ലാവർക്കും തന്നെ അറിയാം. അച്ഛൻ്റെ യൂട്യൂബ് വളരെ ശക്തമാണ്. വീഡിയോകളൊക്കെ വരുന്നുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇനി മുതൽ കിട്ടുന്നതായിരിക്കും. അച്ഛന് ചെറിയ ചെറിയ ടോക്കുകളൊക്കെ ഇടുന്നുണ്ട്. നല്ല ആധ്യാത്മിക ജീവിതം നയിക്കുന്ന വ്യക്തി. അതുപോലെ തന്നെ നല്ല ഭാഷ, നല്ല പ്രസംഗം, നല്ല വചനത്തെക്കുറിച്ച് പഠിക്കാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് അച്ഛൻ. ആളുകളോടൊക്കെ ഇടപെടാനായിട്ടും എല്ലാ കാര്യത്തിലും. അച്ഛന് ഇവിടെ വന്നതിന്, ഞങ്ങൾക്ക് ഈ മനോഹരമായ ധ്യാനം നടത്തി തന്നതിനെ ഓർത്ത് ഇടവക അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ നല്ലൊരു നന്ദിയും കയ്യടിയും ഞങ്ങൾ നൽകുകയാണ്. താങ്ക് യു അച്ഛൻ. നമ്മുടെ പ്രാർത്ഥനയിൽ അച്ഛനെ കൂടി ഓർക്കണം. അതാണ് നമുക്ക് അച്ഛനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, അല്ലേ? എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെ കൂടി, അച്ഛനെ ശുശ്രൂഷയും ഓർക്കുക. അതോടൊപ്പം നമ്മളോടൊപ്പം ഇന്ന് ഗായക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് സ്നേഹമുള്ള ഷിൻസാണ്. ഷിൻസിനെ കുറച്ച് പേരൊക്കെ പരിചയം ഉണ്ടായിരിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ എന്നോട് ഓൺലൈനായിട്ടും അല്ലാണ്ട് മൊബൈലിൽ കൂടെയൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, പക്ഷെ എത്ര മനോഹരമായ പാട്ടാണ്. പക്ഷെ നിങ്ങളും അത് പറയായിരിക്കും അല്ലേ? പറയൂലേ? നല്ലൊരു കയ്യടി ഷിൻസിന് കൊടുത്തേ. ഷിൻസിനെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ഒത്തിരി വർഷങ്ങളിൽ ഞാൻ കുറേ കുർബാനകളിലും മറ്റു ശുശ്രൂഷകളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഷിൻസ് ഇപ്പോൾ മംഗലാപുരത്ത് അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനപ്പോയ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. PG ഒക്കെ കഴിഞ്ഞതാണ്. ഷിൻസ് നല്ലൊരു ഗായകൻ മാത്രമല്ല, നല്ലൊരു പഠിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ്. ഈസ് എൻ ഇന്റലക്ച്വൽ ബോയ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1ാം റാങ്കോട് കൂടിയാണ് അദ്ദേഹം പാസ്സായത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ശുശ്രൂഷകൾ നമ്മുടെ രൂപതയിൽ ഉടനീളം ചെയ്യുന്ന ആളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻസ് ഈ ധ്യാനത്തിന് വരേണ്ട ആളല്ല. 2 ദിവസത്തെ ക്ലാസ് കട്ട് ചെയ്താണ് ഷിൻസ് ഇവിടെ വന്നിരിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ പാടെ അച്ഛാ 2 ദിവസത്തെ ക്ലാസ് ഞാൻ കട്ട് ചെയ്തിട്ടെങ്കിലും അച്ഛനും പറഞ്ഞ ധ്യാനത്തിൽ ഞാൻ വരാമെന്ന് പറയും. ഇപ്പോൾ ഷിൻസ് അധികം ധ്യാനത്തിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല, ക്ലാസ് ഉള്ളത് കൊണ്ട്. പക്ഷെ നമ്മുടെ നിർബന്ധത്തിൽ വഴങ്ങി ഷിൻസ് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി നല്ല ഒരു ഗായക ശുശ്രൂഷ, ഒരു സൂത്തിങ് വോയിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ യാതൊരുവിധ ഡിസ്റ്റർബൻസും ആർക്കുമില്ല, അല്ലേ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് പാടില്ല, ഒന്നുമില്ല. നല്ല മനോഹരമായ സ്വർഗീയമായ ഒരു അനുഭൂതിയിൽ എത്തിക്കുന്ന ഗായക ശുശ്രൂഷയാണ് ഷിൻസ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷിൻസിനെയും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ ഇടവകങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് നമുക്ക് വേണ്ടി ദിവസങ്ങളിൽ ക്രമീകരിച്ചു നമ്മുടെ സ്നേഹമുള്ള പോൾ ലോബോ കടപ്പാലം നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും സൗണ്ട് ചെയ്തു തരുന്നതാണ്. പോളിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാമറ ലൈവ് ടെലികാസ്റ്റിംഗ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ನಮ್ಮ ಪ್ರೀತಿಯ ಆಲ್ವಿನ್ ಹಾಗೂ ಅವಿನಾಶ್ ಅವರು ಡ್ರೀಮ್ಸ್ ಎಂಬ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಅವರಿಗುಂಟು.
ಅವರಿಬ್ಬರು ಕೂಡ ಸೆಂಟ್ ಬ್ರಿಜಿಸ್ ಚರ್ಚ್ ಸುಳ್ಯ ಇದರ ಪದಾಧಿಕಾರಿಗಳಲ್ಲ, ಸಭಾ ಅಂಗಗಳು ಇಬ್ಬರು ಕೂಡ, ಅವರು ಕೂಡ ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಈ 3 ದಿನಗಳಲ್ಲಿ ಅಚ್ಚುಕಟ್ಟಾದ ಏನು ಹೇಳಬೇಕು, ಅಚ್ಚುಕಟ್ಟಾದ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಲೈವ್ ಟೆಲಿಕಾಸ್ಟಿಂಗ್ ಯಾವುದೇ ವಿಧ ಡಿಸ್ಟರ್ಬೆನ್ಸ್ ತೊಂದರೆಗಳು ಇಲ್ಲದ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ನಿಮಗೂ ಕೂಡ ಈ 2 ಧರ್ಮ ಕೇಂದ್ರಗಳ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕ ಅಭಿನಂದನೆಗಳನ್ನು ಕೂಡ ನಾವು ಹೇಳಲಿಕ್ಕೆ കൃതജ്ഞത നൽകുന്നു. അതുപോലെ തന്നെ ഈ ധ്യാനത്തിന് വേണ്ടി സഹകരിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട്. നമുക്ക് പരസ്യമായിട്ടും ഒക്കെ ഒത്തിരിയേറെ ആളുകൾ സഹകരിച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, പ്രത്യേകിച്ച് ഏറ്റവും ആദ്യമേ തന്നെ കൈക്കാരന്മാർ 2 പേരുണ്ട്. നമ്മുടെ കൈക്കാരന്മാർ സന്തോഷ് ഏട്ടനും ജോർജ് ഏട്ടനും. ഇവർ ഇതിന് പിന്നിൽ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സന്തോഷ് ഏട്ടനെയും കുടുംബാംഗങ്ങളെയും നല്ലൊരു കയ്യടി കൊടുക്കും. കാരണം ഒത്തിരിയേറെ ജോലികൾ നമ്മൾ അറിയാണ്ടൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണം നമുക്ക് പലവിധമായ ആളുകൾ സ്പോൺസറൊക്കെ ചെയ്തതാണ്. ഭക്ഷണം ഉണ്ടാക്കി വന്ന അമ്മമാർ ഒത്തിരിയേറെ പേരുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദി പറയുകയാണ്. പെട്ടെന്ന് അവരുടെ പേരുകളൊന്ന്: വിജി ആന്റണി, LC സേവിയർ, ബിജി ഐമനത്തിൽ, സുജ തേനമാക്കൽ, സിൽവി തേനമാക്കൽ, ദിവ്യ ഞെരിഞ്ഞാമ്പള്ളി, ശോഭ തെക്കേൽ, ജാൻസി തോക്കുമ്പേൽ എന്നിവരാണ് ഭക്ഷണമൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കി കൊണ്ടെത്തുന്നത്. അവരെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് കുർബാനയ്ക്ക് ശേഷം ഇതിന് ശേഷം നമുക്ക് ഭക്ഷണമുണ്ട്, എല്ലാ ദിവസത്തെ പോലെ തന്നെ. ഇന്നേ ദിവസം ഭക്ഷണത്തോടൊപ്പം പായസം നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കും കുര്യാക്കോസ് തെക്കേൽ ആൻഡ് ഫാമിലിയാണ്. പ്രത്യേകമായിട്ട് ഓർത്ത് അവരെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് അരി സാധനങ്ങളൊക്കെ തന്ന് സഹകരിച്ച ഷാജി ദേവാലയ, ജോയി തറയിൽ, ഇവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തത് കുര്യാക്കോസ് തെക്കേൽ, ആൻഡോ മുക്കുഴി, ഇവരെയും ഞാൻ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിന് ശേഷം, ധ്യാനത്തിന് ശേഷം നിങ്ങൾ പോകുമ്പോൾ കസാരകളെല്ലാം നിങ്ങളൊന്ന് അടുക്കി വെച്ചിട്ട് വേണം പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ സമ്പാദ്യ ഇടവകങ്ങൾ കുറച്ച് ക്ലീനിങ് പരിപാടികൾ കുറച്ചുണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ട് വേണം പോകണം എന്ന് ഞാൻ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. 1-2 അറിയിപ്പുകൾ. വാർഡ് പ്രാർത്ഥനകൾ. ചൊവ്വാഴ്ച സുള്ളിയ ഇടവകയിൽ ചൊവ്വാഴ്ച 7 മണിക്ക് സൈമൺ നീലങ്കാവിൻ്റെ വീട്ടിൽ വെച്ച് വാർഡ് പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. സമ്പാജി ഇടവകയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് സേവിയർ എലവത്തിങ്കൽ കൂനൻ നെല്ലിക്കുമേരി സേവിചേട്ടൻ്റെ വീട്ടിലായിരിക്കും പ്രാർത്ഥന. കല്ലുകുണ്ടി അതുപോലെ തന്നെ കൊയിനാട് 2 വാർഡുകളുടെയും പ്രാർത്ഥനയായിരിക്കും സേവിചേട്ടൻ്റെ വീട്ടിൽ വെച്ച് നടക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഷാജി കുന്നുവിളയിൽ ദേവാലയ ഷാജിച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും വാർഡ് പ്രാർത്ഥന. അത് ബാലമ്പി, ചട്ടക്കല്ല് വാർഡുകൾക്ക് വേണ്ടിയുള്ള വാർഡ് പ്രാർത്ഥനയായിരിക്കും എന്നറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ധ്യാനത്തിൻ്റെ അവസരത്തിൽ നമ്മളെ അമ്മമാർ, വാർഡുകാരാണ് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി കഴുകി നമ്മളെ സഹായിച്ചത്. എല്ലാ വാർഡിലെ അമ്മമാരെയും അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഞാൻ ഓർത്ത് നന്ദി പറയുകയാണ്. രൂപതയിൽ വെച്ച് MGC മാരേജ് ഗൈഡൻസ് കോഴ്സ് വിവാഹ ഒരുക്ക സെമിനാർ നടത്തപ്പെടുന്നുണ്ട്. വെളുത്തങ്ങാടിയിൽ വെച്ച് മാർച്ച് 8, 9, 10 ദിവസങ്ങളിലായിട്ടായിരിക്കും നടത്തപ്പെടുക. 1500 രൂപയാണ് അതിൻ്റെ ഫീസ്. ആരെങ്കിലും പോരാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ബന്ധപ്പെടണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. വികാരിച്ചിൻ്റെ കത്ത് മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഈ MGC കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബറിലെ MGC ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും, ഇവിടെയുള്ള എല്ലാ കുട്ടികളും നിങ്ങൾ HMമാരെ കണ്ടിട്ടാണ് പോകേണ്ടത്. സുള്ളിയിലുള്ളവർ സുള്ളിയിലെ HMനെയും, സമ്പാജിയുള്ളവർ സമ്പാജിയുടെ HMനെയും കണ്ടിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച 2 ഇടവകകളിലും പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. കുർബാനയ്ക്ക് ശേഷം അടുത്ത ഞായറാഴ്ച സമ്പാജിയിലെ പതിവ് പോലെ 11 മണിക്ക് തന്നെയായിരിക്കും വിശുദ്ധ കുർബാന. കുട്ടികൾക്കായിട്ടുള്ള ക്രിസ്ത്യൻ ധ്യാനം വെളുത്തങ്ങടിയിൽ വെച്ച് ജ്ഞാനനിലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. ഏപ്രിൽ മാസം 25, 26, 27 എന്നീ ദിവസങ്ങളിലാണ് നടത്തപ്പെടുക. 5ാം ക്ലാസ്സിൽ മുകളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മാതാപിതാക്കന്മാരുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നോട് പറയുക. മുൻകൂട്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 25, 26, 27 ഏപ്രിൽ മാസങ്ങളിൽ അവിടെ പോയി ധ്യാനിക്കാനായിട്ടുള്ള അവസരം കൂടി നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെല്ലാം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ധ്യാനത്തിൽ വന്ന പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ ഓർത്ത് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് സുള്ളിയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നവരുണ്ട്. അതുപോലെ തന്നെ സമ്പാജ ഇടവകക്കാരുണ്ട്. സഹകരിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ധ്യാനം ഇവിടെ കഴിഞ്ഞെങ്കിലും ധ്യാന പ്രസംഗങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ധ്യാനം ജീവിക്കേണ്ട ദിവസങ്ങളാണ് മുന്നോട്ട് വരുന്നത്.
കൂടുതൽ നന്മകൾ ചെയ്യാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും അല്ലേ ഇതിനുള്ള അവസരങ്ങളുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത്. അങ്ങനെ നിങ്ങൾ ഇതിനെ കാണണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. അവസാനത്തെ അറിയിപ്പ്, നമുക്ക് സ്തോത്ര കാഴ്ച കൂടിയുണ്ട് ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ അറിയിപ്പിന് ശേഷം അവസാനം നമുക്ക് ഗായക ശുശ്രൂഷ ഉണ്ടായിരിക്കും. ആ സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കുന്നതായിരിക്കും. ഇന്ന് സ്തോത്ര കാഴ്ച എടുക്കാൻ എല്ലാ ദിവസവും കുട്ടികളാണ് വരുന്നതെങ്കിൽ ഇന്ന് ഞാൻ തന്നെയായിരിക്കും വരുന്നത് എന്ന് കൂടി അറിയിക്കുന്നു. മറ്റൊരു ഉദ്ദേശവുമില്ല. നമ്മുടെ ധ്യാനത്തിന് വേണ്ട ചെലവുകൾ നമുക്ക് സാമ്പത്തികം അധികം ഇല്ലാത്ത പള്ളിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കിട്ടുന്ന സ്തോത്ര കാഴ്ചയിലാണ് നമ്മൾ ഇതിൻ്റെ ചെലവുകളൊക്കെ വഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ബോധ്യത്തോടു കൂടെ നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ അറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ ഇടവകയിൽ നിന്ന് ഇവിടെ പറയുന്നതിന് മുൻപ് എല്ലാവരും നന്ദിയോടുകൂടി ഞാനും ഓർക്കേണ്ടതുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ക്രിസ്ത്യൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ദാസനും വിജയനുമായിട്ട് ജീവിച്ചവരാണ്. ഇത് ആരാണ് ദാസൻ, ആരാണ് വിജയൻ എന്ന് ചോദിക്കരുത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെയാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. എനിക്ക് തീസിസിൻ്റെ സമയമാണ്. എനിക്ക് തീസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ ഡോക്ടറൽ തീസിസ് പോലെ തന്നെ ഞങ്ങളുടെ ലൈസൻഷ്യേറ്റ് എന്ന് പറയും. അപ്പോൾ ഡോക്ടറൽ തീസിസ് പോലെ തന്നെയാണ് അതിൻ്റെ ഡിഫൻസ്. ഭയങ്കര കഷ്ടമാണ്. 4 ദിവസം കൂടെ ഇനി ബാക്കിയുള്ളൂ. വെള്ളിയാഴ്ചയാണ് വൈകുന്നേരം 5:15. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി കേട്ടോ. ഇനി ആകെ 4 ദിവസമേ ഉള്ളൂ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും അച്ഛൻ വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. 1, 2 എനിക്ക് ധ്യാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ യേശുവിനെ കൊടുക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയാൽ ഞാൻ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ വരാറുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിട്ട എൻ്റെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒപ്പം തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട ക്രിസ്റ്റി അച്ഛനെ നന്ദി പറയുന്നു. അച്ഛനെ വിളിച്ചതിനും പരിഗണിച്ചതിനും എനിക്ക് ഒരുപാട് സ്നേഹവും സന്തോഷമുണ്ട്. എൻ്റെ ബാച്ചുകാരൊക്കെ ഇവനെയാണോ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുകയൊക്കെ ചെയ്തു, തമാശയ്ക്ക്. പക്ഷെ എന്നാലും ക്രിസ്ത്യൻ എന്നെ പരിഗണിച്ചു, സ്നേഹിച്ചു, എന്നെ വിളിച്ചു, നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. സാധാരണ എല്ലാ ഇടവകളും സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുറവുമില്ല. സിസ്റ്റേഴ്സ് ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും നിങ്ങൾ ഇവിടെ ഓരോരുത്തരായിട്ട് വഹിച്ചും ചെയ്തും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പൂക്കൾ വെച്ചിട്ടാണെങ്കിലും പള്ളി അലങ്കരിച്ചിട്ടാണെങ്കിലും പള്ളി അടിച്ചു വാരിയിട്ടാണെങ്കിലും എല്ലാത്തിനും ഇവിടെ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുറേയും കൂടി നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ 2 ഇടവകകളെ കാണുന്നുണ്ട് എന്നെനിക്കറിയാം. അച്ഛൻ്റെ വാക്കുകളിൽ നിന്നും എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്കത് മനസ്സിലായി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരോടും സഹോദരങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ സ്നേഹവും സൗഹൃദവും കൂട്ടായ്മയൊക്കെ എന്നും ഉണ്ടാവട്ടെ. 2 ഇടവകകൾ തമ്മിൽ ഇടവക അതിർത്തിയേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അതിർത്തിയൊന്നും വേണ്ട. ഈ ഒരു സ്നേഹവും സൗഹൃദവും സന്തോഷവും എന്നും ഉണ്ടാവട്ടെ. അപ്പോൾ നല്ല നാളുകൾ ആശംസിക്കുന്നു. നല്ല മിടുക്കരായിട്ട് വളരുക. ഞാനും മിടുക്കനായിട്ട് വളരാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചി, ഞാൻ ഒരു മോനാണ്. പപ്പയും മമ്മിയും ചേച്ചിയും, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ട്, അളിയൻ, ചേച്ചി, കൊച്ച്, പപ്പയും മമ്മി വീട്ടില്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂത്തിൻ്റെ ഡയറക്ഷൻ കൂടെയാണ് പത്തനാപുരം രൂപതയുടെ. എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെന്താണ്, എൻ്റെ കൂടെ പഠിക്കുന്ന അച്ഛന്മാർ, ഞങ്ങളുടെയൊക്കെ ഡിഫൻസാണ് ദിവസങ്ങളിൽ. ഞങ്ങളുടെ അച്ഛന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്കിനി കണ്ടുമുട്ടാം. ഇനി നമ്മൾ എന്തെങ്കിലും കാണുമോ എന്നറിയില്ല. കുറേ പേര് എന്നോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, അച്ഛൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ടൊന്നുമില്ല. ഈ ബിജു അമ്പാട്ട് അച്ഛൻ എന്നെ പോലെയാണ് ഏകദേശം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്നെ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടൊന്നുമില്ല. ബിജു അമ്പാട്ട് അച്ഛനെ പോലെ ഇരിക്കുന്നത് തോന്നിയതാണ്. അപ്പം അതുകൊണ്ട് ഇനി ഞാൻ വരും, നിങ്ങൾ വിളിക്കണം കേട്ടോ. ഞാൻ വരും, ഉറപ്പായിട്ടും വരും. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഞാൻ കുറേ ഇടവകൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും അനുഭവമായിട്ട് തോന്നിയതും ഒരു ഇടവകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ് ധ്യാനം പറഞ്ഞൊരു ഇടവക ഈ ഇടവക. 2 ഇടവകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ട്, ഒരുപാട് തുറവയുണ്ട്. കാരണം നിങ്ങൾ സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് ജാടയില്ലാത്ത, പ്രത്യേകിച്ച് എന്താ പറയുക, ഈ മറ്റ് മുൻവിധികളില്ലാത്ത ഒരു നല്ലൊരു ജനമാണ് നിങ്ങൾ. ആ ഒരു നന്മ നിങ്ങളുടെ ഇടവകയുടെ പ്രത്യേകതയാണ്. ആ പ്രത്യേകത നിങ്ങളുടെ അനുഗ്രഹമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. നിങ്ങൾ എന്നെ, ഞാൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറയുമ്പോൾ ചിരിച്ചതിനും ചെറിയ പൊട്ടത്തൊക്കെ പറഞ്ഞപ്പോൾ ചിരിച്ചതിനൊക്കെ നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി വെച്ചോണം. നന്നായിട്ട് ജീവിച്ചോണം. നന്നായിട്ട് ജീവിക്കാൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണനാണ് എന്ന് അർത്ഥമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനും ജീവിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല നാളുകൾ ആശംസിക്കുന്നു. നന്മ മാത്രം ഉണ്ടാവട്ടെ.
എഴുന്നേറ്റ് ഓക്കെ. മേരി ഒഴുക്കനായിട്ട് ചേച്ചിങ് വരാവോ? കനവുള്ള സമ്മാനമാണ് ചേച്ചി. നമുക്ക് നന്ദിയോടുകൂടി നമുക്ക് ധ്യാനം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൈ അടിച്ച് ഒന്ന് ആടി കുണുങ്ങി പാട്ട് പാടൂലേ? അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉള്ളതാണ്. ആ ചിന്തയോടെങ്കിലും കുറച്ച് ആട്ടമൊക്കെ വന്നോട്ടെ. ഓക്കെ. ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുമടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുമടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അവൻ വഴിച്ചിടും അവനുടെ ചുമടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുമടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അമ്മച്ചിമാര് കയ്യടി മാറില്ല. അമ്മച്ചി ഇഹലോകമോ അരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ അരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ള. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പേരുവെള്ളത്തിൻ ഇടച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പേരുവെള്ളത്തിൻ ഇടച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. അവൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ അവസാനത്തെ പാട്ട് പാടി അവസാനിപ്പിച്ച് നമുക്ക് പോയാലോ? ഏതാ പാട്ട്? ഈ ഒരാഴ്ച നിങ്ങൾ പാടണം കേട്ടോ. സ്റ്റെപ്പ് പോരല്ലോ. ഡാൻസേഴ്സ് ആരും ഇല്ല ഇവിടെ. ഡാൻസേഴ്സ് ആരും ഇല്ല. നമ്മൾ ഡാൻസ് കളിച്ച് കുറച്ച് അനങ്ങട്ടോ, ശരീരമൊക്കെ അനങ്ങട്ടെ, അങ്ങോട്ട് എക്സസൈസ് ഒക്കെ ആവട്ടെ.
വിശന്ന് തീർത്തിട്ടുള്ളതാ. കൈയടി. പുറത്ത് നിൽക്കുന്ന ചേട്ടൻ കൈ അഴിച്ചിട്ടില്ല ഇതുവരെ. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാം. മറന്നു നമ്മൾ സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം നാം യേശുരാജനെ. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാം. ചെപ്പൊന്ന് മാറ്റി പിടിച്ചേ, ഒന്ന് മുകളിലേക്കടി. നന്മയ്ക്കായി മാത്രമേശു ചെയ്യുന്നല്ല, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? നന്മയ്ക്കായി മാത്രമേശു ചെയ്യുന്നല്ല, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കിടുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് പാടിയേ. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാം. പോകാല്ലേ? ഭക്ഷണം വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ലേ? വിശക്കുന്നില്ലാത്തൊരു ഭക്ഷണം കഴിക്കാതെ പോയിക്കോട്ടെ. ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിക്കോ. സന്തോഷത്തോടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, കണ്ടുമുട്ടാം. താങ്ക് യു.